പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്തന അതിപരിശുദ്ധവാൻ നാമಕ್ಕೆ ಇಂದು ಹಗಲಿನ ವೇಳೆ മഹിമയാകಲಿ. ദൈവസന്നിധിയിൽ ഇന്ന് പകലിലും നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് നൽകിയ നല്ല അവസരത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ದೇವರ ಸಮ್ಮುಖದಲ್ಲಿ ದೇವರು ನಮಗೆ ಕೊಟ್ಟಂತಹ ಈ ಒಳ್ಳೆಯ ಅವಕಾಶಕ್ಕಾಗಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ. വേദിയിലായിരിക്കുന്ന ബഹുമാന്യ കർത്താവിൻ്റെ ദാസന്മാർ കടന്നു വന്ന ദൈവമക്കൾ ഏവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു. ವೇದಿಕೆಯಲ್ಲಿರತಕ್ಕಂಥ ಪ್ರಿಯ ಗಣ ಸೇವಕರುಗಳು ಸೇರಿ ಬಂದಿರತಕ್ಕಂಥ ಎಲ್ಲ ದೇವಜನರು ಎಲ್ಲರನ್ನ ನೆನೆಸಿ ಕರ್ತನಿಗೆ ಸ್ತೋತ್ರವನ್ನ ಮಾಡುತ್ತೇನೆ. കർത്താവ് നമുക്ക് ഒരുമിച്ച് നൽകിയ നല്ല അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ದೇವರು ನಮಗೆ ಒಟ್ಟಾಗಿ ಕೊಟ್ಟಂತ ಈ ಒಳ್ಳೆಯ ಅವಕಾಶಕ್ಕಾಗಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ. എനിക്കറിയാം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവവചനം ഭക്ഷിച്ച് ഇങ്ങനെ ഓവർ എക്സൈറ്റഡ് ആയിട്ടാണ് നിങ്ങൾ നിൽക്കുന്നതെന്ന് എനിക്കറിയാം. ಕಳೆದ ದಿವಸಗಳಲ್ಲಿ ದೇವರ ವಚನದಿಂದ ನೀವು ಭುಜಿಸಿ ಬಹಳ ಬಲವುಳ್ಳವರಾಗಿ ನಿಂತಿದ್ದೀರಿ ಎಂಬುದಾಗಿ ನಾನು ನಂಬುತ್ತೇನೆ. സാധാരണ ഇന്ത്യയിലെ വിവാഹത്തിന്, വിശേഷാൽ കേരളത്തിലെ വിവാഹത്തിന് ഒരു ദിവസമേ സദ്യയുള്ളൂ. ചിലയിടങ്ങളിൽ തലേന്നും കൂടി സദ്യയുണ്ട്, 2 സദ്യകളുണ്ട്. ಸರ್ವೇ ಸಾಧಾರಣ ನಮ್ಮ ಭಾರತ ದೇಶದಲ್ಲಿ ಮದುವೆಗಾಗಿ 1 ಅಥವಾ 2 ಊಟದ ವ್ಯವಸ್ಥೆಗಳು ಅಥವಾ ಸದ್ಯ ಇರುತ್ತದೆ. പക്ഷേ യഹൂദന്റെ വിവാഹത്തിന് 7 ദിവസമാണ് സദ്യ. ಆದರೆ ಯಹೂದ್ಯರ ವಿವಾಹದ ಸಂದರ್ಭದಲ್ಲಿ 7 ದಿನ ಸದ್ಯೆ ಅಥವಾ ಊಟ ವ್ಯವಸ್ಥೆ ಇರುತ್ತದೆ. DGM ബഥേൽ ചർച്ചിൽ 40 ദിവസത്തെ വമ്പൻ സദ്യ നടന്നുകൊണ്ടിരിക്കുക. ಆದರೆ DGM ಚರ್ಚಲ್ಲಿ 40 ದಿವಸಗಳ ಒಂದು ಸದ್ಯೆ, ಆತ್ಮೀಕ ಸದ್ಯೆ ನಡೆಯುತ್ತಿದೆ. ഹല്ലേലൂയ, ಆಮೆನ್. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആക്ച്വലി ഇവിടെയുള്ള ദൈവമക്കൾ വളരെ ഭാഗ്യമുള്ളവരാണ്. ഇಲ್ಲಿರತಕ್ಕಂಥ ದೇವರ ಮಕ್ಕಳು ಭಾಗ್ಯವಂತರು. കാരണം ആഴമേറിയ ദൈവവചനത്തിന്റെ സത്യങ്ങൾ ഗ്രഹിക്കത്തക്ക വിധം പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കുന്നല്ലോ. ಕಾರಣ ಬಹಳ ಆಳವಾದಂಥ ದೈವಿಕ ಸಂಗತಿಗಳನ್ನು ಗ್ರಹಿಸಲಿಕ್ಕಾಗುವಂತೆ ದೇವರು ನಿಮಗೆ ಸಹಾಯ ಮಾಡ್ತಿದ್ದಾರೆ. ഇന്ന് പകലിലും പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ಇಂದು ಹಗಲಿನ ವೇಳೆಯು ಬಹಳ ಪ್ರಾರ್ಥನೆಯೊಂದಿಗೆ ದೇವರ ಸಮ್ಮುಖದಲ್ಲಿ ನಾವು ಆಗಿರೋಣ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി ചില ചിന്തകൾ ഈ പകലിൽ പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 1 കൊരിന്ത്യർ 3-ാം അധ്യായം 10 മുതൽ 15 വരെയുള്ള വാക്യം. 1 ಕೊರಿಂಥಿ 3ನೇ ಅಧ್ಯಾಯ 10ರಿಂದ 15ನೇ ವಚನದವರೆಗಿರತಕ್ಕಂಥ ವಾಕ್ಯಗಳನ್ನು ಆಸ್ಪದವಾಗಿ ತೆಗೆದುಕೊಂಡು ಅನೇಕ ದೈವಿಕ ಆಲೋಚನೆಗಳನ್ನು ನಾವು ಜೊತೆಯಾಗಿ ಧ್ಯಾನಿಸೋಣ. നിങ്ങളുടെ എല്ലാവരുടെയും കൈവശം ബൈബിളുകൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ನಿಮ್ಮೆಲ್ಲರ ಕೈಯಲ್ಲಿ ಸತ್ಯವೇದ ಇದೆ ಎಂಬುದಾಗಿ ನಾನು ನಂಬುತ್ತೇನೆ. ഒന്ന് ഉയർത്തി പിടിക്കാവോ? ಆ ಸತ್ಯವೇದವನ್ನು ಒಂದ್ಸಲ ಮೇಲಕ್ಕೆತ್ತಬಹುದಾ? നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൈബിൾ ഏത് ഭാഷയിലാണെങ്കിലും ആ വാക്യങ്ങൾ 6 വാക്യങ്ങൾ ഉച്ചത്തിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഒന്ന് വായിക്കുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ನಿಮ್ಮ ಕೈಯಲ್ಲಿರತಕ್ಕಂಥ ಸತ್ಯವೇದ ಯಾವುದೇ ಭಾಷೆಯಲ್ಲಿ ಇರಲಿ, ನಾವು ಈಗ ಒಟ್ಟಾಗಿ ಸೇರಿ ಅದನ್ನ ಓದಲಿಕ್ಕಿದ್ದೇವೆ. ആമേൻ. 1 കൊരിന്ത്യർ 3-ാം അധ്യായം 10-ാമത് വാക്യം മുതൽ 15-ാമത് വാക്യം വരെ നാം എല്ലാവരും ചേർന്ന് ഒച്ചത്തിൽ വായിക്കണം. 1 ಕೊರಿಂಥಿ 3ನೇ ಅಧ್ಯಾಯ ಅದರ 10ನೇ ವಚನದಿಂದ 15ನೇ ವಚನದವರೆಗೆ ಒಟ್ಟಾಗಿ ಸೇರಿ ಓದಲಿಕ್ಕಿದ್ದೇವೆ. ഹല്ലേലൂയ. ഓക്കേ, ഹാവ് യു ടേക്കൺ? എടുത്തോ? ಎಲ್ರಿಗೂ ಸಿಗ್ತಾ? ഓക്കേ, റെഡി? ಓಕೆ. ഒരുമിച്ച് ചേർന്ന് ഒച്ചത്തിൽ വായിക്കണം. എത്രയും ശബ്ദം നിങ്ങൾക്ക് എടുത്ത് വായിക്കാൻ കഴിയുമോ അത്രയും ശബ്ദമെടുത്ത് ആ വാക്യങ്ങൾ വായിക്കണം. ಎಷ್ಟು ಗಟ್ಟಿಯಾಗಿ ನಿಮಗೆ ಓದಲಿಕ್ಕಾಗುತ್ತೋ ಅಷ್ಟು ಗಟ್ಟಿಯಾಗಿ ನಾವು ಒಟ್ಟಾಗಿ ಸೇರಿ ಓದುವರಾಗಿರೋಣ. ഞാൻ മലയാളത്തിലായിരിക്കും വായിക്കുന്നത്. ನಾನು മലയാളത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൈബിൾ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷിൽ വായിക്കാം. മലയാളം ബൈബിൾ ഉള്ളവർക്ക് മലയാളത്തിൽ വായിക്കാം. ഹിന്ദി ഉള്ളവർക്ക് ഹിന്ദിയിൽ വായിക്കാം. തെലുങ്കുള്ളവർക്ക് തെലുങ്കിൽ വായിക്കാം. കന്നഡയുള്ളവർക്ക് കന്നഡയിൽ വായിക്കാം. പിന്നെ ഏത് ഭാഷയാണെങ്കിലും അത് വായിക്കാം. ನಿಮ್ಮ ಕೈಯಲ್ಲಿ ಯಾವ ಭಾಷೆಯಲ್ಲಿ ಸತ್ಯವೇದ ಇದೆಯೋ ಆ ಭಾಷೆಯಲ್ಲಿ ನಿಮಗೆ ಓದಬಹುದಾಗಿದೆ. ഓക്കെ. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. മറ്റൊരുത്തൻ മീതെ പണിയുന്നു. താൻ എങ്ങനെ പണിയുന്നുവെന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം അതിനെ തെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ടു വരും.
ഓരോരുത്തന്റെ പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കും എങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിലോ അവന് ഛേദം വരും, താനോ രക്ഷിക്കപ്പെടും. എന്നാൽ തീയിൽ കൂടെ എന്ന പോലെ ಸುಟ್ಟು ಹೋದರೆ ಅವನಿಗೆ ಸಂಬಳ ನಷ್ಟವಾಗುವುದು. കർത്താവിനെ സ്തുതിക്കാമോ? കരങ്ങളുടെ മേലേക്കെത്തി കർത്തനിಗೆ സ്തോത്ര ಮಾಡೋಣ. പ്രൈസ് ലോർഡ്. ഒരാഴ്ച പട്ടിണി കെട്ടിട്ട് ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇരുത്തിയതുപോലെയുണ്ട് നിങ്ങളുടെ ഹല്ലേലൂയ കേട്ടിട്ട്. ಒಂದು ವಾರ ಊಟ ಇಲ್ಲದೆ ಬಿದ್ದುಬಿಟ್ಟು ಈಗ ಎದ್ದು ಬಂದು ನಿಂತು ಹಲ್ಲೇಲೂಯ ಹೇಳೋ ತರ ಆಗ್ಬಿಡ್ತು. ಈಗ ആത്മീക ഭക്ഷണവും ഭൗതിക ഭക്ഷണവും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ಆತ್ಮಿಕ ಆಹಾರವು ಅದರೊಂದಿಗೆ ಶಾರೀರಿಕ ಆಹಾರವು ನಿಮಗೆ ಸಿಗುತ್ತದೆ ಎಂಬುದಾಗಿ ನನ್ನ ನಂಬಿಕೆ. പ്രൈസ് ലോർഡ്. ಪ್ರೈಸ್ ಲಾರ್ಡ್. ആഹാരം കഴിച്ച് ബലപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ ബലം അകത്തുണ്ട്. ആ ബലത്തിനൊത്തവണ്ണം കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ಆಮೇಲೆ ನಿಮಗೆ ಆರೋಗ್ಯವಿರುವುದಾದ್ರೆ ಆ ಆರೋಗ್ಯಕ್ಕೆ ಅನುಗುಣವಾಗಿ ಕರ್ತನಿಗೆ ಹಲ್ಲೇಲೂಯ ಎಂಬುದಾಗಿ ಹೇಳಿರಿ. ഒരാ ശക്തിയോടെ ಸಾಲದು. ಇನ್ನೊಂದ್ಸಲ, ഒരിക്കൽ കൂടെ, ಇನ್ನೊಂದು ಆವರ್ತಿ. ഒരു പഞ്ചാബി പഞ്ചാബി കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. കർത്തന പരിശുദ്ധ നാമಕ್ಕೆ ಸ್ತೋತ್ರ ಉಂಟಾಗಲಿ. വളരെ പ്രാർത്ഥനയോടെ ഈ പകലിൽ ദൈവസന്നിധിയിലായിരിക്കും. ಬಹಳ ಪ್ರಾರ್ಥನೆಯೊಂದಿಗೆ ದೇವರ ಸಮ್ಮುಖದಲ್ಲಿ ನಾವು ಆಗಿರೋಣ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്തിലുള്ള വിശുദ്ധന്മാർക്ക് എഴുതിയ ലേഖനമാണ് കൊരിന്തിയ ലേഖനം. ಅಪೊಸ್ತಲನಾದ ಪೌಲನು ಕೊರಿಂಥ್ಯ ಸಭೆಯಲ್ಲಿದ್ದಂತ ವಿಶ್ವಾಸಿಗಳಿಗೆ ಬರೆದಿರುವಂತಹ ಪತ್ರಿಕೆಯಾಗಿದೆ ಈ ಕೊರಿಂಥ್ಯ ಪತ್ರಿಕೆ. കൊരിന്തിയ സഭയുടെ ചില പ്രത്യേകതകൾ നമ്മൾ ഒന്നാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ಕೊರಿಂಥ್ಯ ಸಭೆಯಲ್ಲಿದ್ದಂತ ವಿಶ್ವಾಸಿಗಳ ಸ್ವಭಾವಗಳು ಒಂದನೇ ಅಧ್ಯಾಯದಲ್ಲಿ സാധാരണ എല്ലാവരും കൊരിന്തിലെ ആളുകൾ വെറും മോശക്കാരായ രീതിയിലാണ് പ്രസന്റ് ചെയ്യാറുള്ളത്. ಕೊರಿಂಥ್ಯದಲ್ಲಿದ್ದಂತ ಜನರ ಕುರಿತಾಗಿ ಅನೇಕರು ಸರ್ವೇ ಸಾಧಾರಣ ಸ್ವಲ್ಪ ಮೋಸಕರವಾಗಿ ಹೇಳುವಂತವರಾಗಿರ್ತಾರೆ. രണ്ടാം അധ്യായം മൂന്നാം അധ്യായം തുടർന്നുള്ള അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ അവരെ കുറിച്ച് പൗലോസ് പറയുന്ന തെറ്റായ ചില പ്രവണതകളെ ഉണ്ടെന്നുള്ളത് ഒരു സത്യമാണ്. 2-3 ಅಧ್ಯಾಯಗಳನ್ನು ಓದುವಾಗ ಕೊರಿಂಥ್ಯ ಸಭೆಯಲ್ಲಿದ್ದಂತ ವಿಶ್ವಾಸಿಗಳಲ್ಲಿ ಕೆಲವು ತಪ್ಪುಗಳಿತ್ತು. ಆ ಅಂಶಗಳನ್ನ ಪೌಲನು ಎತ್ತಿ ಹೇಳುತ್ತಿದ್ದಾನೆ. ಅದು ಸತ್ಯವಾಗಿದೆ. അധ്യായത്തിൽ പൗലോസ് കൊരിന്ത്യ സഭയെക്കുറിച്ച് പറയുന്ന വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ. ಆದರೆ 1ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ಪೌಲನು ಆ ಸಭೆಯವರ ಕುರಿತಾಗಿರುವ ಕೆಲವು ಸಕಾರಾತ್ಮಕವಾದ ವಿಚಾರಗಳನ್ನು ಹೇಳ್ತಿದ್ದಾನೆ. 3 മുതൽ അല്ല 2 മുതലുള്ള അധ്യായങ്ങളിൽ അവരെ കുറിച്ച് പറയുന്ന തെറ്റായ കാര്യങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവായ കാര്യങ്ങൾ പറയുമ്പോഴും നമ്മൾ ഓർക്കണം, സഭയോടാണ് കർത്താവ് പറയുന്നത്. ಅಲ್ಲಿ 2 ಮತ್ತು 3ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ಆ ಸಭೆಯಲ್ಲಿದ್ದಂತ ವಿಶ್ವಾಸಿಗಳ ಕೆಲವು ತಪ್ಪುಗಳನ್ನ ಎತ್ತಿ ಹೇಳುವಾಗ ಅದು ಆಮೇಲೆ ಆ ಸಭೆ ಒಳಗಡೆ ಇದ್ದಂತಹ ಕೆಲವರ ತಪ್ಪು ಎಂಬುದನ್ನು ನಾವು ಗ್ರಹಿಸಬೇಕು. 1ാം അധ്യായം 2ാമത്തെ വാക്യത്തിൽ പൗലോസ് അവരെ വിളിക്കുന്നത് വിശുദ്ധന്മാരെന്നാണ് വിളിക്കുന്നത്. 1ನೇ ಅಧ್ಯಾಯದ 2ನೇ ವಚನದಲ್ಲಿ ನಾವು ಓದುತ್ತೇವೆ, ಪೌಲನು ಅವರನ್ನ ಕರೆಯುವಂತದ್ದು ಪರಿಶುದ್ಧರೆಂಬುದಾಗಿ. താൻ പറയുന്നു, ക്രിസ്തുയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും. ಆಗ ಕ್ರಿಸ್ತ ಯೇಸುವಿನಲ್ಲಿ ಶುದ್ಧೀಕರಣ ಹೊಂದಿದವರು, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും കൂടെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരായവർക്കും തന്നെ എഴുതുന്നു. ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನ ನಾಮಸ್ಮರಣೆ ಮಾಡತಕ್ಕಂತ ಆಮೆನ್ ಎಲ್ಲ ಪರಿಶುದ್ಧರಿಗೆ ಎಂಬುದಾಗಿ ಅಲ್ಲಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ. കൊരിന്ത്യ സഭയിലെ ദൈവമക്കൾ, ಆಗ ಕೊರಿಂಥ್ಯ ಸಭೆಯಲ್ಲಿದ್ದಂತಹ ದೇವರ ಮಕ್ಕಳು വിശുദ്ധന്മാരായിരുന്നു. ಅವರು ಪರಿಶುದ್ಧರಾಗಿ ಜೀವಿಸುತ್ತಿದ್ದರು. അവർ വിളിക്കപ്പെട്ടവരായിരുന്നു. ಅವರು ಕರೆಯಲ್ಪಟ್ಟವರಾಗಿದ್ದರು. ഈ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരായ ಅವರು ಕರೆಯಲ್ಪಟ್ಟಂತ ವಿಶುದ್ಧರಾಗಿದ್ದಂತವರು ഇവരുടെ ജീവിതത്തിലെ 2-3 പ്രത്യേകതകൾ എടുത്തു പൗലോസ് ഈ അധ്യായത്തിൽ പറയുന്നു. ಅವರ ಜೀವಿತದಲ್ಲಿನ 2-3 ಪ್ರತ್ಯೇಕತೆಗಳನ್ನ ಎತ್ತಿ ಪೌಲನು ಹೇಳುತ್ತಿದ್ದಾನೆ. ഒന്നാമത്തെ പ്രത്യേകത 5ാം വാക്യത്തിൽ കാണാൻ കഴിയുന്നു. ಮೊದಲನೇ ಪ್ರತ್ಯೇಕತೆ 5ನೇ ವಚನದಲ್ಲಿ ನಮಗೆ ನೋಡಬಹುದು. അവിടെ പൗലോസ് പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നു. ಅಲ್ಲಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ, ಯೇಸು ಕ್ರಿಸ್ತನ ಕುರಿತಾದ ಸಾಕ್ಷ್ಯವು ನಿಮ್ಮಲ್ಲಿ ನೆಲೆಗೊಂಡಿದೆ. ആമേൻ. അടുത്ത വാക്യത്തിൽ പറയുകയാണ്, ಮುಂದಿನ ವಚನದಲ್ಲಿ ಹೇಳ್ತಿದ್ದಾನೆ, നിങ്ങൾ സകലത്തിലും വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായിരിക്കും. ನೀವು ನುಡಿಯಲ್ಲಿಯೂ ಹಾಗೂ ತಿಳುವಳಿಕೆಯಲ್ಲಿಯೂ ಸಮೃದ್ಧಿ ಉಳ್ಳವರಾಗಿದ್ದೀರಿ. സഭയിലെ ആളുകൾ ദൈവവചനത്തിൽ സമ്പന്നരായ ആളുകളായി. ಆಗ ಕೊರಿಂಥ್ಯ ಸಭೆಯಲ್ಲಿದ್ದಂತ ವಿಶ್ವಾಸಿಗಳು ದೇವರ ವಚನದಲ್ಲಿ ಸಮೃದ್ಧಿ ಉಳ್ಳವರಾಗಿದ್ದರು. ദൈവിക പരിജ്ഞಾನ
പരിജ്ഞാനത്തിൽ അവർ സമ്പന്നരായിരുന്നു. ದೈವಿಕ ತಿಳುವಳಿಕೆಯಲ್ಲಿ ಅಥವಾ ಪರಿಜ್ಞಾನದಲ್ಲಿ ಸಮೃದ್ಧಿ ಉಳ್ಳವರಾಗಿದ್ದರು. മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ಮೂರನೇ ಪ್ರತ್ಯೇಕತೆ ಅನ್ನುವಂಥದ್ದು ആമേൻ, അവർ 7-ാം വാക്യത്തിൽ പറയുന്നു, 7ನೇ ವಚನ ಹೇಳುತ್ತದೆ, ഒരു കൃപാവരത്തിനും കുറവില്ലാത്തവരായി. ಅವರಿಗೆ ಯಾವ ಕೃಪಾವರದಲ್ಲಿಯೂ ಕೊರತೆ ಇಲ್ಲದವರಾಗಿದ್ದರು. ബൈബിളിൽ പറയുന്ന കൃപാവരങ്ങൾ എല്ലാം ജീവിതത്തിൽ ഉള്ള ഒരു സഭയായിരുന്നു കൊരിന്ത്യയിലെ സഭ. ಸತ್ಯವೇದದಲ್ಲಿ ತಿಳಿಸಲ್ಪಟ್ಟಿರುವ ಎಲ್ಲಾ ಕೃಪಾ ವರಗಳು ಒಳಗೊಂಡಿರುವಂತಹ ಒಂದು ಸಭೆ ಆಗಿತ್ತು ಕೊರಿಂಥ್ಯ ಸಭೆ. ആ സഭയിൽ പ്രവാചകന്മാരുണ്ടായിരുന്നു, ಆ ಸಭೆಯಲ್ಲಿ ಪ್ರವಾದಿಗಳಿದ್ದರು, അവിടെ രോഗശാന്തി വരമുള്ളവരുണ്ടായിരുന്നു, ಅಲ್ಲಿ ರೋಗಶಾಂತಿ ವರವಿದ್ದವರಿದ್ದರು, അവിടെ വീര്യപ്രവർത്തികൾ ചെയ്യുന്നവരുണ്ടായിരുന്നു, ಸೂಚಕ ಕಾರ್ಯಗಳನ್ನು ಮಾಡುವ ವರಗಳಿರುವವರಿದ್ದರು, അവർ പരിജ്ഞാനത്തിന്റെ വരമുള്ളവരുണ്ടായിരുന്നു, ಜ್ಞಾನವಾಕ್ಯ ವರವಿದ್ದವರಿದ್ದರು, വിശ്വാസത്തിന്റെ വരമുള്ളവരുണ്ടായിരുന്നു, ನಂಬಿಕೆಯ ವರವುಳ್ಳವರಿದ್ದರು, അന്യ ഭാഷകളുടെ വരമുള്ളവരുണ്ടായിരുന്നു, ನಾನಾ ವಾಣಿಗಳನ್ನಾಡುವ ವರಗಳಿರುವವರಿದ್ದರು. ബൈബിളിൽ പറയുന്ന കൃപാവരങ്ങൾ മുഴുവനും ആമേൻ അനുഭവിച്ചിരുന്ന ഉപയോഗിച്ചിരുന്ന ഒരു സഭയായിരുന്നു കൊരിന്ത്യയിലെ സഭ. ಹೀಗೆ ಪವಿತ್ರಾತ್ಮನಿಂದ ಉಂಟಾಗುವ ಎಲ್ಲ ವರಗಳನ್ನ ಒಳಗೊಂಡಿದ್ದಂತಹ ಒಂದು ಸಭೆಯಾಗಿತ್ತು ಕೊರಿಂಥ್ಯ ಸಭೆ. ഒരു കൃപാവരവും ഇല്ലാത്ത ആളുകൾ നിന്നിട്ടാണ് കൊരിന്ത്യയിലെ സഭയിലെ ആളുകളെ വെറും മോശക്കാരായി ചിത്രീകരിക്കുന്നത്. ಯಾವ ಕೃಪಾವರವೂ ಇಲ್ಲದೆ ಇರತಕ್ಕಂಥವ್ರು ಅನೇಕ ಸಲ ಕೊರಿಂಥ್ಯ ಸಭೆಯನ್ನ ಕೀಳಾಗಿ ನೋಡುವುದುಂಟು. ആമേൻ. അടുത്ത അവരുടെ പ്രത്യേകത, ಮುಂದಿನ ಅವರ ಪ್ರತ್ಯೇಕತೆ, സഭയെ നിങ്ങൾ ശ്രദ്ധിക്കുക, ನೀವು ಗಮನಿಸ್ರಿ, ആമേൻ, യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്ന സഭ. ಯೇಸು ಕ್ರಿಸ್ತನ ಪ್ರತ್ಯಕ್ಷತೆಯನ್ನು ಎದುರು ನೋಡುತ್ತಾ ಇರುವವರಾಗಿದ್ದರು. ഓ ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ. ആമേൻ. ആഴമായ പ്രത്യാശയാൽ നിറഞ്ഞൊരു സഭ, ಬಹಳ ಆಳವಾದ ನಿರೀಕ್ಷೆಯನ್ನು ಒಳಗೊಂಡಿದ್ದಂತಹ ಒಂದು ಸಭೆ. ഉള്ളിന്റെ ഉള്ളിലെ താല്പര്യം കർത്താവ് എപ്പോ വരുമെന്നുള്ളതാണ്. ಅವರ ಒಳಗಿನ ಅಥವಾ ಅಂತರಾಳದಂತ ಒಂದು ಆಸೆ ಆಗಿತ್ತು ಯೇಸು ಕ್ರಿಸ್ತನ ಬರುವಿಕೆ. പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞ ഈ സഭ, ಆಗ ವಚನದ ಪರಿಜ್ಞಾನದಿಂದ ತುಂಬಲ್ಪಟ್ಟಿರುವ ಸಭೆ, ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത ಈ സഭ, ಎಲ್ಲ ಕೃಪಾವರಗಳನ್ನ ಒಳಗೊಂಡಿದ್ದಂತಹ ಈ ಸಭೆ. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. ಯೇಸು ಕ್ರಿಸ್ತನ ಎರಡನೇ ಬರೋಣಕ್ಕಾಗಿ ಎದುರು ನೋಡುತ್ತಿದ್ದಂತಹ ಈ ಸಭೆ, അവരുടെ പ്രതീക്ഷ മുഴുവനും കർത്താവ് എപ്പോ വരും, ಅವರ ನಿರೀಕ್ಷೆ ಎಲ್ಲವೂ ಯೇಸು ಕ್ರಿಸ್ತನು ಯಾವಾಗ ಬರ್ತಾರೆ ಎಂಬುದಾಗಿತ್ತು. ഇങ്ങനെ കാത്തിരിക്കുന്ന സഭയ്ക്കകത്താണ് ആത്മികനും ജഡീകനും പ്രാകൃതനും ഉണ്ടായിരുന്നത്. ಹೀಗೆ ಕಾಯುತ್ತಿದ್ದಂತಹ ಅಥವಾ ಜೀವಿಸುತ್ತಿದ್ದಂತಹ ಸಭೆಯೊಳಗಡೆ ಆತ್ಮಿಕರು ಇದ್ದರು, ಪ್ರಾಕೃತರು ಇದ್ದರು, ಆತ್ಮಿಕರಲ್ಲದವರು ಇದ್ದರು. ഇങ്ങനെ കാത്തിരിക്കുന്ന സഭയ്ക്കകത്താണ് അപ്പന്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരുന്നവനുണ്ടായിരുന്നു. ಈ ರೀತಿ ಯೇಸು ಕ್ರಿಸ್ತನ ಬರೋಣವನ್ನ ಎದುರು ನೋಡುತ್ತಿದ್ದಂತಹ ಈ ಸಭೆಯೊಳಗಡೆ ತಂದೆಯ ಹೆಂಡತಿಯನ್ನಾಗಿಟ್ಟುಕೊಂಡಿದ್ದಂತ ಒಬ್ಬ ವ್ಯಕ್ತಿ ಇದ್ದನು. ഹല്ലേലൂയ. ഇങ്ങനെ കാത്തിരിക്കുന്ന സഭയ്ക്കകത്താണ് പരസ്പരം കേസും വഴക്കും ഉണ്ടായിരുന്നത്. ಈ ರೀತಿ ಇದ್ದಂತಹ ಒಂದು ಒಳ್ಳೆ ಸಭೆಯೊಳಗಡೆ ಆಗಿತ್ತು ಕೇಸುಗಳು, ನಾನಾ ತರಹದ ಜಗಳಗಳು. ഇങ്ങനെ കാത്തിരിക്കുന്ന സഭയ്ക്കകത്താണ് വിഗ്രഹാർപ്പിതം തിന്നാൻ പോകുന്നവനുണ്ടായിരുന്നത്. ಈ ರೀತಿಯ ಒಂದು ಸಭೆಯೊಳಗಡೆ ಆಗಿತ್ತು ವಿಗ್ರಹಾರ್ಪಿತವಾದದನ್ನ ತಿನ್ನುವುದಕ್ಕೆ ಹೋಗುತ್ತಿದ್ದವರು. ഇങ്ങനെ കാത്തിരിക്കുന്ന സഭയ്ക്കകത്താണ് കൃപാവരങ്ങൾ ഉള്ള ഈ സഭയിൽ അവർ പറയാണ് ഞാനാണോ നീയാണോ വലുതെന്ന് പറഞ്ഞ് മത്സരിച്ച് പ്രവചിക്കുകയാണ്. ಈ ರೀತಿ ಕೃಪಾವರಗಳಿದ್ದಂತಹ ಈ ಸಭೆಯೊಳಗಡೆ ಪ್ರವಾದಿಸುವುದರಲ್ಲಿ ಪೈಪೋಟಿ ಸ್ವಭಾವ ಇದ್ದವರಿದ್ದರು. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേ സഭയിൽ ദൈവരാജ്യത്തിന്റെ പണിയിൽ ആവശ്യം വേണ്ടുന്ന വസ്തുതകളെ ഉപയോഗിച്ച് പണിയാതെ സ്വന്തം മഹത്വത്തിന് വേണ്ടി പണിയുന്ന ആളുകളും ഉണ്ടായിരുന്നു. ಅದೇ ಸಮಯದಲ್ಲಿ ದೇವರ ರಾಜ್ಯವನ್ನ ಕಟ್ಟುವುದಕ್ಕೆ ಬೇಕಾಗಿರುವ ವಸ್ತುಗಳನ್ನು ಉಪಯೋಗಿಸಿ ಕಟ್ಟದೆ ಅಗತ್ಯವಿಲ್ಲದ ವಸ್ತುಗಳನ್ನು ಉಪಯೋಗಿಸಿ ಕಟ್ಟುವವರು ಕೂಡ ಇದ್ದರು. അശുദ്ധമായ ബന്ധങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾ ആ സഭയിലുണ്ട്. ಅಶುದ್ಧವಾದ ಸಂಬಂಧಗಳನ್ನ ಇಟ್ಟುಕೊಂಡಿದ್ದವರು ಆ ಸಭೆಯೊಳಗಡೆ ಇದ್ದರು. തെറ്റായ പ്രവണതകളുള്ള ഒരുപാട് ആളുകൾ ഈ ചർച്ചിൽ ഉള്ളപ്പോഴും കൊരിന്തിലെ സഭ വചനപരിജ്ഞാനമുള്ള സഭയായിരുന്നു. ಆಗ ತಪ್ಪು ಕೆಲಸಗಳನ್ನ ಮಾಡತಕ್ಕಂಥವರು ಸಭೆಗಳೊಳಗಡೆ ಇದ್ರೂ ಸಮೇತ ಆ ಸಭೆಯಲ್ಲಿನ ಹೆಚ್ಚಿನ ಅಂಶ ದೇವರ ವಚನದ ಪ್ರಕಾರ ಜೀವಿಸುವವರಾಗಿದ್ದರು. എന്താ പറ്റിയതറിയാവോ? ಏನು ನಡೆಯುತ್ತಿದೆ ಇಲ್ಲಿ? വചനം അറിയാത്തതല്ലായിരുന്നു അവരുടെ പ്രശ്നം. ವಚನದ ತಿಳುವಳಿಕೆ ಇಲ್ಲದೆ ಇದ್ದುದಲ್ಲ ಅಲ್ಲಿನ ಸಮಸ್ಯೆ. കൃപാവരം ഇല്ലാത്തതല്ലായിരുന്നു അവരുടെ പ്രശ്നം. ಕೃಪಾವರಗಳಿಲ್ಲದೆ ಇದ್ದಿದ್ದಲ್ಲ ಅಲ್ಲಿನ ಸಮಸ್ಯೆ. കർത്താവിന്റെ വരവിന്റെ പ്രത്യാശ ഇല്ലാത്തതല്ലായിരുന്നു അവരുടെ പ്രശ്നം. ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನ ಬರೋಣದ ಕುರಿತಾಗಿ ನಿರೀಕ್ಷೆ ಇಲ್ಲದವರಲ್ಲ ಅಲ್ಲಿನ ಸಮಸ್ಯೆ. അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒന്നും ശരിയായി ഉപയോഗിക്കാൻ അവർക്ക് അറിയത്തില്ലായിരുന്നു.
ಅವರಲ್ಲಿದ್ದಂತ ಸಮಸ್ಯೆ ಏನು ಅಂತ ಹೇಳಿದ್ರೆ ಅವರಿಗೆ ಸಿಕ್ಕಿರುವಂತದನ್ನ ಸರಿಯಾಗಿ ಉಪಯೋಗಿಸಲಿಕ್ಕೆ ಗೊತ್ತಿಲ್ಲದವರಾಗಿದ್ದರು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഏതിനും ഒരു ക്രമമുണ്ടാകണം, ഏതും ചന്തമായി നടക്കണം, ഉചിതമായി നടക്കണം. ಪ್ರತಿಯೊಂದಕ್ಕೂ ಒಂದು ಕ್ರಮಬದ್ಧವಾಗಿ ನಡಿಬೇಕು, ಎಲ್ಲವೂ ಅಂದಚಂದವಾಗಿ ನಡಿಬೇಕಾಗಿದೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. രണ്ടാം അധ്യായത്തിലെ കാര്യം ഞാൻ ആദ്യ സെഷനിൽ നിങ്ങളെ ഓർപ്പിച്ചത് നിങ്ങളുടെ മനസ്സിലുണ്ടാകുമെന്നാണ് എന്റെ ചിന്ത. ಎರಡನೇ ಅಧ್ಯಾಯದಿಂದ ಮೊದಲನೇ ಸೆಕ್ಷನ್ ಅಲ್ಲಿ ನಿಮಗೆ ಹೇಳಿದಂತ ವಿಚಾರಗಳು ನಿಮ್ಮ ನೆನಪಲ್ಲಿದೆ ಅಂತ ಅಂದುಕೊಳ್ಳುತ್ತೇನೆ. സഭയിൽ ഉണ്ടായിരുന്ന 3 കൂട്ടം ആളുകളെ കുറിച്ച് ഞാൻ അന്ന് പറഞ്ഞത് നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകും. ಕೊರಿಂಥ್ಯ ಸಭೆಯಲ್ಲಿದ್ದಂತ ಒಂದು ಗುಂಪು ಜನರ ಕುರಿತಾಗಿ ನಾನು ಹೇಳಿದ್ದನ್ನ ನೆನೆಸಿಕೊಳ್ಳುತ್ತೇನೆ. ഒന്നാമത് പ്രാകൃതനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ಮೊದಲನೇದಾಗಿ ಪ್ರಾಕೃತವಾಗಿ ಜೀವಿಸುವವರಿದ್ದರು. ആരാണ് പ്രാകൃതൻ? ಯಾರಾಗಿದ್ದಾರೆ ಪ್ರಾಕೃತರು? പ്രാകൃതൻ രക്ഷിക്കപ്പെടാത്തവനല്ല. ಪ್ರಾಕೃತರು ಯಾರು ಅಂತ ಹೇಳಿದ್ರೆ ರಕ್ಷಣೆ ಹೊಂದದೇ പ്രാകൃതൻ കാട്ടിൽ താമസിക്കുന്ന ആദിവാസിയല്ല. ಆಮೇನ್ ಕಾಡು ಮೇಡುಗಳಲ್ಲಿ ವಾಸ ಮಾಡತಕ್ಕಂಥ ಆದಿವಾಸಿಯೂ ಅಲ್ಲ. പ്രാകൃതൻ തലയ്ക്ക് സ്ഥിരതയില്ലാതെ മാനസികമായ ബുദ്ധിമുട്ട് അനുഭവിച്ച് വഴിയിൽ പ്രോപ്പറായി വസ്ത്രം ധരിക്കാതെ അലയുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനല്ല. ಮಾನಸಿಕ ಸ್ಥಿತಿಗತಿ ತಪ್ಪಿ ಬಟ್ಟೆ ಬರೆ ಇಲ್ಲದೆ ಜೀವಿಸುತ್ತಿದ್ದಂತಹ ಒಂದು ವ್ಯಕ್ತಿ ಅಲ್ಲ ಪ್ರಾಕೃತ ಮನುಷ್ಯನು. ഞാൻ ആദ്യത്തെ സെഷനിൽ പറഞ്ഞു, പ്രാകൃതൻ ദൈവാത്മാവിന്റെ ഉപദേശത്തെ സ്വീകരിക്കാത്തവനാണ് പ്രാകൃതൻ. ಆಗ ದೇವರಾತ್ಮನ ಆಲೋಚನೆಗಳನ್ನ ಸ್ವೀಕಾರ ಮಾಡದೆ ಇರತಕ್ಕಂಥವರನ್ನು ಪ್ರಾಕೃತ ಮನುಷ್ಯರೆಂಬುದಾಗಿ അവന് വചന പരിജ്ഞാനമുണ്ട്, ಅವನಿಗೆ ವಚನದ ಪರಿಜ್ಞಾನವಿದೆ, അവന് കൃപാവരമുണ്ട്, ಅವರಿಗೆ ಕೃಪಾವರಗಳಿವೆ, അവന് യേശുവിന്റെ മടങ്ങിവരവിനെ കുറിച്ചുള്ള പ്രത്യാശയുണ്ട്, ಅವರಿಗೆ ಯೇಸು ಕ್ರಿಸ್ತನ ಬರುವಿಕೆ ಕುರಿತಾಗಿರುವ ನಿರೀಕ್ಷೆಯುಂಟು. പക്ഷെ പരിശുദ്ധാത്മാവ് നൽകുന്ന നിയോഗങ്ങളെ തിരിച്ചറിയാൻ അവന് കഴിവില്ല. ಆದರೆ ಪರಿಶುದ್ಧಾತ್ಮನ ಕೊಡತಕ್ಕಂಥ ದೈವಿಕ ಆಲೋಚನೆಗಳನ್ನು ಅವನು ಗ್ರಹಿಸೋದಿಲ್ಲ. ഹല്ലേലൂയ. അവന് ആത്മാവുള്ളപ്പോഴും അഭിഷേകമുള്ളപ്പോഴും അവൻ ചലിക്കുന്നത് ബുദ്ധിയുടെ തലത്തിലാണ്. ಅವನ ಆತ್ಮನಿರುವಾಗಲೂ ಅಭಿಷೇಕವಿರುವಾಗಲೂ ಅವನ ಚಲಿಸುವಂತದ್ದು ಅವನ ಬುದ್ಧಿ ಏನು ಹೇಳುತ್ತದೋ ಅದಕ್ಕೆ ತಕ್ಕಂತೆ ಚಲಿಸುವವನು. ഹല്ലേലൂയ. 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 ദൈവമക്കളെ, നാം കർത്താവിനെ അറിഞ്ഞെങ്കിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചെങ്കിൽ നമ്മുടെ തീരുമാനങ്ങൾ നമ്മുടെ ബുദ്ധിയുടെ തലത്തിൽ നിന്നല്ല ഉണ്ടാകേണ്ടത്, നമ്മിൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ തലത്തിൽ നിന്നാണ് ഉണ്ടാകേണ്ടത്. ಪ್ರಿಯ ದೇವರ ಮಕ್ಕಳೇ, ನಾವು ದೇವರ ಆತ್ಮನನ್ನು ಹೊಂದಿದವರಾಗಿರುವುದಾದ್ರೆ ನಮ್ಮ ಜೀವಿತವು ನಮ್ಮ ಬುದ್ಧಿ ಏನು ಹೇಳುತ್ತದೆ ಅದಕ್ಕೆ ತಕ್ಕ ಹಾಗೆ ಅಲ್ಲ, ಬದಲಾಗಿ ಪರಿಶುದ್ಧಾತ್ಮನ ಏನು ಹೇಳುತ್ತಾನೋ ಅದಕ್ಕೆ ತಕ್ಕಂತೆ ತೀರ್ಮಾನಗಳನ್ನ ತೆಗೆದುಕೊಳ್ಳುವವರಾಗಿರಬೇಕು. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ദൈവസന്നിധിയിൽ സമാധാനം അനുഭവിക്കുന്നത് ലോജിക്ക് കൊണ്ടല്ല സമാധാനം ഉണ്ടാകുന്നത്. ദൈവവചനം പറയുന്നു, സകല ലോജിക്കിനെയും മറികടക്കുന്ന ഒരു ദൈവിക സമാധാനമുണ്ട്. അത് ദൈവാത്മാവ് പ്രദാനം ചെയ്യുന്ന സമാധാനമാണ്. ನಾವು ಅನುಭವಿಸಬೇಕಾದ ಸಮಾಧಾನವನ್ನ ನಮ್ಮ ಲಾಜಿಕ್ನಿಂದ ಪಡೆದುಕೊಳ್ಳಲು ಸಾಧ್ಯವಿಲ್ಲ, ಬದಲಾಗಿ ನಮ್ಮ ಯಾವುದೇ ಲೆಕ್ಕಾಚಾರದಿಂದಲೂ ಪಡೆಯಲು ಸಾಧ್ಯವಿಲ್ಲ, ಬದಲಾಗಿ ದೇವರ ಆತ್ಮನಿಂದ ಮಾತ್ರ ಅದರ ಫಲವಾಗಿರುವ സമാധാനವನ್ನು ನಾವು ಹೊಂದಿಕೊಳ್ಳಬೇಕು. വിശ്വാസികളെ കുറിച്ച് ഞാൻ ഓർപ്പിച്ചു, സമ്പത്തുകൾ കവർച്ചയായി പോയിട്ടും നിത്യതയിൽ ദൈവം നൽകുന്ന സമ്പത്തുകളെ കുറിച്ച് തിരിച്ചറിവുണ്ടായിട്ട് സമ്പത്തുകളുടെ അപഹാരത്തിലും സന്തോഷിക്കാൻ കഴിയുന്ന ഒരു സഭയായിരുന്നു എബ്രായ സഭ എന്ന് പറയുന്നത്. ಆಗ ಈ ಪ್ರಿಯ ಸಭೆಯಲ್ಲಿದ್ದಂತ ವಿಶ್ವಾಸಿಗಳು ತಮ್ಮ ಆಸ್ತಿಪಾಸ್ತಿಗಳೆಲ್ಲ ಅಪಹರಿಸಲ್ಪಟ್ಟವರಿಗೆ ಧೈರ್ಯದಿಂದ ಅವರು ಕೊಟ್ಟರು. ಅವರು ಆ ರೀತಿ ಕೊಡಲಿಕ್ಕಿರುವಂತ ಕಾರಣ ಈ ಇಲ್ಲಿನ ಆಸ್ತಿಪಾಸ್ತಿಗಳು ತಾತ್ಕಾಲಿಕವಾದದ್ದು, ನಿತ್ಯ ಜೀವನದಲ್ಲಿ ಸಿಗುವಂತದ್ದು ಶಾಶ್ವತವಾದದ್ದೆಂಬುದಾಗಿ ನೆನೆಸುವಂತಹ ಶಕ್ತಿಯವರಿಗಿತ್ತು. ಆ ಸಮಯದಲ್ಲಿ ಸಮಾಧಾನದಿಂದ ಇರುವುದಕ್ಕೆ ಕಾರಣ ಅದು ಪವಿತ್ರಾತ್ಮನಿಂದ ಸಿಕ್ಕಿದ ಫಲವಾಗಿತ್ತು. ജീവിതത്തിൽ ലഭ്യമായ മുഴുവൻ നന്മകളും കവർച്ചയായി പോകുമ്പോൾ സന്തോഷിക്കാൻ കഴിയണമെങ്കിൽ ബുദ്ധിയുടെ തലത്തിൽ നിന്ന് ചിന്തിക്കുന്ന, ബുദ്ധിയുടെ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരുവന് കഴിയുകയില്ല. ആത്മാവിന്റെ തലത്തിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ഒരുവന് മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. ಆಗ ಬುದ್ಧಿಯನ್ನು ಉಪಯೋಗಿಸಿ ಜೀವಿಸುವವನಿಗೆ ನಮಗಿರುವಂತಹ ಅನುಗ್ರಹಗಳು, ಭೂ ಸಂಬಂಧವಾದ ಆಶೀರ್ವಾದಗಳು ನಮ್ಮ ಕೈಯಿಂದ ಅಪಹರಿಸಲ್ಪಡುವಾಗ ಸಮಾಧಾನ ಕೆಟ್ಟು ಹೋಗುತ್ತದೆ. ಆದರೆ ಪವಿತ್ರಾತ್ಮನಿಂದ ಉಂಟಾಗುವ ಫಲವಾದ ಸಮಾಧಾನವನ್ನು ಇಟ್ಟುಕೊಂಡಿರುವವನಿಗೆ ನಮಗಿರುವ ಭೂ ಸಂಬಂಧವಾದ ಆಶೀರ್ವಾದಗಳು ನಷ್ಟವಾದರೂ ಅವನ ಸಮಾಧಾನ ಹಾಳಾಗುವುದಿಲ್ಲ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഞങ്ങളുടെയൊക്കെ സ്നേഹിതനായ ഒരു ദൈവദാസൻ ഉണ്ട്. ನಮಗೆ ಬಹಳ ಆಪ್ತರಾದಂತ ಒಬ್ಬರು ಸೇವಕರಿದ್ದಾರೆ. നല്ല കാര്യം പറയാൻ പോവുകയായതുകൊണ്ട് പേര് പറയുന്നതിൽ തെറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ಒಳ್ಳೆಯ ವಿಚಾರ ಹೇಳೋದ್ರಿಂದ ಅವರ ಹೆಸರು ಹೇಳೋದ್ರಲ್ಲಿ ತಪ್ಪಿಲ್ಲ ಎಂಬುದಾಗಿ ನೆನೆಸ್ತೇನೆ. ഡോക്ടർ ഐസക് വി മാത്യു എന്ന് പറയുന്ന വളരെ ശക്തനായ ഒരു ദൈവത്തിന്റെ ദാസൻ. ಡಾಕ್ಟರ್ ಐಸಕ್ ವಿ ಮ್ಯಾಥ್ಯೂ ಎಂಬಂತ ಒಬ್ಬರು ಶಕ್ತರಾದ ಸೇವಕರು. അദ്ദേഹം കേരളത്തിൽ തൊടുപുഴ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുമ്പോൾ, ಅವರು ಕೇರಳದಲ್ಲಿ ತೊಡುಪುಳ ಎಂಬಂತ ಸ್ಥಳದಲ್ಲಿ ಜೀವಿಸುತ್ತಿದ್ದಾಗ, താൻ സ്ഥലത്തില്ലാതിരുന്ന ഒരു ദിവസം, ಅವರು ಸ್ಥಳದಲ್ಲಿ ಇಲ್ಲದೆ ಇದ್ದಂತ ಒಂದು ದಿವಸ, രാവിലെ ആ വീട്ടിലെ സഹോദരി മാത്രമുള്ളപ്പോൾ ഒരു കള്ളൻ വന്നു കയറി. ಆ ಸಹೋದರಿ ಮಾತ್ರ ಇದ್ದಾಗ ಒಬ್ಬ ಕಳ್ಳನು ಆ ಮನೆಯೊಳಗೆ ಬರ್ತಾನೆ. അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ സാധനവും
ഈ മനുഷ്യൻ എടുത്തു കൊണ്ടുപോയി. ಆ ಮನೆಯಲ್ಲಿದ್ದಂತ ಎಲ್ಲಾ ಆ ವಸ್ತುಗಳನ್ನ ಆ ಕಳ್ಳನು ತಗೊಂಡು ಹೋಗ್ತಾನೆ. ഉടുത്തിരുന്ന വസ്ത്രം മാത്രം ബാക്കിയുണ്ട്. ಅಲ್ಲಿ ಅವರು ಉಟ್ಕೊಂಡಿದ್ದಂತಹ ವಸ್ತ್ರ ಒಂದು ಬಿಟ್ಟು വാരി ബെഡ്ഷീറ്റിൽ കെട്ടി തലയെ ചുമന്ന് റോഡിൽ കൊണ്ടുവച്ചു. ಅಲ್ಲಿದ್ದಂತ ಎಲ್ಲ ವಸ್ತ್ರಗಳನ್ನು നടക്കുന്ന സംഭവമാണ്. ಅಂದ್ರೆ ಹಗಲೊತ್ತು ನಡೆಯುವಂತ ಒಂದು ಘಟನೆ. രാവിലെ മുതൽ ഇയാൾ കഷ്ടപ്പെട്ട് അവിടുത്തെ മുഴുവൻ സാധനം റോഡിൽ കൊണ്ടുവച്ചു. ಬೆಳಗಿನಿಂದ ಸಾಯಂಕಾಲದವರೆಗೆ ಕಷ್ಟಪಟ್ಟು ಇರುವ ವಸ್ತುಗಳನ್ನೆಲ್ಲ ಅವನು ರೋಡಿಗೆ ಸರಿಸ್ತಿದ್ದಾನೆ. ലാസ്റ്റ് കെട്ടെടുക്കാൻ വരുമ്പോ, ಕೊನೆಯ ಕಟ್ಟು ತಗೊಳ್ಳಿಕ್ಕೆ ಬರುವಾಗ ഈ ദൈവദാസി കള്ളനോട് പറഞ്ഞു, ഒരു മിനിറ്റ് നിൽക്കേ. ಈ ದೇವರ ಸೇವಕಿ ಆ ಕಳ್ಳನಿಗೆ ಹೇಳಿದ್ರು, ಒಂದು ನಿಮಿಷ ನಿಲ್ಲು. രാവിലെ മുതൽ കഷ്ടപ്പെടുവല്ലേ, ಬೆಳಗಿನಿಂದ ನೀನು ಕಷ್ಟಪಡ್ತಿದೆಯಲ್ಲ, വിശക്കുന്നുണ്ടാവുമല്ലോ, ನಿನಗೆ ಹಸಿವಾಗ್ತಿದೆಯಲ್ಲ, ഇച്ചിരി ചോറുണ്ടിട്ട് ಬಾ, ಸ್ವಲ್ಪ ಊಟ ಮಾಡ್ಕೊಂಡು ಹೋಗು. അതാണ് അഭിഷേകം. ಅದಾಗಿದೆ ಅಭಿಷೇಕ. I'm not telling a story. ನಾನೇನೋ ಕಥೆ ಹೇಳ್ತಿಲ್ಲ, ನಡೆದ ಘಟನೆ ಹೇಳ್ತೀನಿ. ആ ദൈവദാസൻ അറിയാം, ಆ ಸೇವಕರಿಗೆ ಗೊತ್ತಿದೆ. Praise the Lord. Hallelujah. പറയാൻ പറ്റുമോ? ಹೇಳಕ್ಕಾಗುತ್ತಾ ನಿಮಗೆ? സാധ്യമാണോ? സാധ്യವಿದೆಯಾ? എൻ്റെ ദൈവമേ, അവൻ ഇതും ചുമന്നുകൊണ്ട് പോകുമ്പോൾ നമ്മൾ പറയാം, എൻ്റെ കർത്താവെ പോകുന്ന വഴിക്ക് അവൻ കല്ലേ തട്ടി താഴെ വീഴണേ, അവൻ്റെ കൈ ഒടിയണേ, കാലൊടിയണേ, തല പൊട്ടണേ, എൻ്റെ സാധനമെല്ലാം തിരികെ കെട്ടണേ, കർത്താവേ നിൻ്റെ ദൈവമേ നീ ഇടപെടണേ, അപ്പാ ഈ പിശാച് പിടിച്ചവനോട് ഇടപെടണേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും. പക്ഷേ ആ ദൈവദാസി പറയാ, നിനക്കെല്ലാം കൊണ്ടുപോകണോ, അടുത്ത കെട്ട് കൊണ്ടുവന്നതിന് മുമ്പ് ഇത്തിരി ചോറൂട് ഉണ്ടേച്ച് പൊക്കോളാൻ. ಆಗ ನಾವಾದ್ರೆ ಅವರ ಸ್ಥಾನದಲ್ಲಿ ನಾವಾಗಿದ್ರೆ ನಾವೇನು ಪ್ರಾರ್ಥನೆ ಮಾಡ್ತಿದ್ದು, ದೇವರೇ ಇದನ್ನೆಲ್ಲ ಇವನು ಕಸ್ಕೊಂಡು ಅಥವಾ ಕೊಳ್ಳೆ ಹೊಡ್ಕೊಂಡು ಹೋಗ್ತಿರುವಾಗ ಹೋಗೋ ದಾರಿಯಲ್ಲಿ ಇವನಿಗೆ ಏನಾದರೂ ಆಕ್ಸಿಡೆಂಟ್ ಆಗಬೇಕು, ಇವನು ಸತ್ತು ಹೋಗಬೇಕು, ದೇವರೇ ಅವನ್ನ ಸಂಧಿಸು, ಅವನ ಜೊತೆ ಮಾತಾಡು, ಅವನಲ್ಲಿರುವ ದೆವ್ವವನ್ನು ಓಡಿಸು, ಅದು ಇದು ಅಂತೆಲ್ಲ ನಾವು ಪ್ರಾರ್ಥಿಸ್ತಿದ್ದೆವು. ನಾವು ಯಾವತ್ತೂ ಕೂಡ ಕೊನೆಗೆ ಅವನು ಇದೆಲ್ಲ ಕದ್ದುಕೊಂಡು ಹೋಗುವಾಗಲೂ ಒಂಚೂರು ಊಟ ಮಾಡ್ಕೊಂಡು ಹೋಗಿ ಅಂತ ನಾವು ಹೇಳೋದಿಲ್ಲ. സമ്പത്തുകളുടെ അപഹാരം സന്തോഷത്തോടെ സഹിക്കുന്ന ಅಭಿಷೇಕമുള്ള ದೈವಜനം. ಆಗ ನಮ್ಮ ಭೂ ಸಂಬಂಧವಾದ ಅನುಗ್ರಹಗಳನ್ನ ಅಪಹರಿಸಲ್ಪಡುವಾಗ ಅದನ್ನ ಸಂತೋಷದಿಂದ ಸ್ವೀಕಾರ ಮಾಡುವಂತ ಒಂದು ಮನಸ್ಸು. സംഭവിക്കണമെങ്കിൽ ദൈവാത്മാവിന്റെ ഉപദേശത്തെ സ്വീകരിക്കത്തക്ക വിധം ദൈവാത്മാവുമായി കണക്റ്റഡ് ആയിരിക്കണം, ട്യൂൺഡ് ആയിരിക്കണം. ಆಗ ಆ ರೀತಿಯ ಒಂದು ಸಮಾಧಾನದಲ್ಲಿ ಜೀವಿಸಬೇಕು ಅಂತಿದ್ರೆ ನಾವು ಯಾವಾಗಲೂ ಪರಿಶುದ್ಧಾತ್ಮನೊಂದಿಗಿನ ಅನ್ಯೋನ್ಯತೆಯೊಂದಿಗೆ ಒಂದು ಸಂಬಂಧ ಮುರಿಯದಂತೆ ಅದನ್ನು ಕಾಪಾಡಿಕೊಳ್ಳಬೇಕಾಗಿದೆ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത ഭാഗങ്ങളൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. നമുക്കറിയാം, ജഡീകനെ കുറിച്ച് പറഞ്ഞ് എല്ലാരെയും പോലെ ജീവിക്കുന്നവനാണ് ജഡീകൻ. ಆಗ 2ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ಪ್ರಾಕೃತ ಮನುಷ್ಯನು ಅಂತ ಹೇಳುವಂಥದ್ದು ಈ ರೀತಿಯ ಅನುಭವಗಳಲ್ಲಿ ಜೀವಿಸುವನಾಗಿದ್ದಾನೆ. ആമേൻ. ജഡീകൻ എന്ന് പറയുന്നത് എല്ലാവരെ പോലെ ഇരിക്കുന്നവനാണ്. ಪ್ರಾಕೃತ ಮನುಷ್ಯನು ಎಲ್ಲರಂತೆ ಇರುವಂತ ಒಬ್ಬ ವ್ಯಕ್ತಿ ജഡീകൻ. മൂന്നാം അധ്യായം 3:1. അവര് ആത്മീകമായി ശിശുക്കളാണ്. ಆಗ ಪ್ರಾಕೃತರಲ್ಲ, ಪ್ರಾಪಂಚಿಕರು ಅವನು ಎಲ್ಲರಂತೆ ಇರುವಂತವನಾಗಿದ್ದಾನೆ. അവരുടെ പ്രത്യേകത ആമേൻ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്. ಅವನ ಪ್ರತ್ಯೇಕತೆಯನ್ನು ಪೌಲನು ಈ ರೀತಿಯಾಗಿ ಹೇಳ್ತಿದ್ದಾನೆ. ആമേൻ, നിങ്ങള് ആമേൻ അവര് ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരാണ്. ಅವನು ಆಮೇಲೆ ಉಳಿದಂತ ಅಥವಾ ಎಳೆಗೂಸುಗಳಂತೆ ಆಗಿರುವವರಿಗೆ ತಕ್ಕಂತೆ ಜೀವಿಸುವವನಾಗಿ. ഇംഗ്ലീഷ് ബൈബിൾ ആരുടെയെങ്കിലും കൈവശമുണ്ടെങ്കിൽ, ಇಂಗ್ಲಿಷ್ ಬೈಬಲ್ ಯಾರ್ದಾದ್ರೂ ಸಂಗಡ ಇರುವುದಾದ್ರೆ ആമേൻ അതിന്റെ ആമേൻ 3ാമത്തെ വാക്യം ഒന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും. 3ാം അധ്യായം 3ാമത്തെ വാക്യം. 3ನೇ ಅಧ್ಯಾಯ 3ನೇ ವಾಕ್ಯ. 1 ಕೊರಿಂಥಿ. Somebody please read it in English. ಇಂಗ್ಲಿಷ್ ಬೈಬಲ್ ಯಾರ ಹತ್ರ ಇದೆಯಾ? 1 ಕೊರಿಂಥಿ 3ನೇ ಅಧ್ಯಾಯ 3ನೇ ವಚನ ಓದಿ. English. ಒಳ್ಳೆ. See, are you not worldly? Are you not walking like mere men? ಆಗ ಇಲ್ಲಿ ಕೇವಲ ನರಪ್ರಾಣಿಗಳಂತೆ ಜೀವಿಸುವಂತವನು, സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കുന്നവരല്ലേ നിങ്ങൾ? ಅಂದ್ರೆ സാധാരണ മനുഷ്യರಂತೆ ಜೀವಿಸುವಂತವನು എന്ന് വെച്ചാൽ ആമേൻ ഒരു ആത്മീകൻ, he is not a common man, he is
something supernatural. ಆಗ ಒಬ್ಬ ಆತ್ಮಿಕ ಮನುಷ್ಯನು ಅನ್ನುವಂಥದ್ದು ಒಬ್ಬ ಸಾಧಾರಣ ವ್ಯಕ್ತಿಯಂತೆ ಅಥವಾ ಕೇವಲ ಒಬ್ಬ ನರಪ್ರಾಣಿ ಅಂತ ಇರುವಂತದಿಲ್ಲ, ಅವನೊಬ್ಬ ಅಸ್ವಾಭಾವಿಕವಾದ ರೀತಿಯಲ್ಲಿ ಜೀವಿಸುವನಾಗ್ತಾನೆ. സാധാരണ മനുഷ്യൻ ഉണ്ടാകുന്ന പ്രതിസന്ധികളോട് സാധാരണ മനുഷ്യൻ പ്രതികരിക്കുന്നത് പോലെയല്ല ഒരു ആത്മീയൻ പ്രതികരിക്കുന്നത്. ಒಬ್ಬ ಸಾಧಾರಣ ಮನುಷ್ಯನು ಪ್ರತಿಕ್ರಿಯೆ ತೋರಿಸುವ ರೀತಿಯಲ್ಲ, ಒಬ್ಬ ಆತ್ಮಿಕ ಮನುಷ್ಯನು ಪ್ರತಿಕ್ರಿಯೆ ತೋರಿಸುವಂತದ್ದು. ഒരേ പ്രശ്നത്തോട് ആത്മീകനും ജഡീകനും വ്യത്യസ്തമായിട്ടായിരിക്കും പ്രതികരിക്കുന്നത്. ಒಂದೇ ಸಮಸ್ಯೆ ಎದುರಾಗುವಾಗ ಅದಕ್ಕೆ ಪ್ರಾಪಂಚಿಕನು ಒಂದು ರೀತಿ ಪ್ರತಿಕ್ರಿಯೆ ತೋರಿಸಿದರೆ ಆತ್ಮಿಕನು ಇನ್ನೊಂದು ರೀತಿಯ ಪ್ರತಿಕ್ರಿಯೆ ತೋರಿಸುವನಾಗ್ತಾನೆ. ആമേൻ. ഒരു രക്ഷിക്കപ്പെടാത്ത മനുഷ്യൻ ഒരു പ്രശ്നത്തോട് എങ്ങനെ പ്രതികരിക്കുമോ അതിൽ നിന്ന് ഒട്ടും മീതെ അല്ലാതെ ആയിരിക്കും ജഡീകനും പ്രതികരിക്കുന്നത്. ಆಗ ಯಾವ ರೀತಿ ಒಬ್ಬ ಲೌಕಿಕ ಮನುಷ್ಯನು ಒಂದು ಸಮಸ್ಯೆಯನ್ನು ಎದುರಿಸುತ್ತಾನೋ ಅದೇ ರೀತಿಯೇ ಒಬ್ಬ ಪ್ರಾಪಂಚಿಕ, ಇಲ್ಲಿ ಹೇಳಿರ್ತಕ್ಕಂಥ ಪ್ರಾಪಂಚಿಕ ಮನುಷ್ಯನು ಕೂಡ ಅದನ್ನು ಎದುರಿಸುವಂತದ್ದು. അവൻ രക്ഷിക്കപ്പെട്ടു എന്നത് ശരിയാ, ಅವನು ರಕ್ಷಣೆ ಹೊಂದಿದ್ದು ಅನ್ನುವಂಥದ್ದು ಸತ್ಯ, അവൻ അഭിഷേകവും പ്രാപിച്ചിരിക്കാം, ಅವನ ಅಭಿಷೇಕವನ್ನು ಹೊಂದಿರಬಹುದು. പക്ഷെ അവന് ജീവിതത്തിന് വ്യത്യാസം വന്നില്ല, അഭിഷേകത്തെ അനുസരിക്കാൻ അവന് കഴിയുന്നില്ല. ಆದ್ರೆ ಅವನ ಜೀವಿತದಲ್ಲಿ ಮಾರ್ಪಾಡುವಿಕೆ ಸಂಭವಿಸಲಿಲ್ಲ, ಅಭಿಷೇಕದಿಂದ ಪ್ರಯೋಜನವಾಗಲಿಲ್ಲ. അഭിഷേകം പ്രാപിച്ചിട്ടും അഭിഷേകത്തിന്റെ ലെവലിലല്ല അവൻ ജീവിക്കുന്നത്, അവൻ ബുദ്ധിയുടെ ലെവലിലാണ് ಅವನ ജീവിക്കുന്നത്. ಅಭಿಷೇಕ ಹೊಂದಿದವನಾದರೂ ಅಭಿಷೇಕದ ಆ ಒಂದು ಹಂತದಲ್ಲಿ ಜೀವಿಸ್ತಿಲ್ಲ, ಅವನ ಬುದ್ಧಿ ಏನ್ ಹೇಳ್ತದ ಅದಕ್ಕೆ ತಕ್ಕಂತೆ ಜೀವಿಸುವ. അതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് അറിയാമോ? ಅದರಿಂದ ಇರುವಂತ ಸಮಸ್ಯೆ ಏನು ಗೊತ್ತೇ? There is no spiritual progress for such people. ಅವನಲ್ಲಿ ಯಾವುದೇ ಆತ್ಮಿಕ ವರ್ಧನೆ ಉಂಟಾಗುತ್ತಿಲ್ಲ. Such people are stagnated people. ಅವರು ಕೆಟ್ಟಿಕಿടക്കുന്ന വെള്ളം പോലെ ചീഞ്ഞു നാറുന്ന ആളുകളാണ്. ಅವರು ಆಮೆನ್ ಸ್ತೋತ್ರ ಎಲ್ಲೋ ಒಂದು ಕಡೆ ಕಟ್ಟಿ ನಿಂತಿರುವ ನೀರಿನೋಪಾದಿಯಲ್ಲಿರತಕ್ಕಂಥವರಾಗಿದ್ದಾರೆ. ഹല്ലേലൂയ. ಇವರಿൽ നിന്ന് ഒന്നും അങ്ങോട്ട് ഒഴുകുകയില്ല, ಇವರಿಂದ ಯಾವುದು ಕೂಡ ಆಚೆ ಹರಿಯುವುದಿಲ್ಲ. ഹല്ലേലൂയ. അവർ ബുദ്ധിയിൽ ചിന്തിക്കുന്ന ആളുകളാണ്, ಅವರು ಬುದ್ಧಿಯಿಂದ ಯೋಚನೆ ബുദ്ധിയിൽ ಮಾಡತಕ್ಕಂಥವರು, പ്രവർത്തിക്കുന്ന ആളുകളാണ്. ಬುದ್ಧಿಯಿಂದ ಪ್ರಾರ್ಥಿಸುವವರು. ആത്മാവിന് അവരിൽ ഒരിടപാടുമില്ല, ಆತ್ಮನಿಗೆ ಅವರಲ್ಲಿ ಯಾವ ವ್ಯವಹಾರವೂ ಇಲ್ಲ. അവൻ ഇതല്ല ഒരു ആത്മീകനിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്നത്. ಆಗ ಈ ರೀತಿಯ ಜೀವಿತವಲ್ಲ ಒಬ್ಬ ಆತ್ಮಿಕ ಮನುಷ್ಯನಿಂದ ದೇವರು ಬಯಸುವಂತದ್ದು. ആത്മീകന്റെ ജീവിതം ബുദ്ധിയുടെ തലത്തിൽ നിന്നും വളരെയധികം ಆಗ മീതെയായിരിക്കും. ಆತ್ಮಿಕನ ಜೀವಿತವು ಬುದ್ಧಿಮಂಡಲದಿಂದ ಇನ್ನೂ ಆಮೇನ್ ಮೇಲೆ ಇರುವಂತದ್ದಾಗಿದೆ. ഒരു സാധാരണ മനുഷ്യന്റെ 50 രൂപ കിട്ടിയാൽ ಒಬ್ಬ ಸಾಧಾರಣ ಮನುಷ್ಯನಲ್ಲಿ 50 ರೂಪಾಯಿ ಸಿಕ್ಕಿದ್ರೆ 50 കൂടെ ഉണ്ടാക്കാൻ അവൻ ശ്രമിക്കും. ಇನ್ನೊಂದು 50 ರೂಪಾಯಿ ಮಾಡಕ್ಕೆ ಅವನು ನೋಡ್ತಾನೆ. പക്ഷെ ഒരു ആത്മികന്റെ 50 രൂപ കിട്ടിയാൽ ಆದ್ರೆ ಒಬ್ಬ ಆತ್ಮಿಕನಲ್ಲಿ 50 ರೂಪಾಯಿ ಸಿಕ್ಕಿದ್ರೆ ആദ്യം അവൻ 5 രൂപ മാറ്റി വെക്കും. ಮೊದಲು ಅವನು 5 ರೂಪಾಯಿ ಸೆಪರೇಟ್ ಇಡ್ತಾನೆ. അതുകൊണ്ട് തീർന്നില്ല, ಅಲ್ಲಿಗೆ ಮುಗ್ದಿಲ್ಲ. ബാക്കി 45 കയ്യിലിരിക്കുമ്പോ ಉಳಿದ 45 ರೂಪಾಯಿ ಕೈಲಿರುವಾಗ್ಲೇ ഒരു പാവം പിടിച്ചോനെ കാണുമ്പോ ಒಬ್ಬ ದರಿದ್ರನನ್ನ ನೋಡಿದ್ರೆ പരിശുദ്ധാത്മാ പറയാ 45 കൊടുത്തേക്കാൻ പറഞ്ഞ അവൻ വേറൊന്നും ചിന്തിക്കല്ല, കൊടുക്കും. ಪರಿಶುದ್ಧಾತ್ಮ ಹೇಳ್ತಾನೆ 45 ರೂಪಾಯಿ ಅವನಿಗೆ ಕೊಟ್ಬಿಡು ಅಂತ ಹೇಳಿದ್ರೆ ಅವನು ಅದನ್ನ ಕೊಟ್ಬಿಡ್ತಾನೆ. നമ്മളെ കൊണ്ട് ഇതൊന്നും പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഇപ്പോഴും ജഡീകന്മാരാണെന്ന് അതിന്റെ അർത്ഥം. ನಮ್ಮ ಕೈಲಿ ಇದು ಯಾವುದು ಆಗ್ತಾ ಇಲ್ಲ ಅಂದ್ರೆ ಅದರ ಅರ್ಥ ನಾವೀಗಲೂ ಪ್ರಾಪಂಚಿಕರಾಗಿದ್ದೇವೆ. ഇപ്പോഴും നിനക്ക് കിട്ടുന്ന വരുമാനത്തെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ കാൽക്കുലേഷൻ അനുസരിച്ചാണ് നീ ജീവിക്കുന്നതെങ്കിൽ നീ അഭിഷേകം പ്രാപിച്ചിട്ട് ഒരു കഥയില്ല. ಈಗಲೂ ನಿನಗೆ ಸಿಕ್ಕತಕ್ಕಂತ ವರಮಾನ ತಗೊಂಡು ಅದನ್ನ ಲೆಕ್ಕಾಚಾರ ಮಾಡಿ ಅದನ್ನೇ ಎದುರು ನೋಡುತ್ತಾ ಅದಕ್ಕೆ ತಕ್ಕಂತೆ ನಿನ್ನ ಜೀವನ ಶೈಲಿಯನ್ನು ಮುಂದೆ ಸಾಗಿಸುವುದಾದ್ರೆ ನಿನ್ನ ಅಭಿಷೇಕ ಹೊಂದಿ ಪ್ರಯೋಜನವಿಲ್ಲ. ഞങ്ങൾ നമ്മൾ ഈ കഴിഞ്ഞ 2 ദിവസങ്ങൾ ഒത്തിരി കാര്യങ്ങൾ പങ്കുവയ്ക്കുവാനിടയായി തീർന്നു. ನಾವಿಬ್ರು ಈ ಕಳೆದ ದಿವಸಗಳಲ್ಲಿ ಅನೇಕ ವಿಷಯಗಳನ್ನ ಹಂಚಿಕೊಂಡೆವು. ആമേൻ. എന്നെ വളരെ അടുത്തറിയാവുന്ന പല വിശ്വാസികളുണ്ട്. ನನ್ನನ್ನು ಬಹಳ ಹತ್ತಿರ ಗೊತ್ತಿರುವಂತ ವಿಶ್ವಾಸಿಗಳಿದ್ದಾರೆ. ഒരിക്കൽ എന്നെ സ്നേഹിക്കുന്ന ആമേൻ ഒരു സഹോദരി, ഒരു ആന്റി എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഇങ്ങനൊന്നും ജീവിച്ചാൽ ശരിയാകത്തില്ല, പാസ്റ്റർ മകൻ കല്യാണം കഴിക്കാറായി വരുന്നു, ഒരു വീട് പാസ്റ്റർക്കില്ല, എവിടെ നീ വീടില്ലാത്ത നിങ്ങൾക്ക് ആര് മോന് വേണ്ടി പെണ്ണ് തരാനാ? ಆಮೇಲೆ ಒಬ್ರು ಬಹಳ ಪರಿಚಯ ಇರುವಂತ ಒಬ್ರು ವಿಶ್ವಾಸಿ ನನಗೆ ಕೇಳಿದ್ರು, ಪಾಸ್ಟರ್ ನೀವು ಈ ರೀತಿ ಜೀವಿಸಿದ್ರೆ ಸರಿಯಾಗೋದಿಲ್ಲ, ನಿಮಗೊಂದು ಸ್ವಂತ ಮನೆ ಇಲ್ಲ, ಎಂಥದೂ ಇಲ್ಲ, ನಿಮ್ಮ ಮಕ್ಕಳಿಗೆ ಮದುವೆ ಸಮಯ ಆಯಿತು, ಆ ಮಗನ್ನ ಮದುವೆ ಮಾಡ್ಕೊಳ್ಳೋಕ್ಕೆ ಯಾರು ಕೂಡ ನಿಮಗೆ ಹೆಣ್ಣು ಕೊಡೋದಿಲ್ಲ ಎಂಬುದಾಗಿ. നിങ്ങളിങ്ങനെ കിട്ടുന്നതെല്ലാം നാട്ടുകാർക്ക് കൊടുത്താൽ, ನಿಮಗೆ ಈ ಸಿಕ್ಕುವಂಥ ದುಡ್ಡನ್ನೆಲ್ಲ ತಗೊಂಡು ಊರವರಿಗೆಲ್ಲ ಕೊಟ್ರೆ, വിവരക്കേട് കാണിക്കല്ലേ പാസ്റ്ററെ, സ്നേഹം കൊണ്ട് പറഞ്ഞതാ, ಸುಮ್ಮನೆ ಬುದ್ಧಿಗೇಡು ತೋರಿಸ್ಬೇಡಿ ಪಾಸ್ಟ್ರೆ, ಪ್ರೀತಿಯಿಂದ ಹೇಳ್ತಿದ್ದೀನಿ. ഞാൻ ആ സഹോദരിയോട് ഇങ്ങനെ പറഞ്ഞു, ನಾನು ಆ ಸಹೋದರಿಗೆ ಈ ರೀತಿಯಾಗಿ ಹೇಳಿದೆ, എനിക്ക് വീടില്ലെന്ന് അറിഞ്ഞുകൊണ്ട് ഇപ്പോൾ ഉള്ളതിനകത്ത് വന്നു കയറാൻ മനസ്സുള്ള പെണ്ണ് ഉണ്ടെങ്കിലേ എൻ്റെ മോനെ കൊണ്ട് ഞാൻ കെട്ടിക്കുന്നുള്ളൂ. ನನಗೆ ಮನೆ ಇಲ್ಲ ಅಂತ ಗೊತ್ತಿದ್ದು ನನ್ನ ಮಗನನ್ನ ಮದುವೆ ಮಾಡಲಿಕ್ಕೆ ಮನಸ್ಸುಳ್ಳ ಹೆಣ್ಣು ಬಂದ್ರೆ ಮಾತ್ರ ನನ್ನ ಮಗನಿಗೆ ಮದುವೆ ಮಾಡಿಕೊಡೋದು.
ഇല്ലേ അവൻ കെട്ടണ്ട. ಇಲ್ದಿದ್ರೆ ಅವನಿಗೆ ಮದುವೆನೇ ಇಲ್ಲ. കഴിഞ്ഞ ജൂണിൽ എൻ്റെ മകന്റെ കല്യാണം കഴിഞ്ഞു കേട്ടോ. ಕಳೆದ ವರ್ಷ ಜೂನ್ ತಿಂಗಳಲ್ಲಿ ನನ್ನ ಮಗಂದು ಮದುವೆ ನಡೆಯಿತು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ദൈവം അനുവദിച്ച ജൂലൈ മാസത്തിൽ അവൻ ഇവിടെ വരും, കുടുംബമായിട്ട് വരും. ದೇವರ ಚಿತ್ತವಾದ್ರೆ ಜುಲೈ ತಿಂಗಳಲ್ಲಿ ಅವರು ಕುಟುಂಬವಾಗಿ ಇಲ್ಲಿ ಸೇವೆ ಮಾಡಕ್ ಬರ್ತಾರೆ, ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ. ಭಾರತದಲ್ಲಿ ಇದ್ರೆ. ഹല്ലേലൂയ. ജൂലൈക്ക് മുമ്പ് അദ്ദേഹം വിദേശത്ത് പോയില്ലെങ്കിൽ ജൂലൈയിൽ ഉറപ്പായിട്ട് ഇവിടെ വരും. ಜುಲೈ ತಿಂಗಳಿಗಿಂತ ಮೊದಲು ವಿದೇಶಕ್ಕೆ ಹೋಗಿಲ್ಲ ಅಂದ್ರೆ ಅದಕ್ಕಿಂತ ಮೊದಲು ಇಲ್ಲಿ ಸೇವೆಗೆ ಬರ್ತಾರೆ. എനിക്ക് വീടില്ലാത്തതുകൊണ്ട് പെണ്ണ് കിട്ടാതിരുന്നില്ല എൻ്റെ മോന്. ನನಗೆ ಸ್ವಂತ ಮನೆ ಇಲ್ಲದೆ ಇದರಿಂದ ನನ್ನ ಮಗನಿಗೆ ಹೆಣ್ಣು ಸಿಗದೇ ಇರಲಿಲ್ಲ. പക്ഷെ ഇപ്പൊ ഞാൻ താമസിക്കുന്നത് സ്വന്തം വീട്ടിലാ. ಆದರೆ ಈಗ ನನಗೆ ಸ್ವಂತ ಮನೆ ಇದೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ₹1 ഒരു വീട് വെക്കാൻ എൻ്റെ കയ്യിലില്ലായിരുന്നു. ₹1 ಕೂಡ ಇರಲಿಲ್ಲ ಆ ಮನೆ ಕಟ್ಟಲಿಕ್ಕೆ ನನ್ನ ಹತ್ರ. എൻ്റെ പോക്കറ്റിൽ നിന്ന് ₹1 പോലും ആ വീട് വെക്കാൻ ഞാൻ ചെലവഴിച്ചിട്ടില്ല. ನನ್ನ ಪಾಕೆಟಿಂದ ₹1 ಕೂಡ ಆ ಮನೆ ಕಟ್ಟಲಿಕ್ಕೆ ನಾನು ಉಪಯೋಗಿಸಲಿಲ್ಲ. ഒരു വ്യക്തി എൻ്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു, കർത്താവ് എൻ്റെ ദാസനെ, പാസ്റ്ററെ, ഇത്രയും വർഷം പാസ്റ്റർ കർത്താവിൻ്റെ വേല ചെയ്തതല്ലേ, കർത്താവ് തരുന്നൊരു പ്രതിഫലമായി കണക്കാക്കിക്കോ, പാസ്റ്റർ ഒരു വീട് വെക്കണം. ಒಬ್ರು ನನ್ನ ಹತ್ರ ಬಂದು ಹೇಳಿದ್ರು, ಪಾಸ್ಟರ್ ಇಷ್ಟು ವರ್ಷದಿಂದ ನೀವು ಸೇವೆ ಮಾಡ್ತಿದ್ದೀರಲ್ಲ, ಆಮೇಲೆ ಒಂದು ಮನೆ ಕಟ್ಟ್ರಿ ಅಂತ ಹೇಳಿ, ದೇವರು ಕೊಟ್ಟಂತ ಪ್ರತಿಫಲ ಅಂತ ತಿಳ್ಕೊಂಡು ಈ ದುಡ್ಡಿನಿಂದ ಮನೆ ಕಟ್ಟಿ ಅಂತ ಹೇಳಿ ನನಗೆ ಹೇಳಿದ್ರು. മുഴുവൻ പണവും ഞാൻ ചെലവഴിച്ചോളാം. ಅದಕ್ಕೆ ಆ ಮನೆ ಕಟ್ಟಕ್ಕೆ ಎಷ್ಟು ದುಡ್ಡು ಬೇಕೋ ಆ ಎಲ್ಲ ದುಡ್ಡನ್ನ ನಾನು ನಿಮಗೆ ಕೊಡ್ತೀನಿ. ₹1 ಕೋಟಿ മീതയായി സ്ഥലവും വീടും കൂടെ. ಜಾಗ ಮತ್ತೆ ಮನೆ ಸೇರಿ ₹1 ಕೋಟಿಗಿಂತಲೂ ಹೆಚ್ಚಾಯಿತು. എൻ്റെ പോക്കറ്റിൽ നിന്ന് ₹1 ഞാൻ ചെലവഴിച്ചിട്ടില്ല. ನನ್ನ ಪಾಕೆಟಿಂದ ₹1 ಕೂಡ ನಾನು ಖರ್ಚು ಮಾಡಲಿಲ್ಲ. നീ കണക്ക് കൂട്ടി ജീവിച്ചാൽ, ಲೆಕ್ಕಾಚಾರ ಮಾಡಿ ನೀನೇನಾದ್ರು ಜೀವಿಸೋದಾದ್ರೆ, നിന്റെ കണക്കനുസരിച്ച് നിനക്ക് ജീവിക്കാൻ പറ്റൂ. ನಿನ್ನ ಲೆಕ್ಕಾಚಾರಗನುಗುಣವಾಗಿಯೇ ನೀನು ಜೀವಿಸ್ತೀಯ. ആത്മാവിനെ അനുസരിച്ച് ജീവിച്ചാൽ, ಆದ್ರೆ ಆತ್ಮನನ್ನು ಅನುಸರಿಸಿ ನೀನು ನಡೆಯುವುದಾದ್ರೆ, ആത്മാവിന്റെ തലത്തിലായിരിക്കും നീ ജീവിക്കുന്നത്. ಆತ್ಮನ ಲೆಕ್ಕಾಚಾರದಲ್ಲಿ ನೀನು ಜೀವಿಸ್ತೀಯ. ഇന്ന് ഞാനിരുന്ന് കണക്ക് കൂട്ടിയാൽ എൻ്റെ കണക്ക് കൂട്ടലിൽ അത്രയും വലിയൊരു വീട് വെക്കാൻ എന്നെ കൊണ്ട് പറ്റുകയില്ല. ನಾನೇನಾದ್ರೂ ಲೆಕ್ಕ ಮಾಡ್ಕೊಂಡಿದ್ರೆ ನನ್ನ ಲೆಕ್ಕಾಚಾರದಲ್ಲಿ ಆ ರೀತಿ ಒಂದು ಮನೆ ಕಟ್ಟಕ್ಕೆ ಸಾಧ್ಯನೇ ಇರ್ತಿರ್ಲಿಲ್ಲ. മാസം ₹19,000 ശമ്പളം വാങ്ങുന്ന എനിക്ക്, ആമേൻ, ₹1 കോടിയിൽ പുറത്ത്, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ഒരു വീട് വെക്കാൻ ഒരു കാലത്തും എത്ര വയസ്സ് വരെ ജീവിച്ചിരുന്നാലും സമ്പാദിച്ച് സാധ്യമല്ല. ಒಂದು ತಿಂಗಳಿಗೆ ಸುಮಾರು ₹19,000 ಅಷ್ಟು ಮಾತ್ರ ನನ್ನ ಕೈಗೆ ಬರ್ತದೆ. ಆ ದುಡ್ಡು ತಗೊಂಡು ನನ್ನ ಜೀವಮಾನದಲ್ಲಿ ₹1 ಕೋಟಿಗಿಂತಲೂ ಬೆಲೆ ಬಾಳುವಂತ ಒಂದು ಮನೆ ಕಟ್ಟಲಿಕ್ಕೆ ನನ್ನ ಕೈಲಿ ಸಾಧ್ಯವಾಗ್ತಿರ್ಲಿಲ್ಲ. സ്തോത്രം പറയാമോ? ಸ್ತೋತ್ರ ಹೇಳ್ಬೋದಾ? സ്തോത്രം മാത്രം പറഞ്ഞാ പോരാ. ಸ್ತೋತ್ರ ಮಾತ್ರ ಹೇಳಿದ್ರೆ ಸಾಲದು. സ്വത്രാഴ്ച ഇടുമ്പം പഴയതിൽ നിന്നൊരു വ്യത്യാസം വരണം. ಸ್ತೋತ್ರ ಮಾತ್ರ ಹೇಳಿದ್ರೆ ಪ್ರಯೋಜನ ಇಲ್ಲ. ಕಾಣಿಕೆ ಹಾಕುವಾಗ ಹಳೆ ಕಾಣಿಕೆ ಹಾಕುವ ಶೈಲಿಗೆ ಒಂದು ಬದಲಾವಣೆ ಬರಬೇಕು. അതിന് ഒരാളെങ്കിലും സ്തോത്രം പറഞ്ഞു നോക്കി. ಅದಕ್ಕೆ ಯಾರಾದ್ರೂ ಸ್ತೋತ್ರ ಹೇಳಿದ್ರೆ ನೋಡಿ. നാളത്തെ സ്വത്രാഴ്ച ഞാനാ എണ്ണുന്നത്. ನಾಳೆಯಲ್ಲಿ ನೀವು ಕಾಣಿಕೆ ಹಾಕ್ತಿರಲ್ಲ, ಅದನ್ನ ನಾನು ಎಣಿಸ್ತೀನಿ ನೋಡಿ. പഴയ ₹10 മാറ്റി വെച്ചേക്കുന്നവരെല്ലാം ಹಳೆ ₹10 ನೋಟನ್ನೆಲ್ಲ ಸೆಪರೇಟ್ ಮಾಡಿ ಇಟ್ಟಿದ್ದೀರಲ್ಲ, അപ്പുറത്തെ കടയിൽ നിന്ന് ഒരു കപ്പലിന്റെ മിഠായി വാങ്ങിച്ച് തിന്നേച്ച് പൊക്കോണം. ಅಲ್ಲೊಂದು ಅಂಗಡಿ ಇದೆ ನೋಡಿ, ಅಲ್ಲಿ ಹೋಗಿ ಸ್ವಲ್ಪ ಕಡಲೆ ತಗೊಂಡು ತಿಂದು ಮನೆಗೆ ಹೋಗಿ. നിങ്ങൾ സ്വത്രാഴ്ച ഇടണ്ട. ನೀವು ಕಾಣಿಕೆ ಹಾಕೋದು ಬೇಡ. നമുക്കെല്ലാം ഭയങ്കര സന്തോഷമാണ്. ನಮಗೆಲ್ಲ ಬಹಳ ಸಂತೋಷವಿದೆ. എൻ്റെ ദൈവമോ, നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും ക്രിസ്തുയേശുവിൽ അവന്റെ മഹത്വത്തിന്റെ ധനത്തിന് ഒത്തവണ്ണം പൂർണ്ണമായി തീർത്തു തരും എന്ന് പറയുമ്പോൾ നമ്മൾ ഹല്ലേലൂയ പറയും. ನಮ್ಮ ದೇವರ ಕುರಿತಾಗಿರುವಂತ ದೇವರ ವಚನ ಹೇಳ್ತದೆ, ನಮ್ಮ ದೇವರಾದರೂ ನಿಮ್ಮ ಕೊರತೆಗಳನ್ನು ನೀಗಿಸಿ ತನ್ನ ಪ್ರಭಾವದ ಐಶ್ವರ್ಯಕ್ಕೆ ತಕ್ಕಂತೆ ನಿಮ್ಮನ್ನು ಆಶೀರ್ವದಿಸಿದನು ಎಂಬ ವಚನ ಹೇಳುವಾಗ ನಾವು ಜೋರಾಗಿ ಹಲ್ಲೆಲೂಯ ಅಂತೆಲ್ಲ ಹೇಳ್ತೇವೆ. അതിനൊരു മറുവശം ഞാൻ പറയാം. ಅದರ ಇನ್ನೊಂದು ಭಾಗವಿದೆ. നിന്റെ ബുദ്ധിമുട്ട് അവന്റെ മഹത്വത്തിനൊത്തം തീർത്തു തരുന്ന ദൈവം, ನಿನ್ನ ಕೊರತೆಗಳನ್ನು ತನ್ನ ಪ್ರಭಾವಕ್ಕೆ ಅನುಗುಣವಾಗಿ ತೀರಿಸಿಕೊಡುವಂತ ದೇವರು, അവന് കൊടുക്കാനുള്ളത് നീ കൊടുത്തില്ലെങ്കിൽ അതേ മഹത്വത്തിനനുസരിച്ച് നിന്റെ അങ്ങ് എടുക്കുകയും ചെയ്യും. ಅವನಿಗೆ ಕೊಡಬೇಕಾಗಿರುವಂತದನ್ನ ನೀನು ಆತನಿಗೆ ಕೊಡದಿದ್ದರೆ ತನ್ನ ಪ್ರಭಾವದ ಐಶ್ವರ್ಯಕ್ಕೆ ಅನುಗುಣವಾಗಿ ನಿನ್ನ ಕೈಯಲ್ಲಿ ಇರುವಂತದನ್ನು ಕೂಡ ತಗೊಂಡ್ಬಿಡ್ತಾರೆ. സ്തോത്രം പറയാമോ?
ಗೊತ್ತಾಯ್ತಾ? ಸ್ತೋತ್ರ ಹೇಳಿ. ಪ್ರೈಸ್ ಗಾಡ್. ഒരു തുമ്മൽ വന്നാൽ മതി, ಒಂದು ಸೀನು ಬಂದ್ರೆ ಸಾಕು. സ്വത്രാഴ്ച ഇടാതെ നീ സൂക്ഷിച്ചു വെച്ചതല്ല, ഒറ്റ തുമ്മൽ കൊണ്ടുപോകും. ಕಾಣಿಕೆ ಹಾಕದೆ ನೀನು ಇಟ್ಟಿರುವಂತ ದುಡ್ಡೆಲ್ಲ ಆ ಒಂದು ಸೀನ್ ಬಂದ್ರೆ ಸಾಕು, ಅದು ಸೀನ್ ಅಂದ್ರೆ ಶೀತ ಬಂದ್ರೆ ಸಾಕು, ಅದು ಹೋಗ್ಬಿಡ್ತದೆ. എന്നാൽ മര്യാദയ്ക്ക് ദൈവസന്നിധിയിൽ കൊടുക്കാനുള്ളത് വിശ്വസ്തയോടെ കൊടുത്താൽ തുമ്മൽ വരാതെ നോക്കാൻ ദൈവത്തിന് അറിയാം. ಒಂದು ವೇಳೆ ಸರಿಯಾಗಿ ನೀನು ಕಾಣಿಕೆ ಕೊಡುವಂತ ವ್ಯಕ್ತಿ ಆಗಿದ್ದಲ್ಲಿ ಯಾವ ರೋಗವು ಬರದೆ ನೋಡ್ಲಿಕ್ಕೆ ನಿನ್ನ ಕರ್ತನಿಗೆ ಗೊತ್ತಿದೆ. ಹಲ್ಲೆಲೂಯ. വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കുന്ന ദൈവവൈതലിന്റെ പണം ആശുപത്രി കൊടുക്കാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കേല. ನಂಬಿಗಸ್ತರಾಗಿ ಜೀವಿಸುವಂತ ದೇವರ ಮಕ್ಕಳ ದುಡ್ಡನ್ನು ಆಮೇಲೆ ಯಾವುದೇ ಆಸ್ಪತ್ರೆಗಳಿಗೆ ತಗೊಂಡೋಗಿ ಖರ್ಚು ಮಾಡಲಿಕ್ಕೆ ದೇವರು ಅನುಮತಿ ಕೊಡುವುದಿಲ್ಲ. പ്രൈസ് ഗാഡ്. ഞാൻ ദശാംശം കൊടുത്തിട്ട് കുഞ്ഞുങ്ങൾക്ക് അസുഖം വരുമ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചോട്ടെ, എന്നോ ഇടപാടായി കാണിക്കുന്നത്, നിനക്ക് തരാനൊന്നും ബാക്കി ചെയ്യാൻ വെച്ചിട്ടില്ലല്ലോ, പരിപാടി നടക്കത്തില്ല, വേണേ സൗഖ്യമാക്കിക്കോളാൻ പറയില്ല, എവിടെ കിടക്കട്ടെന്ന് പറയും. ನಾನು ಕೂಡ ಅನೇಕ ಸಲ ಹೇಳಿದುಂಟು, ನನ್ನ ಮಕ್ಕಳಿಗೆ ಸೌಖ್ಯವಿಲ್ಲದೆ ಬರುವಂಥ ಸಮಯದಲ್ಲಿ, ದೇವರೇ ನಿನಗೆ ಕೊಡಬೇಕಾದನ್ನೆಲ್ಲ ನಾನು ಕೊಟ್ಟಿದ್ದೀನಿ, ನನ್ನ ಮಕ್ಕಳಿಗೆ ಈಗ ಮತ್ತೆ ಹುಷಾರಿಲ್ದಂಗೆ ಆಗಿದೆ, ಒಂದಾ ನೀನು ಸೌಖ್ಯ ಮಾಡಬೇಕು, ಇಲ್ಲ ನಾನು ಹಾಗೆ ಬಿಟ್ಟಿರ್ತೀನಿ, ನಾನಂತೂ ಅವರಿಗೆ ಮೆಡಿಸಿನ್ ತರೋದಿಲ್ಲ ಅಂತ ಹೇಳಿದುಂಟು. അങ്ങോട്ട് പറയാൻ റൈറ്റ് ഉണ്ടെന്നേ. ದೇವರಿಗೆ ಹೇಳಲಿಕ್ಕೆ ನಮಗೆ ಅವಕಾಶ ಇರಬೇಕು. സ്തോത്രം. ಪ್ರೈಸ್ ಗಾಡ್. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നാളെ ഞാൻ പറഞ്ഞോളാം. ಇದರ ಉಳಿದಿರೋ ವಿಚಾರವನ್ನು ನಾಳೆ ಹೇಳ್ತೀನಿ. നാളത്തെ ദിവസം മറക്കരുത്. ನಾಳಿನ ದಿವಸ ಮರಿಬೇಡಿ. എന്താണ് നാളെ ചെയ്യാൻ പോകുന്നത്? ನಾಳೆ ನಾನೇನು ಮಾಡ್ಲಿಕ್ಕಿದ್ದೀನಿ ಹೇಳಿ? ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഉണ്ടാകാൻ വേണ്ടി പ്രയർ. സന്തോഷമാണോ? ಆರ್ಥಿಕ ವಿಷಯದಲ್ಲಿ ಒಂದು ಬಿಡುಗಡೆ ಆಗೋದಕ್ಕಾಗಿ ಪ್ರಾರ್ಥನೆ. ಸಂತೋಷ ಇದೆಯಾ? ഇസ്രായേൽ മക്കൾക്ക് കർത്താവ് മന്ന കൊടുത്ത എപ്പോഴാണെന്നറിയാവോ? ಇಸ್ರಾಯೇಲ್ ಜನರಿಗೆ ದೇವರು ಮನ್ನಾ ಕೊಟ್ಟಿದ್ದು ಯಾವಾಗ ಗೊತ್ತೇ? തലേന്നത്തേത് തീർന്നു കഴിഞ്ഞപ്പോഴാണ്. ಹಿಂದಿನ ದಿನದ್ದು ಮುಗ್ದಾಗ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ഇതുവരെ കൊടുക്കാനുള്ള കുടിശ്ശികയൊക്കെ കണക്ക് കൂട്ടി എഴുതി വെച്ചേക്കണം. ಆಗ ಇಲ್ಲಿಯವರೆಗೆ ಕೊಡ್ಲಿಕ್ಕೆ ಇರಬೇಕಾಗಿರುವಂಥದ್ದನ್ನೆಲ್ಲ, ಪೆಂಡಿಂಗ್ ಆಗಿರುವಂಥದ್ದನ್ನೆಲ್ಲ ಲೆಕ್ಕ ಮಾಡಿ ರೆಡಿ ಮಾಡಿ ಇಟ್ಕೊಳ್ಳಿ. അതെല്ലാം അങ്ങ് കൊണ്ടുവരണം. ಅದೆಲ್ಲ ನಾಳೆ ತೊಗೊಂಡು ಬರಬೇಕು. അന്നേരം കയ്യിലില്ലെങ്കിൽ എഴുതിക്കൊണ്ട് വന്നാൽ മതി. ಆ ಒಂದು ವೇಳೆ ಕೈಯಲ್ಲಿ ಇಲ್ಲದೆ ಇದ್ರೆ ಬರ್ಕೊಂಬಂದ್ರೆ ಸಾಕು. ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുത്താൽ മതി, ഞാൻ പ്രാർത്ഥിച്ചോളാം. ಅದನ್ನು EMI ಥರ ಕೊಟ್ಟರೆ ಸಾಕು, ನಾನು ಪ್ರಾರ್ಥಿಸ್ತೀನಿ. ഹല്ലേലൂയ. 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 പേപ്പറിൽ നിങ്ങളുടെ പേരെഴുതുക, ഫോൺ നമ്പർ എഴുതുക, കൊടുക്കാനുള്ള എമൗണ്ട് എഴുതുക, മാസം തോറും എത്ര കൊടുക്കുമെന്ന് എഴുതുക. കൊടുക്കുമ്പം കുടിശ്ശിക തീർക്കുന്ന കൂട്ടത്തിൽ പുതിയ മാസത്തെ പെൻഡിങ് ആക്കരുത്, അതോടെ ചേർത്ത് വേണം കൊടുക്കാൻ. ಒಂದು ವೇಳೆ ನಿಮ್ಮ ಕೈಯಲ್ಲಿ ಕೊಡೋಕ್ಕೆ ಇಲ್ಲದಿದ್ದರೆ ಒಂದು ಪೇಪರಲ್ಲಿ ಪೆನ್ ತೊಗೊಂಡು ಬರೀರಿ, ಇಷ್ಟು ನಾನು ಕೊಡಲಿಕ್ಕೆ ಪೆಂಡಿಂಗ್ ಉಳಿದಿದೆ, ಇದನ್ನು ಇಷ್ಟು ತಿಂಗಳೊಳಗಡೆ EMI ಥರ ನಾನು ಕೊಟ್ಟು ಮುಗಿಸ್ತೀನಿ ಅಂತ ಅದರಲ್ಲಿ ಬರೆದು ಸೈನ್ ಹಾಕಿ ನಾವು ಪ್ರಾರ್ಥಿಸ್ತೇವೆ. ಆದರೆ ಅದನ್ನು ಕೊಡುವಾಗ ಮತ್ತೆ ತಿರ್ಗಾ ಅದು ಕೊಡುವ ತಿಂಗಳದ್ದು ದುಡ್ಡು ಬಾಕಿ ಆಗಬಾರ್ದು. ദൈവം അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. ದೇವರು ಅದ್ಭುತ ಮಾಡುವಂಥ ದೇವರಾಗಿದ್ದಾನೆ. പക്ഷേ ദൈവം അത്ഭുതം ചെയ്യണമെങ്കിൽ ദൈവത്തിന്റെ പ്രമാണത്തിൽ നമ്മൾ നിൽക്കണം. ಆದರೆ ದೇವರು ಅದ್ಭುತ ಮಾಡಬೇಕಾದ್ರೆ ಆತನ ಒಂದು ನಿಯಮಕ್ಕೆ ನಾವು ಬದ್ಧರಾಗಿರಬೇಕು. നമ്മളെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ, ನಾವೆಲ್ಲರೂ ಪ್ರಾರ್ಥಿಸುವಾಗ, ആമേ പറയും, രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ರೋಗಿಗಳಿಗಾಗಿ ಪ್ರಾರ್ಥಿಸುವಾಗ ನಾವು ಪ್ರಾರ್ಥಿಸುತ್ತೇವೆ, ಆತನ ಬಾಸುಂಡೆಗಳಿಂದ ನಮಗೆ ಗುಣವಾಯಿತು. സാക്ഷാൽ അവൻ നമ്മുടെ വേദനകളെ, ആമേ രോഗങ്ങളെ ചുമന്നു, നമ്മുടെ വേദനകളെ ആമേ വഹിച്ചു എന്നൊക്കെ നമ്മൾ പറയും. ಆತನ ನಮ್ಮ ರೋಗಗಳನ್ನು ಪಾಪಗಳನ್ನು ಹೊತ್ತಿಕೊಂಡು അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ಆತನ ಬಾಸುಂಡೆಗಳಿಂದ ನಮಗೆ ಗುಣವಾಯಿತು ಅಂತ ಹೇಳ್ತೇವೆ. ആർക്ക് വന്നിരിക്കുന്നു? ಯಾರಿಗೆ ಬಂದಿದೆ? മുകളിലത്തെ രണ്ട് വാക്യം കൂടെ വായിക്കണം. ಅದರ ಮೇಲಿನ 2 ವಚನಗಳನ್ನ ಕೂಡ ಓದ್ಕೋಬೇಕು. ഹല്ലേലൂയ. 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 പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. ആർക്കാ ഈ സൗഖ്യം വരുന്നതെന്ന് കാണാം. 2 ಪೇತ್ರ 1ನೇ ಅಧ್ಯಾಯ 21ನೇ ವಚನ. 1 ಪೇತ್ರ 2ನೇ ಅಧ್ಯಾಯ 21ನೇ ವಚನವನ್ನು ಓದಿ ನೋಡಿ. പെട്ടെന്ന്. ಇದಕ್ಕಾಗಿಯೇ ನೀವು ಕರೆಯಲ್ಪಟ್ಟಿದ್ದೀರಿ, ಕ್ರಿಸ್ತನು ಸಹ ನಿಮಗೋಸ್ಕರ ಬಾಧೆಯನ್ನು ಅನುಭವಿಸಿ ನೀವು ತನ್ನ ಹೆಜ್ಜೆ ಜಾಡಿನಲ್ಲಿ ನಡೆಯಬೇಕೆಂದು ಮಾದರಿಯನ್ನು ತೋರಿಸಿ ಹೋದನು. ಆತನು ಯಾವ ಪಾಪವನ್ನು ಮಾಡಲಿಲ್ಲ,
ಆತನ ಬಾಯಲ್ಲಿ ಯಾವ ವಂಚನೆಯೂ ಸಿಕ್ಕಲಿಲ್ಲ. ആ ಬೈಯುವವರನ್ನು ಆತನು ಪ್ರತಿಯಾಗಿ ಬೈಯಲಿಲ್ಲ. ആ ಆತನು ಬಾಧೆಯನ್ನು ಅನುಭವಿಸಿದಾಗ ಯಾರನ್ನು ಬೆದರಿಸದೆ ನ್ಯಾಯವಾಗಿ ತೀರ್ಪು ಮಾಡುವ ಆತನಿಗೆ ತನ್ನ ಕಾರ್ಯವನ್ನು ಒಪ್ಪಿಸಿದನು. ನಾವು ಪಾಪದ ಪಾಲಿಗೆ ಸತ್ತು ನೀತಿವಂತರಾಗಿ ಜೀವಿಸುವಂತೆ ಆತನು ನಮ್ಮ ಪಾಪಗಳನ್ನು ತಾನೇ ತನ್ನ ದೇಹದಲ್ಲಿ ಹೊತ್ತುಕೊಂಡು ಮರಣದ ಕಂಬವನ್ನು ಏರಿದನು. ಆತನ ಬಾಸುಂಡೆಗಳಿಂದ ನಮಗೆ ಗುಣವಾಯಿತು. Praise the Lord. ആർക്കാ സൗഖ്യം വരുന്നേ? ಆಗ ಯಾರಿಗೆ ಬಾಸುಂಡೆಗಳಿಂದಿರುವಂತ ಸೌಖ್ಯ? അവന്റെ കാൽ ചുവട് പിന്തുടരുന്നവർക്ക്. ಆತನ ಹೆಜ್ಜೆಯ ಜಾಡಿನಲ್ಲಿ ನಡೆಯುವ. ഹല്ലേലൂയ. അവന്റെ വായിൽ എന്തായിരുന്നു അവന്റെ കാൽ ചുവട്? ಆತನ ಹೆಜ್ಜೆಯ ಜಾಡಿ ಯಾವ ರೀತಿ? അവൻ പാപം ചെയ്തിട്ടില്ല. ಆತನು ಪಾಪ ಮಾಡಲಿಲ್ಲ. അവന്റെ വായിൽ വഞ്ചന ഉണ്ടായിരുന്നില്ല. ಆತನ ಬಾಯಲ್ಲಿ ಯಾವ ವಂಚನೆಯೂ ಸಿಕ್ಕಲಿಲ್ಲ. അവനെ ശകാരിച്ചിട്ട് പകരം ശകാരിച്ചില്ല. ಬೈಯುವವರನ್ನು ಆತನು ಪ್ರತಿಯಾಗಿ ಬೈಯಲಿಲ್ಲ. കഷ്ടം അനുഭവിച്ചപ്പോൾ ഭീഷണിപ്പെടുത്തിയില്ല. ಬಾಧೆಯನ್ನು ಅನುಭವಿಸಿದಾಗ ಯಾರನ್ನು ಬೆದರಿಸಲಿಲ್ಲ. ദൈവം തന്നെ കുറിച്ച് എന്തെല്ലാം ആഗ്രഹിക്കുന്നു അതെല്ലാം ദൈവത്തിന് ന്യായമായി ചെയ്യേണ്ടതിന് അവനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ದೇವರು ചെയ്തത്. ತನ್ನ ಕುರಿತಾಗಿ ಏನನ್ನೆಲ್ಲ ಬಯಸುತ್ತಿದ್ದಾನೋ ಅದಕ್ಕಾಗಿ ತಾನು ನ್ಯಾಯವಾಗಿ ತನ್ನನ್ನೇ ಒಪ್ಪಿಸಿಕೊಂಡನು. അങ്ങനെ ജീവിക്കുന്നവർക്ക് അവന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നു. ಆ ರೀತಿ ಜೀವಿಸುವವರಿಗೆ ಆತನ ಬಾಸುಂಡೆಗಳಿಂದ ಸೌಖ್ಯವು ಲಭ್ಯವಿದೆ. Praise the Lord. ಹಲ್ಲೆಲೂಯಾ. അതുകൊണ്ട് ചില രോഗത്തിന് സൗഖ്യം വന്നില്ല എന്ന് കരുതി സൗഖ്യമാകാത്തവരെല്ലാം പാപികളാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ಹಾಗಾಗಿ ಕೆಲವು ರೋಗಗಳಿಗೆ ಸೌಖ್ಯ ಬಂದಿಲ್ಲ ಅಂತ ಹೇಳ್ಬಿಟ್ಟು ಸೌಖ್ಯ ಬರದೇ ಇರುವವರೆಲ್ಲರೂ ಪಾಪಿಗಳು ಅಂತ ನಾವು ನಿಶ್ಚಯಿಸಬಾರದು. ചില വ്യക്തികളിൽ ദൈവത്തിന് പ്രത്യേക പദ്ധതികൾ ഉണ്ടാകും. ಕೆಲವು ವ್ಯಕ್ತಿಗಳ ನಿರ್ದಿಷ್ಟ ವ್ಯಕ್ತಿಗಳ ಕುರಿತಾಗಿ ನಿರ್ದಿಷ್ಟ ದೈವಿಕ ಪದ್ಧತಿಗಳಿರುತ್ತವೆ. ആ പദ്ധതികൾ ദൈവത്തിന് അറിയാം. ചിലപ്പോൾ നമുക്ക് വെളിപ്പെടുത്തി തരും, ചിലപ്പോൾ വെളിപ്പെടുത്തി തന്നില്ല എന്ന് ಆ പറയാം. ಪದ್ಧತಿಗಳು ದೇವರಿಗೆ ಗೊತ್ತು. ಅದನ್ನ ಕೆಲವು ಸಲ ಪ್ರಕಟ ಮಾಡ್ತಾರೆ, ಕೆಲವು ಸಲ ಮಾಡೋದಿಲ್ಲ. സൗഖ്യമായവരെല്ലാം വിശുദ്ധന്മാരും സൗഖ്യമാകാത്തവരെല്ലാം പാപികളുമാണെന്ന് വിധിയെഴുത്ത് നടത്തരുത്. ಆಗ ಯಾರು ಕೂಡ ಸೌಖ್ಯವಾಗದೇ ಇರುವವರು ಪಾಪಿಗಳು ಅಂತ ನಿರ್ಣಯಿಸಬೇಡ್ರಿ. ഹല്ലേലൂയ. പോകട്ടെ, ഞാൻ തിരികെ വരാൻ ആഗ്രഹിക്കുകയാണ്. ಮತ್ತೆ ಹಿಂತಿರುಗಿ ಬರ್ಲಿಕ್ಕೆ ಬಯಸುತ್ತೇನೆ. ജഡീകന്മാരെന്ന് പറയുന്നവര് സാധാരണ ജനത്തിന്റെ തലത്തിൽ ജീവിക്കുന്നവര്, ബുദ്ധിയുടെയും കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിൽ അവർ ജീവിക്കും. ಆಗ ಪ್ರಾಪಂಚಿಕರು ಅಂತ ಹೇಳುವಾಗ ಸಾಧಾರಣ ನರಪ್ರಾಣಿಗಳಂತೆ ತಮ್ಮ ಬುದ್ಧಿಯನ್ನು ಉಪಯೋಗಿಸಿ ಲೆಕ್ಕಾಚಾರ ಮಾಡಿ ಜೀವಿಸುವವರಾಗಿದ್ದಾರೆ. ആത്മീയന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ಆದ್ರೆ ಆತ್ಮಿಕನ ಪ್ರತ್ಯೇಕತೆ ಏನು ಗೊತ್ತೇ? അവൻ സകലത്തെയും വിവേചിക്കുന്നു. ಅವನು ಸಕಲವನ್ನ ವಿವೇಚಿಸುತ್ತಾನೆ. സകലത്തെ കുറിച്ചും കണക്കൂട്ടൽ നടത്തുന്നു എന്നല്ല, ಸಕಲದರ ಕುರಿತಾಗಿ ಲೆಕ್ಕಾಚಾರ ಮಾಡ್ತಾನೆ ಅಂತಲ್ಲ, സകലത്തെയും വിവേചിക്കുന്നു. ಸಕಲವನ್ನ ಅವನು ವಿವೇಚಿಸುತ್ತಾನೆ. അവൻ ആത്മാവ് കൊണ്ടാ വിവേചിക്കുന്നത്. ಅವನು ಪವಿತ್ರಾತ್ಮನಿಂದ ವಿವೇಚಿಸುತ್ತಾನೆ. വചനം കൊണ്ടാ വിവേചിക്കുന്നത്. ವಾಕ್ಯದಿಂದ ಎಲ್ಲವನ್ನ ವಿವೇಚಿಸುತ್ತಾನೆ. ജീവിതത്തിൽ അവൻ എടുക്കുന്ന ഓരോ തീരുമാനത്തെയും അവൻ വചനം കൊണ്ട് അനലൈസ് ചെയ്ത് നോക്കും. ಜೀವಿತದಲ್ಲಿ ತೆಗೆದುಕೊಳ್ಳುವ ಒಂದೊಂದು ತೀರ್ಮಾನಗಳನ್ನು ವಾಕ್ಯವನ್ನಿಟ್ಟು ವಿವೇಚಿಸಿ ಅದನ್ನ ತೀರ್ಮಾನ ತಗೊಳ್ತಾನೆ. എന്റെ ഒരു അനുഭവം കൂടെ ഞാൻ നിങ്ങളോട് പറയാം. ನಾನೊಂದು ಅನುಭವನ ನಿಮಗೆ ಹೇಳುತ್ತೇನೆ. 2017 ഒക്ടോബർ മാസം 29-ാം തീയതി എൻ്റെ ഇളയ മകന് അതിഭയങ്കരമായ ഒരു കാർ ആക്സിഡന്റ് ഉണ്ടായി. 2017 ಅಕ್ಟೋಬರ್ 21ನೇ ತಾರೀಕಿನಂದು ನನ್ನ ಕೊನೆಯ ಮಗನಿಗೆ ಒಂದು ಭಯಂಕರ ದೊಡ್ಡದಾದ ವಾಹನದ ಅಪಘಾತವಾಯಿತು. ഇവിടെയുള്ള ദൈവസഭയും അവന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ಇಲ್ಲಿರುವಂತ ದೇವರ ಮಕ್ಕಳು ಕೂಡ ಅದಕ್ಕಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡಿದರು. ഹല്ലേലൂയ. അവന് ആമേൻ ആ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ಅವನು ತನ್ನ ಜೀವವನ್ನ ಪ್ರಾಣ ಕಳಕೊಳ್ಳಬೇಕಾಗಿದಂತ ಒಂದು ಪರಿಸ್ಥಿತಿ ಆಗಿತ್ತು. ഹോസ്പിറ്റലിൽ അവനെ എത്തിച്ചു. ഏകദേശം 3 ലക്ഷം രൂപ ഹോസ്പിറ്റൽ ബില്ലായി. ಹಾಸ್ಪಿಟ್ಲಿಗೆ ಆ ವ್ಯಕ್ತಿ ನನ್ನ ಮಗನನ್ನ ಕರೆದುಕೊಂಡು ಹೋದೆನು. ಸುಮಾರು 3 ಲಕ್ಷ ರೂಪಾಯಿ ಖರ್ಚಾಯಿತು. എന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് 12,000 രൂപ. ನನ್ನ ಕೈಯಲ್ಲಿದ್ದು ಕೇವಲ 12,000 ರೂಪಾಯಿ. പക്ഷേ ഹോസ്പിറ്റലിൽ 1 രൂപ പോലും എനിക്ക് കടമില്ല. ಆದರೆ ಹಾಸ್ಪಿಟಲ್ 1 ರೂಪಾಯಿ ಕೂಡ ನನಗೆ ಸಾಲ ಬರಲಿಲ್ಲ. അവൻ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ വന്ന അടുത്ത ദിവസം എൻ്റെ കയ്യിൽ കുറച്ച് പണം ബാക്കിയുണ്ട്. ಅವನು ಹಾಸ್ಪಿಟಲ್ನಿಂದ ಮನೆ ತಂದಾಗ ಇನ್ನೂ ನನ್ನ ಕೈಯಲ್ಲಿ ಸ್ವಲ್ಪ ದುಡ್ಡು ಉಳಿದಿತ್ತು. ഹല്ലേലൂയ. ಆಮೆನ್. എനിക്കൊരല്പം വസ്തുവുണ്ട്. അത് വിൽക്കാനായിട്ട് ഞങ്ങൾ നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും പ്രാർത്ഥിക്കുന്നു. ನನಗೊಂದು ಸ್ವಲ್ಪ ಜಾಗವಿದೆ, ಅದನ್ನ ಸೇಲ್ ಮಾಡಬೇಕೆಂಬುದಾಗಿ ಅನೇಕ ದಿನಗಳಿಂದ ಪ್ರಾರ್ಥಿಸ್ತಾ ಇದ್ದೇವೆ, ಈಗಲೂ ಪ್ರಾರ್ಥಿಸ್ತಿದ್ದೇವೆ. ഞാനും എൻ്റെ വൈഫും കൂടെ ദൈവസന്നിധി തീരുമാനമെടുത്ത വസ്തു വിൽക്കുകയാണെങ്കിൽ അതിൽ 1 സെന്റ് വസ്തുവിന്റെ പണം പാവപ്പെട്ട ഒരാൾക്ക് വീട് വെക്കാനോ ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി നൽകാം. ನಾನು ಮತ್ತು ನನ್ನ ಹೆಂಡತಿ ತೀರ್ಮಾನ ತಗೊಂಡೆವು. ಆ ವಸ್ತುವನ್ನೆಲ್ಲ 1 ಸೆಂಟ್ ವಸ್ತು ಸೇಲ್ ಮಾಡಿರೋ ದುಡ್ಡನ್ನ, സ്ഥലം 1 ಸೆಂಟ್ ಜಾಗವನ್ನ ಸೇಲ್ ಮಾಡಿ ಬರುವಂತ ದುಡ್ಡನ್ನ ದರಿದ್ರರಿಗೆ ಯಾರಿಗಾದ್ರೂ ಮನೆ ಕಟ್ಟಲಿ ಕೊಡ್ತೇವೆ ಎಂಬುದಾಗಿ. എന്നിട്ടും വിറ്റില്ല. ಆದ್ರೂ ಇನ್ನೂ ಅದನ್ನ ಮಾರಾಟ ಮಾಡಕ್ಕಾಗ್ಲಿಲ್ಲ. ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ പറഞ്ഞു എന്തായാലും കുറച്ച് പൈസ ബാക്കിയുണ്ട്. ನಾವು ಮನೆಗೆ ಬಂದಾಗ ನಾವು ಅಂದ್ಕೊಂಡು ಹೇಗಾದ್ರೂ ಸ್ವಲ್ಪ ದುಡ್ಡು ಬಾಕಿ ಇದೆ. ജനുവരി മാസത്തിൽ എൻ്റെ മകൻ്റെ 2nd സെമസ്റ്റർ ആരംഭിക്കും.
അവന് ഫീസ് അടയ്ക്കണം, 50,000 റുപ്പീസ് വേണം. ಜನವರಿ ತಿಂಗಳಲ್ಲಿ ನನ್ನ ಎರಡನೇ ಮಗನಿಗೆ ಅವನ ಫೀಸ್ ಕಟ್ಟಬೇಕಾಗಿದೆ, 50,000 ರೂಪಾಯಿ ಬೇಕು. ഞാൻ ഈ പണം സൂക്ഷിച്ചു വെച്ചാൽ അവന്റെ ഫീസ് അടയ്ക്കാനുണ്ട്. ನಾನು ಈ ದುಡ್ಡನ್ನ ಒಂದು ವೇಳೆ ತೆಗೆದಿಟ್ರೆ ಆ ಫೀಸ್ ಕಟ್ಟಬಹುದಾಗಿದೆ ನನಗೆ. പക്ഷെ ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചു. ಆದ್ರೆ ನಾವೊಂದು ತೀರ್ಮಾನ ತೆಗೆದುಕೊಂಡೆವು. വസ്തു വിൽക്കാൻ കാത്തിരിക്കണ്ട, ಜಾಗ ಮಾರಾಟ ಮಾಡಲಿಕ್ಕೆ ಕಾಯೋದು ಬೇಡ. എന്റെ സഭയിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു ബ്രദർ ഉണ്ട്. ನನ್ನ ಸಭೆಯಲ್ಲಿ ಆಟೋ ರಿಕ್ಷಾ ಓಡಿಸುವಂತ ಒಬ್ಬ ಸಹೋದರನಿದ್ದಾನೆ. പ്രാർത്ഥിച്ച് അദ്ദേഹത്തിന്റെ ഒരു ഭവനം പണിതുകൊണ്ടിരിക്കുകയാണ്. ಅವರು ಪ್ರಾರ್ಥಿಸುತ್ತಾ ಒಂದು ಮನೆ ಕಟ್ತಿದ್ದಾರೆ. പണി തീർന്നിട്ടില്ല, ಕೆಲಸ ಇನ್ನೂ ಮುಗ್ದಿಲ್ಲ. തറ ടൈലിടാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ പൈസയില്ല. ಟೈಲ್ಸ್ ಹಾಕ್ಲಿಕ್ಕೆ ಅವರ ಕೈಲಿ ದುಡ್ಡಿರಲಿಲ್ಲ. ഞങ്ങളൊരു തീരുമാനമെടുത്തു. ನಾವೊಂದು ತೀರ್ಮಾನ ಮಾಡಿದೆವು, നമുക്കൊരു കാര്യം ചെയ്യാം, ನಮಗೊಂದು ಕೆಲಸ ಮಾಡೋಣ. ഈ പണം, ಈ ದುಡ್ಡನ್ನ അദ്ദേഹത്തിന്റെ ഭവനം ടൈലിടാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ಆತನ ಮನೆಗೆ ಆ ಒಂದು ಟೈಲ್ಸ್ ಹಾಕುವುದಕ್ಕಾಗಿ ನಾವು ಕೊಡೋಣ. ഏകദേശം 75,000 രൂപ, ಸುಮಾರು 75,000 ರೂಪಾಯಿ അദ്ദേഹത്തിന്റെ വീട് ടൈലിട്ട് മനോഹരമാക്കുവാനായിട്ട് കൊടുത്തു. ಅವರ ಮನೆಗೆ ಟೈಲ್ಸ್ ಹಾಕುವಂತೆ ದೇವರು ಸಹಾಯ ಮಾಡಿದ್ರು. Praise the Lord. Hallelujah. ആ വീട്ടിൽ കയറി പാർക്കുന്ന ദിവസം, ಆ ಮನೆಯೊಳಗಡೆ ಹತ್ತಿ ಅಥವಾ ಆ ಮನೆಯ ಪ್ರತಿಷ್ಠೆಯ ದಿವಸ ഭയങ്കര സന്തോഷം, ಬಹಳ ಸಂತೋಷ. Hallelujah. ಆಮೆನ್. Hallelujah. 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 അപ്പോഴും ಆಗಲೂ 2 മാസം കഴിയുമ്പോൾ 2 ತಿಂಗಳು ಮುಗಿಯುವಾಗ എൻ്റെ മകന് 50,000 രൂപ ഫീസ് കൊടുക്കാൻ എൻ്റെ കയ്യിൽ പണമില്ല. ನನ್ನ ಮಗನಿಗೆ 50,000 ರೂಪಾಯಿ ಫೀಸ್ ಕಟ್ಟಕ್ಕೆ ನನ್ನ ಹತ್ರ ದುಡ್ಡಿಲ್ಲ. എനിക്ക് വേണമെങ്കിൽ അത് സേവ് ചെയ്യാമായിരുന്നു. ನನಗೆ ಬೇಕಿದ್ರೆ ಆ ದುಡ್ಡನ್ನು ಇಟ್ಕೋಬಹುದಿತ್ತು. ആ സഹോദരൻ മനോഹരമായ ഭവനത്തിൽ പാർക്കുമ്പോഴും എനിക്ക് ഭവനമില്ല. ಆ ಸಹೋದರನು ಆ ಮನೆಯೊಳಗಡೆ ವಾಸ ಮಾಡುವಾಗಲೂ ನನಗೆ ಸ್ವಂತ ಮನೆ ಇರಲಿಲ್ಲ. പക്ഷെ ദൈവം ആർക്കും കടക്കാരനല്ല. ಆದ್ರೆ ದೇವರು ಯಾರಿಗೂ ಸಾಲಗಾರನಲ್ಲ. Hallelujah. ಆಮೆನ್. ഞാൻ അദ്ദേഹത്തിന്റെ വീടിന് ടൈലിടാനുള്ള പണമേ കൊടുത്തുള്ളൂ. ನಾನು ಕೇವಲ ಟೈಲ್ಸ್ ಹಾಕೋ ದುಡ್ಡು ಮಾತ್ರ ನಾನು ಕೊಟ್ಟಿದ್ದು. എനിക്ക് കർത്താവ് തന്നത് സ്ഥലം വാങ്ങാനുള്ള പണം, വീട് മനോഹരമായി പണിയാനുള്ള പണം, അതിനകത്തേക്ക് വേണ്ടുന്ന മുഴുവൻ ഫർണിച്ചറും ഇലക്ട്രോണിക് ഉപകരണങ്ങളും വാങ്ങാനുള്ള പണം ഒറ്റ വ്യക്തി ചെലവിട്ടു. ಆಗ ನನಗೆ ದೇವರು ಜಾಗ ತಗೊಳ್ಳಿಕ್ಕೆ ದುಡ್ಡು, ಮನೋಹರವಾದ ಒಂದು ಮನೆ ಕಟ್ಟಲಿಕ್ಕಿರೋ ದುಡ್ಡು, ಆ ಮನೆಯೊಳಗೆ ಹಾಕ್ಲಿಕ್ಕೆ ಬೇಕಾಗಿರೋ ಎಲ್ಲಾ ಪೀಠೋಪಕರಣಗಳಿಂದ ಹಿಡಿದು ಎಲೆಕ್ಟ್ರಾನಿಕ್ ವಸ್ತುಗಳಿಂದ ಹಿಡಿದು ಎಲ್ಲವನ್ನ ಒಬ್ಬ ವ್ಯಕ್ತಿ ಖರ್ಚು ಮಾಡಿ 14 വർഷം കൊണ്ട് എനിക്ക് സുനിൽ പാസ്റ്ററുമായി ബന്ധമുണ്ട്. 14 ವರ್ಷಗಳಿಂದ ಸುನಿಲ್ ಪಾಸ್ಟರ್ ಸಂಗಡ ನನಗೆ ಸಂಬಂಧವಿದೆ. ഒരിക്കൽ പോലും എൻ്റെ ഭവനത്തിലേക്ക് ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ടില്ല. ಒಂದು ದಿನವೂ ಕೂಡ ಅವ್ರನ್ನ ನನ್ನ ಮನೆಗೆ ನಾನು ಕರೆದಿಲ್ಲ. എന്നാ കാര്യം എന്നറിയാവോ? ಕಾರಣವೇನು ಗೊತ್ತಾ? താമസിക്കാൻ സ്ഥലമില്ല. ಅವ್ರು ಬಂದ್ರೆ ಅವ್ರಿಗೆ ಕೊಡಕ್ಕೆ ಒಂದು ಒಳ್ಳೆ ಕೋಣೆ ಇಲ್ಲ. ഇപ്രാവശ്യം ഞാൻ പറഞ്ഞു, ಆದ್ರೆ ಈ ಸಲ ನಾನು ಹೇಳಿದೆ, പാസ്റ്റർ അടുത്ത തവണ എൻ്റെ വീട്ടിൽ വരണം. ಪಾಸ್ಟರ್ ನೀವು ಕುಟುಂಬವಾಗಿ ನಮ್ಮ ಮನೆಗೆ ಬರಬೇಕು. ഹല്ലേലൂയ. 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 രാവിലെ ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര ഗുസ്തിയാ. എന്നാ കാര്യം എന്നറിയാമോ? ഒറ്റ ടോയ്ലറ്റേ ഉള്ളൂ. ಬೆಳಿಗ್ಗೆ ಮನೆಯಲ್ಲಿ ಬಹಳ ಗಲಾಟೆ. ಯಾಕೆಂತ ಹೇಳಿದ್ರೆ ಒಂದೇ ಟಾಯ್ಲೆಟ್ ಇರೋದು. ഇന്ന് ആരും ഗുസ്തി പിടിക്കണ്ട. ಇವತ್ತು ಯಾರು ಗುಸ್ತಿ ಮಾಡೋದು ಬೇಡ. നീ ദൈവത്തിന് വേണ്ടി നിന്നാൽ, ನೀನು ಕರ್ತನಿಗಾಗಿ ನಿಲ್ಲುವುದಾದ್ರೆ, നിന്റെ ബുദ്ധിക്കനുസരിച്ചല്ല, നിന്റെ കാൽക്കുലേഷൻ അനുസരിച്ചല്ല, ആത്മാവ് നൽകുന്ന നിയോഗങ്ങൾക്കനുസരിച്ച് നീ ജീവിച്ചാൽ നിനക്ക് വേണ്ടി ഹല്ലേലൂയ അത്ഭുതകരമായി പ്രതിഫലം നൽകുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ನೀನು ಬುದ್ಧಿಗೆ ಅನುಗುಣವಾಗಿ ಅಲ್ಲ, ಪರಿಶುದ್ಧಾತ್ಮನಿಗೆ ಅನುಗುಣವಾಗಿ ಜೀವಿಸುವುದಾದ್ರೆ, ಆಮೇಲೆ ನಿನ್ನ ಲೆಕ್ಕಾಚಾರಕ್ಕೆ ಅನುಗುಣವಾಗಿ ಅಲ್ಲ, ಪರಿಶುದ್ಧಾತ್ಮನು ತನ್ನ ಲೆಕ್ಕಾಚಾರಕ್ಕೆ ಅನುಗುಣವಾಗಿ ಅಥವಾ ತನ್ನ ಪ್ರಭಾವದ ಐಶ್ವರ್ಯಕ್ಕೆ ತಕ್ಕಂತೆ ನಿಮ್ಮ ಪ್ರತಿಯೊಂದು ಅಗತ್ಯತೆಗಳನ್ನು ಸಂಧಿಸುವ ಆತನಾಗಿದ್ದಾನೆ. ഈ കൊടുക്കുന്നതിനെ കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്നത് വിതയ്ക്കുകയാണെന്ന്. ಈ ಕೊಡುವುದರ ಕುರಿತಾಗಿ ಸತ್ಯವೇದದ ಭಾಷೆಯಲ್ಲಿ ಹೇಳುವುದಾದ್ರೆ, വിതയ്ക്കുന്നത് കുറച്ചും കൊയ്യുന്നത് കൂടുതലുമാണ്. ಕೊಡುವುದರ ಕುರಿತಾಗಿ ಬಿತ್ತುವುದು ಅಂತ ಸತ್ಯವೇದದಲ್ಲಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ. ಆಗ ಯಾವಾಗ ನಾವು ಸ್ವಲ್ಪವಾಗಿ ಬಿತ್ತುತ್ತೇವೋ ಸ್ವಲ್ಪವಾಗಿ ಮಾತ್ರ ಕೊಯ್ಯುವಂಥದ್ದು. ഹല്ലേലൂയ. 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 നീ 5 കിലോ വിത്ത് വിതച്ചാൽ നീ കൊയ്യുന്നത് 5 കിലോ അല്ല, 50 കിലോയും അല്ല. ദൈവത്തിന് സ്തോത്രം. ಆದ್ರೆ ದೇವರ ನಾಮಕ್ಕಾಗಿ ನೀನು 5 kg ಬಿತ್ತುವುದಾದ್ರೆ ನೀನು ಕೊಯ್ಯುವಂಥದ್ದು 5 kg ಅಲ್ಲ, 50 kg ಅಲ್ಲ, ಅದಕ್ಕಿಂತಲೂ ದೊಡ್ಡದಾಗಿರುತ್ತದೆ.
ഹല്ലേലൂയ. ദൈവം ചിലരെയൊക്കെ അനുഗ്രഹിക്കുന്നത് കാണുമ്പം അസൂയപ്പെടരുത് ദൈവമക്കളെ. അതിന്റെ പിന്നിൽ അവർ വിതച്ച ചില വിതയുണ്ട്. നീ വിതച്ചാൽ നിനക്കും കൊയ്യാൻ പറ്റും. ಯಾರನ್ನಾದ್ರೂ ದೇವರು ಆಶೀರ್ವದಿಸುವಾಗ ಹೊಟ್ಟೆ ಕಿಚ್ಚುಪಟ್ಟು ಪ್ರಯೋಜನವಿಲ್ಲ. ದೇವರವ್ರನ್ನ ಆ ರೀತಿ ಆಶೀರ್ವದಿಸಲಿಕ್ಕೆ ಅವರು ದೇವರ ರಾಜ್ಯಕ್ಕಾಗಿ ಏನೋ ಬಿತ್ತಿದ್ದಾರೆ, ಹಾಗಾಗಿ ಅವರಿಗೆ ಸಿಕ್ಕಿದ್ದು. ನೀನು ಅದಕ್ಕಾಗಿ ಹೊಟ್ಟೆ ಕಿಚ್ಚು ಪಡಬೇಡ, ನೀನು ಕೂಡ ಬಿತ್ತು, ನಿನಗೂ ಸಿಗುತ್ತದೆ. എനിക്കിപ്പോൾ 52 വയസ്സുണ്ട്. ನನಗೀಗ 52 ವಯಸ್ಸಿದೆ. 31 വർഷമായി സുവിശേഷ വേല ചെയ്യുന്നു. 31 ವರ್ಷದಿಂದ ಸೇವೆ ಮಾಡ್ತಿದ್ದೀನಿ. പ്രതിഫലേച്ഛ കൂടാതെ കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ നിൽക്കാൻ ദൈവം എനിക്ക് കൃപ നൽകി. ಆಮೇಲೆ ಯಾವುದೇ ರೀತಿಯ ಚಂಚಲತೆ ಬರದೆ ಕರ್ತನಿಗಾಗಿ ಆತನ ಸೇವೆ ಮಾಡುವಂತೆ ಕರ್ತ ನನಗೆ ಸಹಾಯ ಮಾಡಿದ್ರು. സുവിശേഷത്തിന് വേണ്ടി ഞാൻ പട്ടിണി കിടന്നിട്ടുണ്ട്. ಸ್ವಾರ್ಥ ನಿಮಿತ್ತ ಅನ್ನವಿಲ್ಲದೆ ಬಿದ್ದಿದ್ದೀನಿ. ഒരു ഷർട്ടിട്ടും ഒരു പാൻറ്റും ഓരോ ദിവസവും കഴുകി അത് തേച്ച് അതുപയോഗിച്ച് ഞാൻ ജീവിച്ചിട്ടുണ്ട്. ಒಂದೊಂದು ದಿವಸವೂ ಕೇವಲ ಒಂದೇ ಶರ್ಟ್ ಒಂದೇ ಪ್ಯಾಂಟ್ ಹಾಕ್ಕೊಂಡು ಸಾಯಂಕಾಲ ಬಂದು ಒಗೆದು ಹಾಕಿ ಬೆಳಿಗ್ಗೆ ಇಸ್ತ್ರಿ ಮಾಡಿ ಮರುದಿನವೂ ಕೂಡ ಹಾಕಿ ಸುಮಾರು ದಿನಗಳು ಜೀವಿಸಿದ್ದೀನಿ. പക്ഷെ ഒരിക്കൽ പോലും ಆದರೆ ಯಾವತ್ತೂ ಕೂಡ പണത്തിനു വേണ്ടി ದುಡ್ಡಿಗಾಗಿ ഞാൻ ശുശ്രൂഷ ചെയ്തിട്ടില്ല. ಸೇವೆ ಮಾಡಲಿಲ್ಲ. കയ്യിൽ ലഭിച്ചത് സൂക്ഷിച്ചു വയ്ക്കാൻ ഞാൻ പരിശ്രമിച്ചിട്ടില്ല. ಕೈಗೆ ಸಿಗುವಂಥದ್ದು ಯಾವುದನ್ನು ನಾನು ಸೇವ್ ಮಾಡಲಿಕ್ಕೆ ಇಟ್ಕೊಳ್ಳಿಕ್ಕೆ ನಾನು ನೋಡಲಿಲ್ಲ. ഞാൻ പറയാം, എൻ്റെ ജീവിതത്തിൽ ഒന്നിനും കുറവ് വന്നിട്ടില്ല. ನನ್ನ ಜೀವಿತದಲ್ಲಿ ಯಾವುದಕ್ಕೂ ಯಾವ ಕೊರತೆಯೂ ಇದುವರೆಗೆ ಬರಲಿಲ್ಲ. ഹല്ലേലൂയ, ಹಾಲೆಲೂಯ, ഹല്ലേലൂയ. ಆಮೆನ್. ഇന്നും എനിക്ക് സമ്പാദ്യമില്ല. ಈಗಲೂ ಕೂಡ ನಾನೇನು ಗಳಿಸಿ ಇಟ್ಕೊಂಡಿಲ್ಲ. ഹല്ലേലൂയ. ಪ್ರೈಸ್ ಗಾಡ್. എൻ്റെ സമ്പാദ്യം എൻ്റെ ദൈവമാണ്. ನನ್ನ ಸಂಪಾದನೆ ಯೇಸುವಾಗಿದ್ದಾರೆ. ഹല്ലേലൂയ. ഞാൻ അവനിൽ ആശ്രയിക്കുന്നു. ನಾನು ಆತನನ್ನು ಆತ್ಕೊಂಡಿದ್ದೀನಿ. ചിലപ്പോഴൊക്കെ എനിക്ക് വിഷമം വരും. ಕೆಲವು ಸಮಯ ನನಗೂ ಬೇಜಾರಾಯ್ತದೆ. അപ്പൊ എൻ്റെ വൈഫ് എന്നോട് പറയും, ಆಗ ನನ್ನ ಹೆಂಡತಿ ನನಗೆ ಹೇಳ್ತಾರೆ, നിന്റെ കയ്യിലുള്ളത് അങ്ങ് തീർക്ക്, ಮೊದಲು ನಿನ್ನ ಕೈಯಲ್ಲಿರುವಂಥದ್ದನ್ನು ಮುಗಿಸು, തീരുമ്പോൾ കർത്താവ് തരും. ಮುಗಿಸುವಾಗ ದೇವರು ಬೇರೆ ಕೊಡ್ತಾರೆ. നിന്റെ കയ്യിൽ വല്ലതും ഇരിക്കുന്നിടത്തോളം കാലം, ನಿನ್ನ ಕೈಯಲ್ಲಿ ಏನೋ ಸ್ವಲ್ಪ ಇರುವಷ್ಟು ಕಾಲ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടത്തില്ല. ದೇವರ ಕ್ರಿಯೆ ಪ್ರಕಟವಾಗುವುದಿಲ್ಲ. ഞാനിപ്പോ പഴയ നിയമത്തിൽ നിന്ന് വാക്യങ്ങളൊക്കെ എടുക്കാനുണ്ട്, പക്ഷേ നമ്മുടെ വിഷയം ഇങ്ങനെ പറഞ്ഞു തീരുന്നില്ല. ಹಳೆ ಒಡಂಬಡಿಕೆಯಿಂದ ಬೇಕಿದ್ರೆ ವಚನಗಳನ್ನ ತೆಗಿಬಹುದು, ಆದರೆ ನಮಗೆ ಸಮಯವಿಲ್ಲದೆ ಇರುವುದರಿಂದ ಹೇಳುತ್ತಿಲ್ಲ. ജഡീകൻ കാൽക്കുലേഷൻ അനുസരിച്ച് ജീവിക്കുമ്പോൾ, ಆಗ ಪ್ರಾಪಂಚಿಕನು ಲೆಕ್ಕಾಚಾರಗಳಿಗೆ ಅನುಸಾರವಾಗಿ ಜೀವಿಸುವಾಗ, ആത്മീകൻ വചനത്തിന്റെ നിയോഗമനുസരിച്ച് ജീവിക്കുന്നവൻ, ಆತ್ಮಿಕನು ವಾಕ್ಯದ ನಿಯೋಗಕ್ಕನುಗುಣವಾಗಿ ಜೀವಿಸುತ್ತಾನೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. എന്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുകയാണ്. ನನ್ನ ವಿಷಯವದಲ್ಲದೆ ಇರುವುದರಿಂದ ಈ ಭಾಗವನ್ನು ಬಿಡ್ತಿದ್ದೇನೆ. 3-ാം അധ്യായത്തിൽ 3ನೇ ಅಧ್ಯಾಯದಲ್ಲಿ 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ 5ರಿಂದ 9ನೇ ವಚನದವರೆಗೆ അവൻ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പൗലോസ് ഓർപ്പിക്കുന്നുണ്ട്. 3 ಪ್ರಾಮುಖ್ಯವಾದ ವಿಷಯಗಳನ್ನ പൗലನು ಹೇಳಿಕೊಡ್ತಾನೆ. ശ്രദ്ധിക്കണം. ആമേൻ. ഞാനിന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യം, പ്രിൻസിപ്പിൾസ് ടു ബി ഫോളോഡ് ഇൻ ക്രിസ്ത്യൻ ലൈഫ്. ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ പിന്തുടരേണ്ടുന്ന ചില തത്വങ്ങൾ, അതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ಕ್ರೈಸ್ತ ಜೀವಿತದಲ್ಲಿ ನಾವು ಅನುಸರಿಸಬೇಕಾದ ಕೆಲವು ತತ್ವಗಳ ಕುರಿತಾಗಿ ನಿಮ್ಮ ಸಂಗಡ ಹೇಳುವುದಕ್ಕೆ ಬಯಸುತ್ತೇನೆ. 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് 3 പാഠങ്ങൾ അർപ്പിക്കുകയാണ്. 5ರಿಂದ 9ನೇ ವಚನದವರೆಗೆ ಪೌಲನು 3 ಕೆಲವು ಪಾಠಗಳನ್ನು ಕಳುಹಿಸುತ್ತಿದ್ದಾನೆ. ഒന്നാമത്തെ കാര്യം, ಮೊದಲನೆಯ ವಿಚಾರ, ആമേൻ, കർത്താവിന്റെ ശുശ്രൂഷയിൽ ഒരു ഡൈവേഴ്സിറ്റി ഉണ്ട്, ഒരു വ്യത്യസ്തതയുണ്ട്, വിവിധത്വമുണ്ട്. ಯೇಸು ಕ್ರಿಸ್ತನ ಸೇವೆಯಲ್ಲಿ ಕೆಲವು ವಿಧಗಳಿವೆ, ಕೆಲವು ವ್ಯತ್ಯಸ್ತತೆಗಳಿವೆ. കുറെ ആളുകൾ ചെല്ലുന്നു, അവർ നിലമുഴുന്നു. ತುಂಬಾ ಜನ ಹೋಗ್ತಿದ್ದಾರೆ, ಅವರು ನೆಲವನ್ನು ಹದ ಮಾಡುತ್ತಿದ್ದಾರೆ. ചിലർ വിത്ത് വിതയ്ക്കുന്നു, ಕೆಲವರು ಬೀಜಗಳನ್ನು ಬಿತ್ತುತ್ತಿದ್ದಾರೆ. വേറെ ചിലർ ഹല്ലേലൂയ ആമേൻ അത് കൊയ്യുന്നു. ಇನ್ನು ಕೆಲವರು ಅದನ್ನು ಕೊಯ್ಯುತ್ತಿದ್ದಾರೆ. ഹല്ലേലൂയ. പൗലോസ് അതിനെക്കുറിച്ച് ആമേൻ കൊരിന്ത്യ ലേഖനത്തിൽ ഓർപ്പിക്കുന്നുണ്ട്. ಪೌಲನು ಅದರ ಕುರಿತಾಗಿ ಕೊರಿಂಥ್ಯ ಪತ್ರಿಕೆಯಲ್ಲಿ ಹೇಳುತ್ತಿದ್ದಾನೆ. ഹല്ലേലൂയ. ಆಮೆನ್. ആമേൻ. നടുന്നത് ആമേൻ ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, ദൈവമത്രേ വളരുമാറാക്കുന്നത്. ನಾನು ಸಸಿಯನ್ನು ನೆಟ್ಟೆನು, ಅಪೊಲ್ಲೋಸನು ನೀರು ಹೊಯ್ದನು, ಆದರೆ ಬೆಳೆಸುತ್ತಾ ಬಂದವನು There is ದೇವರು. a diversity in ministry.
ministry. ಆಗ ಒಂದು ವಿಧಾನಗಳಿವೆ ಸೇವೆಗೆ. ആമേൻ. ഉഴുന്നവൻ വേറെ, ആമേൻ, ആമേൻ, വിതയ്ക്കുന്നവൻ വേറെ, കൊയ്യുന്നവൻ വേറെ. ಆಗ ನೆಲವನ್ನು ಹದ ಮಾಡುವವನೊಬ್ಬನು, ನೆಡುವವನೊಬ್ಬನು, ನೀರು ಹಾಕುವವನೊಬ್ಬನು, ಕೊಯ್ಯುವವನೊಬ್ಬನು. രണ്ടാമത്തെ പാഠം എന്ന് പറയുന്നത്, ಎರಡನೆಯ ಪಾಠ ಅನ್ನುವಂಥದ್ದು, even though there is a diversity in ministry, ಸೇವೆಯಲ್ಲಿ ಕೆಲವು ವಿಧಾನಗಳಿದ್ದರೂ ಕೂಡ, amen, there is a unity in purpose. ಆ ಒಂದು ಗುರಿಗೆ, ഉദ്ദേശത്തിൽ ഒരു ഐക്യതയുണ്ട്. ಆ ಒಂದು ಗುರಿ ಅಥವಾ ಉದ್ದೇಶದ ಒಳಗಡೆ ಒಂದು ಐಕ್ಯತೆ ಇದೆ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ശുശ്രൂഷയിൽ രണ്ടുപേര് തമ്മിൽ കോമ്പീറ്റ് ചെയ്യുകയല്ല, രണ്ടുപേര് കോംപ്ലിമെന്റ് ചെയ്യുകയാണ്. ಆಗ ಸೇವೆಯಲ್ಲಿ ಇಬ್ಬರು ಸೇರಿ ಆಮೇನ್ ಪೈಪೋಟಿ ಮಾಡುವಂತದಲ್ಲ, ಬದಲಾಗಿ ಇಬ್ಬರು ಕೈ ಜೋಡಿಸಿ ಮಾಡುವಂತದ್ದು. ക്രിസ്തീയ ശുശ്രൂഷയിലും ക്രിസ്തീയ ജീവിതത്തിലും തമ്മിൽ മത്സരിക്കുകയല്ല, തമ്മിൽ കൈത്താങ്ങൽ കൊടുക്കുകയാണ്. ಕ್ರೈಸ್ತ ಸೇವೆಯಲ್ಲಿಯೂ ಕ್ರೈಸ್ತ ಜೀವಿತದಲ್ಲೂ ಪೈಪೋಟಿಗಳು ಬರುತ್ತಿಲ್ಲ, ಕೈ ಜೋಡಿಸಿ ಜೀವಿಸುವಂತ ಅನುಭವವಿದೆ. ശുശ്രൂഷകന്മാർ തമ്മിൽ മത്സരമില്ല, ಸೇವಕರ ಮಧ್ಯದಲ್ಲಿ ಪೈಪೋಟಿ ಇಲ್ಲ. ഹല്ലേലൂയ. ശുശ്രൂഷകർ പരസ്പരം താങ്ങുകയാണ്. ಆಮೇನ್. ಬದಲಾಗಿ ಸೇವಕರು ಪರಸ್ಪರ ಸಹಾಯಿಸುವವರಾಗಿದ್ದಾರೆ. അമാലേക്കരുമായുള്ള യുദ്ധത്തിൽ, ആമേൻ, ആ മലയുടെ മുകളിൽ, ആമേൻ, മോശ കരമുയർത്തിപ്പിടിക്കുകയാണ്. താഴ്വരയിൽ യോശുവ യുദ്ധം ചെയ്യുകയാണ്. ಆಮೇನ್. ಸ್ತೋತ್ರ. ಅಮಾಲೇಕರೊಂದಿಗಿನ ಯುದ್ಧದ ಸಮಯದಲ್ಲಿ ಮೋಶೆಯು ಇಗೋ ಬೆಟ್ಟದ ಮೇಲೆ ಕೈಗಳನ್ನ ಮೇಲೆ ಕೆತ್ತು ನಿಂತಿದ್ದಾನೆ, ಕೆಳಗಡೆ ಯೆಹೋಶುವನು ಯುದ್ಧ ಮಾಡುತ್ತಿದ್ದಾನೆ. ഹല്ലേലൂയ. മോശയുടെ കരം ഉയർന്നു നിൽക്കുമ്പോൾ യോശുവയ്ക്ക് ജയമുണ്ട്. ಯಾವಾಗೆಲ್ಲ ಮೋಶೆಯ ಹಸ್ತವು ಮೇಲೆ ಕೆತ್ತಲ್ಪಟ್ಟಿದೆಯೋ ಆಗ ಯೆಹೋಶುವನಿಗೆ ಜಯ ಸಿಕ್ಕಿತು. കുറെ നേരം മോശ തനിയെ കരം ഉയർത്തിപ്പിടിച്ചപ്പോ തന്റെ കൈകൾക്ക് ഭാരമുണ്ടായി, തൻ കൈ താഴ്ത്തിയിട്ടു. ಸ್ವಲ್ಪ ಹೊತ್ತಾದಾಗ ಇಗೋ ಮೋಶೆಗೆ ಅವನಿಗೆ ಕೈ ನೋವಾದಾಗ ಕೈಗಳನ್ನ ಕೆಳಗಡೆ ಹಾಕಿದನು. മോശയുടെ കൈ താഴെയായപ്പോൾ താഴ്വരയിൽ യോശുവയ്ക്ക് പരാജയമാണ്. ಯಾವಾಗ ಮೋಶೆ ಕೈ ಕೆಳಗಡೆ ಬಂತು ಅಷ್ಟೊತ್ತಿಗೆ ಕೆಳಗಡೆ ಆಮೇಲೆ ಸ್ತೋತ್ರ ಯೆಹೋಶುವನಿಗೆ ಅಪಜಯವಾಗುತ್ತಿತ್ತು. മോശയുടെ ഇരുവശത്തുമായി അഹരോനും ഹൂരും ആമേൻ രണ്ട് കല്ല് കൊണ്ടുവന്നിട്ട് ആമേൻ അവരിരുന്നു. ಆದರೆ ಈಗ ಅಹರೋನನು ಮತ್ತು ಹೂರನು ಇಬ್ಬರು ಸೇರಿ ಬಂದು ಪಕ್ಕದಲ್ಲಿ ಇವನ ಪಕ್ಕದಲ್ಲಿ ಕೂತರು. രാവിലെ മുതൽ വൈകുന്നേരം വരെ അഹരോനും ഹൂരും ആമേൻ മോശയുടെ കരം ഉയർത്തിപ്പിടിച്ചു. ಬೆಳಗಿನಿಂದ ಸಾಯಂಕಾಲದವರೆಗೂ ಆರೋನನು ಮತ್ತು ಹೂರನು ಈ ಮೋಶೆ ಎರಡು ಕೈಗಳನ್ನು ಎತ್ತಿ ಹಿಡಿದುಕೊಂಡು ನಿಂತರು. ഇന്ന് പകൽക്കാലം ആത്മാവിന്റെ നിയോഗത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിനക്ക് വേണ്ടി കരം ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ആമേൻ ചില ദൈവത്തിന്റെ ഭൃത്യന്മാരുണ്ട്. അവരുടെ കരം ഉയർന്നു നിൽക്കണമെങ്കിൽ താങ്ങാൻ രണ്ടുപേർ അപ്പുറം ഇപ്പുറം ഉണ്ടാകണം. ಇಂದು ಹಗಲ ವೇಳೆ ದೇವರ ಆತ್ಮ ಭರಿತನಾಗಿ ಹೇಳುತ್ತೇನೆ, ನಿಮ್ಮ ಜಯಕ್ಕಾಗಿ ಆಮೇನ್ ನಿಮಗೋಸ್ಕರ ಕೈಗಳನ್ನ ಮೇಲಕ್ಕೆತ್ತಿ ಹಿಡಿದು ನಿಂತಿರುವ ಸೇವಕರುಗಳಿದ್ದಾರೆ. ಅವರ ಕೈ ಕೆಳಗಡೆ ಬೀಳದಂತೆ ಅವರ ಕೈಯನ್ನು ಹಿಡಿಯುವುದಕ್ಕಾಗಿ ಅವರಿಗೆ ಸಹಾಯ ಮಾಡುವವರ ಅವಶ್ಯಕತೆ ಇದೆ. താഴ്വരയിലെ ജനത്തിന്റെ വിജയം എന്ന് പറയുന്നത് ആമേൻ മലമുകളിലെ ആമേൻ മോശയുടെ കരം ഉയർന്നു നിൽക്കുമ്പോഴാണ്. ಆಗ ಕೆಳಗಿನ ತಗ್ಗಿನಲ್ಲಿ ನಡೆಯುವಂತಹ ಜಯಕ್ಕೆ ಇರುವಂತಹ ಕಾರಣ ಮೇಲೆ ಬೆಟ್ಟದಲ್ಲಿ ಈಗೋ ಕರಗಳು ಮೇಲೆ ಕೆತ್ತಲ್ಪಟ್ಟಿವೆ. തനിയെ ഈ കരം ഉയർത്തിപ്പിടിക്കാൻ ഒരാൾക്ക് കഴിയത്തില്ല. ಯಾರಿಗೂ ಒಬ್ಬಂಟಿಗರಾಗಿ ಕೈಯನ್ನ ತುಂಬಾ ಹೊತ್ತು ಹಿಡಿದು ಮೇಲೆ ಕೆತ್ತು ನಿಂತುಕೊಳ್ಳಲು ಸಾಧ್ಯವಿಲ್ಲ. സമീപെ നിന്ന കരത്തെ ഒന്ന് താങ്ങാൻ മനസ്സുള്ള എത്ര പേരുണ്ട്? ಆದರೆ ಆ ಕರವನ್ನ ಮೇಲಕ್ಕೆ ಎತ್ತಿ ಹಿಡಿಯುವಂತೆ ಸಹಾಯಿಸಲಿಕ್ಕೆ ಎಷ್ಟು ಜನ ಇಂದು ಹಗಲಿನ ವೇಳೆ ಇದ್ದೀರಿ? ಪ್ರೈಸ್ ಗಾಡ್. ഇവിടെ മനോഹരമായ ചർച്ച് ഉണ്ട്. ಇಲ್ಲೊಂದು ಮನೋಹರವಾದ ಸಭೆ ಇದೆ, ಚರ್ಚ್ ಬಿಲ್ಡಿಂಗ್ ಇದೆ. ചൂടില്ല, ಇಲ್ಲಿ ನಿಮಗೆ ಸೆಕೆ ಆಗ್ತಿಲ್ಲ, മൊത്തം എയർ കണ്ടീഷൻ ചെയ്തു, ಎಲ್ಲ ಎಸಿ ಮಾಡಿದ್ದಾರೆ, നല്ല ടോയ്ലറ്റുകളുണ്ട്, ಒಳ್ಳೆ ಟಾಯ್ಲೆಟ್ಸ್ ಇದೆ, നല്ല ടൈൽ ഇട്ടിട്ടുണ്ട്, ಒಳ್ಳೆ ಟೈಲ್ಸ್ ಹಾಕಿದ್ದಾರೆ, മുഴുവൻ സൗണ്ട് പ്രൂഫ് ആയി, ಎಲ್ಲ ಈಗ ಸೌಂಡ್ ಪ್ರೂಫ್ ಆಗಿದೆ. എത്ര രൂപ ചെലവായെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ? ಎಷ್ಟು ರೂಪಾಯಿ ಖರ್ಚಾಯಿತು ಅಂತ ನಿಮಗೆ ಗೊತ್ತಿದೆಯಾ? ആ കൈയൊന്ന് താങ്ങാൻ, ಆ ಕೈಯನ್ನ ಜೋಡಿಸಿ ಹಿಡಿಯೋದಕ್ಕೆ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ശോധന ചെയ്യണം. ನಿಮ್ಮ ಕೈಯಲ್ಲಿ ಸಾಧ್ಯವಾಯಿತು ಅಂತ ನೀವು ವಿಚಾರಣೆ ಮಾಡಬೇಕು. ഹല്ലേലൂയ. കുറെ ഉയർത്തിപ്പിടിക്കുമ്പോൾ ಕರವನ್ನ ಮೇಲಕ್ಕೆತ್ತಿ ಹಿಡಿದಿರುವಾಗ ചിലപ്പോൾ തളർന്നു പോകാൻ സാധ്യതയുണ്ട്. ಒಂದು ವೇಳೆ ಬಲಹೀನವಾಗಲಿಕ್ಕೆ ಸಾಧ್ಯತೆಗಳುಂಟು. ആ കൈകൾ താഴ്ന്നു പോയാൽ, ಆ ಕೈ ಏನಾದರೂ ಕೆಳಗಡೆ ಬಿದ್ದರೆ താഴ്വരയിൽ പരാജയമാണ്. ತಗ್ಗಿನಲ್ಲಿ പരാജയವು ನಿಶ್ಚಯ. സ്റ്റേജിൽ നിൽക്കുന്ന ദൈവദാസന്മാരുടെ മുന്നിൽ നിൽക്കുന്ന ദൈവദാസന്മാരുടെ മനസ്സ് തളർന്നു പോയാൽ, ನಿಮ್ಮ ಮುಂದೆ ವೇದಿಕೆಯಲ್ಲಿ ನಿಂತಿರುವ ಸೇವಕರುಗಳ ಮನಸ್ಸೇನಾದರೂ ಬಲಹೀನವಾದ ಪಕ್ಷ,
അവർ ചില വിഷയങ്ങളിൽ ഭാരപ്പെട്ടാൽ, ಅವರು ಕೆಲವು ವಿಷಯಗಳಲ್ಲಿ ಬೇಸರಗೊಂಡರೆ പ്രാർത്ഥനയുടെ ഏകാഗ്രത നഷ്ടപ്പെടും. ಪ್ರಾರ್ಥನೆಯ ಏಕಾಗ್ರತೆ ನಷ್ಟವಾಗುತ್ತದೆ. ഹല്ലേലൂയ. അവരുടെ ഭാരം മുമ്പിൽ നിൽക്കുമ്പോൾ ആമേൻ പ്രാർത്ഥനയുടെ ശക്തി കുറയും. ಅವರಿಗೆ ಭಾರಗಳು ತಲೆಬಿಸಿಗಳು ಹೆಚ್ಚಾಗುವಾಗ ಪ್ರಾರ್ಥನೆಯ ಶಕ್ತಿ ಕಡಿಮೆ താഴ്വരയിൽ ಆಗುತ್ತದೆ. ജനത്തിന് പരാജയം സംഭവിക്കും. ಕೆಳಗಡೆ ತಗ್ಗಿನಲ್ಲಿ ಜನರಿಗೆ ಪರಾಜಯ നിന്റെ ಉಂಟಾಗುತ್ತದೆ. ജീവിതം ജയമാകണോ? ನಿನ್ನ ಜೀವಿತದಲ್ಲಿ ಜಯ ಕಾಣಬೇಕು. ഹല്ലേലൂയ. മലമുകളിലെ ദൈവദാസന്റെ കരം ഉയർത്തിപ്പിടിക്കാൻ ഒരു കൈത്താങ്ങ് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയണം. ಬೆಟ್ಟದ ಮೇಲೆ ಇರುವಂತಹ ಸೇವಕರ ಕೈ ಮೇಲಕ್ಕೆತ್ತಿ ಹಿಡಿಯಲ್ಪಡುವುದಕ್ಕೆ ನಿಮ್ಮಲ್ಲಿ ಯಾರಾದರೂ ಹೋಗಿ ಆತನಿಗೆ ಆ ವ್ಯಕ್ತಿಗೆ ಸಹಾಯ Christian life is ಮಾಡಬೇಕಾಗಿದೆ. not competing life. Christian life is a complementing life. ಆಮೇಲೆ ಕ್ರೈಸ್ತ ಜೀವಿತ ಒಂದು ಪೈಪೋಟಿಯ ಜೀವಿತವಲ್ಲ. ಕ್ರೈಸ್ತ ಜೀವಿತವು ಪರಸ್ಪರ ಸಹಾಯ ಮಾಡುವ പരസ്പരം ಜೀವಿತವಾಗಿದೆ. മത്സരിക്കുകയല്ല, പരസ്പരം സഹായിക്കുകയാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ಪರಸ್ಪರ ಪೈಪೋಟಿ ಮಾಡುವಂತದಲ್ಲ, ಪರಸ್ಪರ ಸಹಾಯ ಮಾಡುವಂತದೇ ಕ್ರೈಸ್ತ ಜೀವಿತ. ദൈവമക്കളെ, നിങ്ങളെ കൊണ്ടത് കഴിയുന്നുണ്ടോ? ದೇವರ ಮಕ್ಕಳೇ, ನಿಮ್ಮ ಕೈಲಿ ಅದು ಸಾಧ್ಯವಾಗುತ್ತಿದೆ. ഹല്ലേലൂയ. നിങ്ങളുടെ ദൈവദാസൻ മോശയുടെ സ്ഥാനത്ത് നിൽക്കുകയാണ്. ನಿಮ್ಮ ಸೇವಕರು, ನಿಮ್ಮ ಸಭಾಪಾಲಕರು ಮೋಶೆಯ ಸ್ಥಾನದಲ್ಲಿ കരം ನಿಂತಿದ್ದಾರೆ. ഉയർന്നു നിന്നെങ്കിലേ നിങ്ങൾക്ക് ജയമുള്ളൂ കേട്ടോ. ಆ ಕರವು ಎತ್ತಲ್ಪಟ್ಟಿದ್ದರೆ ಮಾತ್ರ ನಿಮಗೆ ಜಯವಿರುವುದು. ആമേൻ. അതിനെ താങ്ങാൻ ശേഷിയുള്ളവൻ കൂടെ നിന്നൊന്ന് കൈത്താങ്ങൽ കൊടുക്കണം. ಅದನ್ನ ಆತನ ಆಮೇನ್ ಸಭಾಪಾಲಕರ ಕೈಯನ್ನ ಮೇಲಕ್ಕೆತ್ತಿ ಹಿಡಿಯಲಿಕ್ಕೆ ಸಾಮರ್ಥ್ಯವುಳ್ಳವರು ಜೊತೆಯಲ್ಲಿ ನಿಂತಿರಬೇಕು. ഹല്ലേലൂയ. അത് ചിലപ്പോൾ സാമ്പത്തിക സഹായമായിരിക്കും, ಅದೊಂದು ವೇಳೆ ಆರ್ಥಿಕ ಸಹಾಯವಾಗಿರಬಹುದು, ചിലപ്പോൾ പ്രാർത്ഥനയുടെ സഹായമായിരിക്കും, ಇಲ್ಲ പ്രാರ್ಥನೆಯ ಸಹಾಯವಾಗಿರಬಹುದು, ചിലപ്പോൾ ശാരീരികമായ അധ്വാനമായിരിക്കും, ಇಲ್ಲ ಶಾರೀರಿಕವಾಗಿ ಏನಾದರೂ ದುಡಿದು ചിലപ്പോൾ ഒരു ಕೊಡುವಂತದ್ದಾಗಿರಬಹುದು, വാക്ക് പറയുന്നതായിരിക്കും. ಇಲ್ಲ ಒಂದು ಉತ್ತೇಜನಪ್ರದವಾದಂತ ಮಾತು ಹೇಳುವಂತದ್ದಾಗಿರಬಹುದು. ഹല്ലേലൂയ. എന്തു തന്നെ ആയിരുന്നാലും ഹല്ലേലൂയ പാസ്റ്റർ വി ആർ വിത്ത് യു, ഹല്ലേലൂയ, ഗോ ഹെഡ് എന്ന് പറയാൻ, ആമേൻ, ഒന്ന് ഉത്തേജനം കൊടുക്കാൻ, ആമേൻ, ദൈവ സഭയ്ക്ക് ഉത്തരവാദിത്വമുണ്ടെന്ന് ഈ പകൽ ആത്മാവിൽ ഞാൻ നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുകയാണ്. ಯಾವುದಾದರೂ ರೀತಿಯಲ್ಲಿ ಸೇವಕರೇ, ನೀವು ಮಾಡುತ್ತಿರುವುದು ಸರಿ ಇದೆ, ನಿಮ್ಮ ದರ್ಶನ ಸರಿ ಇದೆ, ನಿಮ್ಮ ಸಂಗಡ ನಾವು ಕೈ ಜೋಡಿಸುತ್ತೇವೆ ಎಂಬುದಾಗಿ ಹೇಳತಕ್ಕಂಥ ಭಕ್ತರುಗಳು ಸಭೆಯೊಳಗಿಂದ ಎಬ್ಬಿಸಲ್ಪಡಬೇಕೆಂಬುದಾಗಿ ದೇವರಾತ್ಮನ ಆಲೋಚನೆ ಹೇಳುತ್ತಿದ್ದಾನೆ. മരുഭൂമിയിൽ ഇസ്രായേൽ ജനം, ಮರುಭೂಮಿಯಲ್ಲಿ ಇಸ್ರಾಯೇಲ್ ಜನರು, അവർക്ക് പരാതി മാത്രമേ ഉള്ളൂ. ಅವರಿಗೆ ಕೇವಲ ದೂರುಗಳು ಮಾತ್ರ ಉಳಿದಿದೆ. മന്ന കിട്ടിയാൽ അത് തിന്നും, ಮನ್ನ ಸಿಕ್ಕಿದ್ರೆ ಅದು ತಿಂತಾರೆ, വെള്ളം കിട്ടിയാൽ അത് കുടിക്കും, ನೀರು ಸಿಕ್ಕಿದ್ರೆ ಕುಡಿತಾರೆ, ഇറച്ചി കിട്ടിയാൽ അതും തിന്നും, ಮಾಂಸ ಸಿಕ್ಕಿದ್ರೆ ಅದನ್ನು ತಿಂತಾರೆ, എന്തേലും കുറവ് വന്നാൽ ഉടനെ പിറുപിറുക്കും. ಏನಾದ್ರೂ ಕೊರತೆ ಬಂದ್ರೆ ತಕ್ಷಣ ಗುಣಗೊಡ್ತಾರೆ. തമ്പുരാൻ അങ്ങ് മടുത്തു. ತಂದೆ ಆ ದೇವರಿಗೆ ಸಾಕಾಗ್ಬಿಡ್ತು. കർത്താവ് മോശയോട് പറഞ്ഞു, ഞാൻ നിന്നെ അങ്ങ് അനുഗ്രഹിക്കാം. ದೇವರು ಮೋಶೆಗೆ ಹೇಳಿದ್ರು, ನಾನು ನಿನ್ನನ್ನು ಆಶೀರ್ವದಿಸ್ತೀನಿ. ഈ പ്രാപിക്കൽ മാത്രമായി നമ്മൾ ഒതുങ്ങിയാൽ, ಈ ಬರೇ ಸ್ವೀಕಾರ ಮಾಡೋದ್ರಲ್ಲೇ ನಾವು ಇದು ಬಿಟ್ರೆ, അനുഗ്രഹം മോശയ്ക്ക് മാത്രമായി ദൈവം അങ്ങ് ഒതുക്കും. ಆಶೀರ್ವಾದ ಮೋಶೆಗೆ ಮಾತ್ರ ದೇವರು ನಿಲ್ಲಿಸ್ಬಿಡ್ತಾರೆ, ಮೋಶೆಗೆ ಮಾತ್ರ ಕೊಡ್ತಾರೆ, ಬೇರೆ ಯಾರಿಗೂ ಕೊಡೋದಿಲ್ಲ. ദൈവം പറയാ, മോശെ, ഞാൻ നിന്നെ വലിയ ജാതിയാക്കാം. ದೇವರು ಮೋಶೆಗೆ ಹೇಳ್ತಿದ್ದಾನೆ, ಮೋಶೆ, ನಾನು ನಿನ್ನನ್ನು ದೊಡ್ಡ ಜನಾಂಗವನ್ನಾಗಿ I ಮಾರ್ಪಡಿಸ್ತೇನೆ. am fed up with these people. ಈ ಜನರೊಂದಿಗೆ ನನಗೆ ಸಾಕಾಯಿತು. ദൈവത്തെ മുഷിപ്പിക്കരുത്. ದೇವರಿಗೆ ಸಾಕಾಗುವ ರೀತಿಯಲ್ಲಿ ನಾವು ಮಾಡಬಾರದು. ദൈവത്തിൽ നാം പ്രാപിക്കുമ്പോൾ ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. ದೇವರಿಂದ ನಾವು ಹೊಂದಿಕೊಳ್ಳುವಾಗ ಅದಕ್ಕೆ ಕೃತಜ್ಞತೆ ಉಳ್ಳವರಾಗಿರಬೇಕು. കൈ ഉയർത്തി നിൽക്കുന്ന മോശയുടെ കരത്തെ താങ്ങാൻ, ಕರಗಳನ್ನ ಮೇಲಿಟ್ಟಿರುವಂತ ಮೋಶೆಯ ಕೈಯನ್ನ ಹಿಡಿಯುವುದಕ್ಕೆ ഒരു മനസ്സ് കാണിക്കുക. ಒಂದು ಮನಸ್ಸು ನಿಮಗೆ ಬೇಕು, ഒരു മനസ്സ് കാണിക്കുക. ಒಂದು ಮನಸ್ಸು ತೋರಿಸಬೇಕಾಗಿದೆ. ഇവിടെയുള്ള എല്ലാ കാര്യവും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ಇಲ್ಲಿರುವ ಎಲ್ಲ ಕೆಲಸಗಳನ್ನ ಮಾಡಕ್ಕೆ ನಿಮಗೆ ಆಗೋದಿಲ್ಲ. ഞങ്ങളുടെ സെമിനാരിയിൽ, ನಮ್ಮ ಸೆಮಿನಾರಿಯಲ್ಲಿ ಅಥವಾ ಬೈಬಲ್ ಕಾಲೇಜಲ್ಲಿ ഞങ്ങളുടെ പ്രസിഡന്റ് ആണ് ഫണ്ട് റൈസ് ചെയ്യുന്നത്. ನಮ್ಮ ಪ್ರೆಸಿಡೆಂಟ್ ಅವರು ಅದಕ್ಕೆ ಬೇಕಾಗಿರೋ ಫಂಡ್ ಅನ್ನ ರೈಸ್ ಮಾಡ್ತಾರೆ. ഒരു മാസം സാലറി കൊടുക്കാൻ 6.5 ലക്ഷം രൂപ വേണം. 6.5 lakhs rupees. ಒಂದು ತಿಂಗಳು ಅಲ್ಲಿನ ಎಲ್ಲ ಸ್ಟಾಫ್ಗಳಿಗೆ ಸ್ಯಾಲರಿ ಕೊಡುವುದಕ್ಕಾಗಿ 6.5 ಲಕ್ಷ ರೂಪಾಯಿ ಅವಶ್ಯಕತೆ ಇದೆ. 86 വയസ്സുള്ള വയോധികനായ മനുഷ്യൻ, 86 ಪ್ರಾಯವುಳ್ಳಂತ ಒಬ್ಬ ಪ್ರಾಯಸ್ಥ ಮನುಷ್ಯನು ചിലപ്പോഴൊക്കെ ഞങ്ങളുടെ ഫാക്കൽറ്റി മീറ്റിംഗിൽ വന്ന് പറയും, ನಮ್ಮ ಫ್ಯಾಕಲ್ಟಿ ಮೀಟಿಂಗ್, ಅದು ಸ್ಟಾಫ್ ಮೀಟಿಂಗ್ ಬಂದು ಹೇಳ್ತಾರೆ, സാറന്മാരെ, ಟೀಚರ್ಸ್ ಅವರೇ, നിങ്ങൾ ഒരു മാസം 100 രൂപ കൊടുത്താൽ ഒരു വർഷം 1200 രൂപ കിട്ടും. ನೀವು ಒಂದು ತಿಂಗಳು 100 ರೂಪಾಯಿ ಕೊಟ್ರೆ ಒಂದು ವರ್ಷ 1200 ರೂಪಾಯಿ ಸಿಗ್ತದೆ. 50 ಸ್ಟಾಫ್ ഉണ്ട്, 50 ಸ್ಟಾಫ್ಗಳಿದ್ದಾರೆ.
ഒരു വർഷം 1200 ഗുണം 50. ಒಂದು ವರ್ಷ 1200 ಗುಣಿಸು 50. 60,000 rupees എനിക്ക് ഭാരം കുറയും. ಆಗ ನನಗೆ 60,000 ರೂಪಾಯಿ ಭಾರ ಕಡಿಮೆ ಆಗ್ತದೆ. നിങ്ങൾ 6.5 ലക്ഷം രൂപ ഉണ്ടാക്കി തരണ്ട. ನೀವು 6.5 ಲಕ್ಷ ರೂಪಾಯಿ ಕೊಡೋದು ಬೇಡ. പക്ഷെ നിങ്ങൾ 60,000 ഒരു വർഷം തന്ന, ನೀವು ವರ್ಷಕ್ಕೆ 60,000 ರೂಪಾಯಿ ಕೊಟ್ರೆ ഇല്ല, യെസ്, എനിക്ക് അത്രയും ഭാരം കുറയും. ನನಗೆ ಅಷ್ಟು ಭಾರ ಕಡಿಮೆ ಆಗ್ತದೆ. കുറച്ച് എനിക്ക് ആശ്വാസമുണ്ട്. ಸ್ವಲ್ಪ ನನಗೆ ಆಶ್ವಾಸವಾಗ್ತದೆ. ചെറിയ രീതിയിൽ, ಸಣ್ಣ ರೀತಿಯಲ್ಲಿ മോശയുടെ കൈയൊന്ന് താങ്ങാൻ, ಮೋಶೆಯ ಹಸ್ತವನ್ನೊಂದ್ಸಲ ಹಿಡ್ಕೊಳ್ಳಿಕ್ಕೆ, ഒന്ന് കോംപ്ലിമെന്റ് ചെയ്യാൻ, ಒಂಚೂರು ಸಹಾಯ ಮಾಡಲಿಕ್ಕೆ Are you ready? ಸಿದ್ಧರಿದ್ದೀರೋ? Are you ready? ಸಿದ್ಧರಿದ್ದೀರಾ? Are you ready? ಸಿದ್ಧರಿದ್ದೀರಾ? നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ചോക്ലേറ്റ് കൊടുക്കുന്ന, വാങ്ങിക്കൊടുക്കുന്ന, ನಿಮ್ಮ ಮಕ್ಕಳಿಗೆ ಚಾಕ್ಲೇಟ್ ತೆಗೆದುಕೊಡುವಂತಹ, നിങ്ങളൊരു പക്ഷേ പറയാം, അയ്യോ പാസ്റ്റർ ഞങ്ങൾക്ക് അങ്ങനൊന്നും കൊടുക്കാൻ പൈസയില്ല. ನೀವೊಂದು ವೇಳೆ ನೀವು ಹೇಳ್ಬೋದು, ನಮಗೆ ಅಷ್ಟೆಲ್ಲ ಕೊಡಕ್ಕೆ ದುಡ್ಡಿಲ್ಲ. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാനുള്ള വഴികൾ ഞാൻ പറഞ്ഞു തരാം. ದೇವರ ನಾಮದಲ್ಲಿ ಕೊಡ್ಲಿಕ್ಕಿರುವ ದಾರಿಯನ್ನ, ಮಾರ್ಗವನ್ನ ನಿಮಗೆ ಹೇಳ್ಕೊಡ್ತೀನಿ. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ വരുമ്പോൾ, ನಿಮ್ಮ ಮಕ್ಕಳ ಬರ್ತ್ಡೇ ಬರುವಾಗ ഒരു കേക്ക് വാങ്ങണമെങ്കിൽ ಒಂದು ಕೇಕ್ ತಗೊಳ್ಬೇಕಾದ್ರೆ സുമാർ 600 രൂപ മുതൽ 700 രൂപ ഒരു കേക്കിനാകും. ಸುಮಾರು 600-700 ರೂಪಾಯಿ ಖರ್ಚಾಯ್ತದೆ. ആ പ്രാവശ്യം കേക്ക് വാങ്ങാതെ, ಆ ತಿಂಗಳಲ್ಲಿ, ಆ ವರ್ಷದಲ್ಲಿ ಕೇಕ್ ತಗೊಳ್ಳದೆ, പാസ്റ്റർ എന്റെ മകന്റെ ബർത്ത്ഡേ ആണ്, കേക്ക് വാങ്ങാൻ വെച്ചിരുന്ന പൈസ ഇതാ പാസ്റ്ററുടെ കയ്യിൽ വെച്ചോ, ഇവിടുത്തെ ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കേ. ಪಾಸ್ಟ್ರೆ ಕೇಕ್ಗೋಸ್ಕರ ಇಟ್ಟಿರುವಂತ ದುಡ್ಡಾಗಿತ್ತು, ಇದನ್ನ ಇಲ್ಲಿನ ಸೇವೆಗಾಗಿ ಉಪಯೋಗಿಸ್ರಿ. 50 കുടുംബം ഈ സഭയിലുണ്ടെങ്കിൽ, 50 ಕುಟುಂಬ ಈ ಸಭೆಯಲ್ಲಿದ್ರೆ 50 ബർത്ത്ഡേ വരും ഒരു വർഷം. ಒಂದು ವರ್ಷದಲ್ಲಿ 50 ಬರ್ತ್ಡೇ ಬರ್ತದೆ. 50 വർഷം, 50 ആമേൻ ബർത്ത്ഡേ ഇൻടു 600 rupees എത്ര രൂപയായി? ಆಗ 50 ಗುಣಿಸು 600 ರೂಪಾಯಿ ಎಷ್ಟಾಯಿತು? കൈയൊന്ന് താങ്ങാമോ? 30,000. വെഡിങ് ആനിവേഴ്സറിയുടെ അതിന്റെ കൂടെ ചേർത്തോ? ಅದ್ರ ಜೊತೆ ವೆಡ್ಡಿಂಗ್ ಆನಿವರ್ಸರಿ ಕೂಡ ಸೇರಿಸಿ. ഭാര്യയ്ക്കൊരു സാരി വാങ്ങി കൊടുക്കുന്നതിന് പകരം ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്തുക. ಹೆಂಡತಿಗೆ ಒಂದು ಸೀರೆ ತಗೊಳ್ಳುವ ದುಡ್ಡಲ್ಲಿ ಅದನ್ನು ತಗೊಂಡು ಬಂದು ಸಭೆ ಕೊಡಿ. നിങ്ങൾ ഒത്തിരി അധ്വാനമൊന്നും ഇല്ലാതെ കർത്താവിന്റെ വേലയെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. ತುಂಬಾ ದುಡಿಮೆಯನ್ನು ಮಾಡದೇನೆ ಸಭೆಗೆ ಒಳ್ಳೆ ಸಪೋರ್ಟ್ ಮಾಡ್ಲಿಕ್ಕೆ ಸಾಧ್ಯ. പാസ്റ്ററെ കുറച്ച് വരുമാനമേ ഉള്ളൂ, അത് മതി. ಪಾಸ್ಟರ್ ಸ್ವಲ್ಪ ದುಡ್ಡು ಮಾತ್ರ ಇದೆ, ആ വരുമാനത്തിൽ നിന്ന് കൊടുക്കാൻ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. ಆ ಸಣ್ಣ ದುಡ್ಡಿನಿಂದ ಕೊಡ್ಲಿಕ್ಕೆ ನಾನು ನಿಮಗೆ ಕಲಿಸ್ತೀನಿ. There are ways if you wish. ಮನಸ್ಸಿದ್ದರೆ ತುಂಬಾ ಮಾರ್ಗಗಳಿವೆ. വഴികളുണ്ട്, ആഗ്രഹം ഉണ്ടായാൽ മതി. ತುಂಬಾ ಮಾರ್ಗಗಳಿದೆ, ಮನಸ್ಸು ಬೇಕು. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ തീരുമാനം എടുക്കണം. ನಾನಿದು ಹೇಳುವಾಗ ನೀವು ತೀರ್ಮಾನ ತಗೊಳ್ಬೇಕು. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം എനിക്ക് നൽകുന്ന ഒരു നിയോഗത്തിൽ ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂവിനുള്ള പ്രാഥമിക പടികൾ എനിക്കറിയത്തില്ല. ഞാൻ പറയാൻ ഉദ്ദേശിച്ച മെസ്സേജ് വേറെയാ, പക്ഷേ ഇതിലേക്ക് കർത്താവ് എന്നെ പിടിച്ചു നിർത്തുകയാ. ನಾನು ಹೇಳಲಿಕ್ಕೆ ಬಯಸಿದ್ದು ಬೇರೆ ಸಂದೇಶವಾಗಿದೆ, ಆದರೆ ದೇವರು ಇಲ್ಲಿಗೆ ನಡೆಸ್ತಿದ್ದಾನೆ. ಆಮೇನ್, ಫಿನಾನ್ಷಿಯಲಿ ಅಥವಾ ಆರ್ಥಿಕ ಬಿಡುಗಡೆಗೆ ಒಂದು ಪ್ರಾಥಮಿಕ ಹೆಜ್ಜೆಗಳಾಗಿದೆ ಇದೆಲ್ಲ. സോ വിതയ്ക്ക്, ಬಿತ್ತಿರಿ, വിത്തെടുത്ത് വിതയ്ക്ക്. ദൈവം നിന്നെ കൊണ്ട് കൊയ്യിപ്പിക്കുന്ന ഒരു കാലമുണ്ട്. ಬೀಜ ತೆಗೆದು ಬಿತ್ತುತ್ತಾ ಇರಿ, ಕೊಯ್ಯುವಂತ ದಿವಸವನ್ನ ದೇವರಿಟ್ಟಿದ್ದಾರೆ. ಹಲ್ಲೆಲೂಯ. ഞാൻ ലോകത്തിലെ ആകെ 5 രാജ്യങ്ങളിലേ സഞ്ചരിച്ചിട്ടുള്ളൂ. ನಾನು ಲೋಕದಲ್ಲಿ ಕೇವಲ 5 ಸ್ಥಳಗಳಿಗೆ ಮಾತ್ರ, ವಿದೇಶಗಳಿಗೆ ಮಾತ್ರ ಹೋಗಿದ್ದೇನೆ. വലിയ വിശേഷമായ വിദേശ ഭക്ഷണങ്ങളൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. ತುಂಬಾ ವಿಶೇಷವಾದ ಊಟವೇನು ನಾನು ತಿನ್ನಲಿಲ್ಲ. അന്നും ഇന്നും എനിക്കിഷ്ടം ഞങ്ങളുടെ നാട്ടിൽ കിട്ടുന്ന കപ്പയും മീൻകറിയും. ಅವತ್ತು ಮತ್ತೆ ಈಗಲೂ ನನಗೆ ಬಹಳ ಇಷ್ಟ ಈ ಗೆಣಸು ಮತ್ತೆ ಮೀನ್ ಕರಿ. എൻ്റെ മകന് 27 വയസ്സാകുന്നതേ ഉള്ളൂ. ನನ್ನ ಮಗನಿಗೆ 27 ವಯಸ್ಸು ಮುಗಿಯಿತಷ್ಟೇ. ഞാൻ സഞ്ചരിച്ചതിന്റെ ഇരട്ടി രാജ്യങ്ങളിൽ അവൻ സഞ്ചരിച്ചിട്ടുണ്ട്. ഞാൻ കഴിക്കാത്ത ഒത്തിരി സാധനം അവൻ കഴിച്ചിട്ടുണ്ട്. ನಾನು ಪ್ರಯಾಣ ಮಾಡದೇ ಇರುವ 2ರಷ್ಟು ಹೆಚ್ಚು ವಿದೇಶಗಳಿಗೆ ಪ್ರಯಾಣ ಮಾಡಿದ್ದಾನೆ. ನಾನು ತಿನ್ನದೇ ಇರುವ ಅನೇಕ ಆಹಾರವನ್ನು ತಿಂದಿದ್ದಾನೆ. എന്താ കാര്യം എന്നറിയാവോ? ಕಾರಣವೇನು ಗೊತ್ತೇ? എൻ്റെ വീട്ടിൽ ആര് വന്നാലും ഞാൻ ഭക്ഷണം കൊടുക്കും. ನನ್ನ ಮನೆಗೆ ಯಾರು ಬಂದರೂ ನಾನು ಊಟ ಕೊಡ್ತೀನಿ. ഞാൻ വിതച്ചു, ನಾನು ಬಿತ್ತುತ್ತಿದ್ದೆ. എൻ്റെ തലമുറ കൊയ്യുക. ನನ್ನ ತಲೆಮಾರು, ನನ್ನ ಮಕ್ಕಳು ಕೊಯ್ಯುತ್ತಿದ್ದಾರೆ. ഓരോ രാജ്യത്തും പോയേച്ച് തിരിച്ചു വരുമ്പോൾ ഞാൻ പറയും, ಒಂದೊಂದು ದೇಶಕ್ಕೆ ಹೋಗಿ ಬರುವಾಗ ನಾನು ಹೇಳಿದ್ದುಂಟು, പൊന്നു മോനെ അധികം പൊങ്ങണ്ടാടാ,
ನೀನು ಜಾಸ್ತಿ ಉಬ್ಬಿಸ್ಕೋಬೇಡ ಅಂತ ನನ್ನ ಮಗನಿಗೆ ಹೇಳ್ತೀನಿ. അപ്പനും അമ്മയും വിതച്ചതാടാ നീ കൊയ്യുന്നേ. ನಿನ್ ತಂದೆ ತಾಯಿ ನಾವು ಬಿತ್ತಿದ್ದಕ್ಕೆ ನೀನು ಕೊಯ್ತಾ ಇದೀಯ. നിന്റെ തലമുറ കൊയ്യണേ, നീ വിതച്ചോടാ. ನಿನ್ನ ಮಕ್ಕಳಿಗೆ ಈ ರೀತಿ ಆಗ್ಬೇಕು ಅಂದ್ರೆ ನೀನು ಕೂಡ ಬಿತ್ತಬೇಕು. മോശയുടെ കൈ ഉയർന്നിരിക്കട്ടെ. ಮೋಶೆಯ ಕೈ എത്തൽപ്പെട്ടിರಲಿ. വശത്തിരുന്നൊന്ന് താങ്ങുന്ന അഹരോന്റെ ഊരിന്റെ ശുശ്രൂഷ ഏറ്റെടുക്കാൻ ಪಕ್ಕದಲ್ಲಿ ಕೂತ್ಕೊಂಡು ಅದಕ್ಕೆ ಸಹಾಯ ಮಾಡುವಂತಹ ಅರೋನನ ಹಾಗೂ ಹೂರನ ಒಂದು ಸೇವೆಯನ್ನು ತಗೊಳ್ಳೋಣ. എത്ര പേര് ഇതിനകത്ത് തയ്യാറുണ്ട്? ಎಷ್ಟು ಜನ ಸಿದ್ಧರಾಗಿದ್ದೀರಿ ಅದಕ್ಕಾಗಿ? ഒരു ചെറിയ സഹായം, ಒಂದು ಸಣ್ಣ ಸಹಾಯ, ഒന്ന് താങ്ങി പിടിക്കാൻ. ಆ ಕೈಯನ್ನ ಹಿಡಿಯಕ್ಕೆ നീ കൈ ഉയർത്തണ്ട. കൈ ഉയർത്തി നിൽക്കുന്നവന്റെ കൈ ഒന്ന് താങ്ങി കൊടുത്താൽ ನೀನು ಕೈ ಎತ್ತಬೇಕಾಗಿಲ್ಲ. ಕೈ ಎತ್ತಿರತಕ್ಕಂತವನ ಕೈ ಒಂದು ഒരു ಸಹಾಯ പ്രോത്സാഹനം കൊടുക്കുക. ಒಂದು ಸಲ ಆಹಾರ ಕೊಡ್ಲಿಕ್ಕೆ. ദൈവം നിന്നെ അനുഗ്രഹിക്കും. ದೇವರು ನಿಮ್ಮನ್ನು ಆಶೀರ್ವದಿಸುತ್ತಾರೆ. ജീസസ്. ಪ್ರೈಸ್ ಗಾಡ್. ക്രിസ്ത്യൻ ലൈഫ് ಕ್ರೈಸ್ತ ಜೀವಿತವು is not to compete each other. ಅದು ಪರಸ್ಪರ ಪೈಪೋಟಿಗಾಗಿರುವಂತದಲ್ಲ. It is to complement each other. ಅದು ಪರಸ್ಪರ ಸಹಾಯ ಮಾಡುವುದಕ್ಕಾಗಿ. കൊരിന്ത്യർ ലേഖനം ആമേൻ 3 അധ്യായത്തിന്റെ 5 മുതൽ 9 വരെ നാം പഠിക്കുന്ന രണ്ടാമത്തെ പാഠം ഇതാണ്. നാം പരസ്പരം മത്സരിക്കാനുള്ളതല്ല, പരസ്പരം സഹായിക്കണം. ಕೊರಿಂಥ ಪತ್ರಿಕೆಯಲ್ಲಿ 3ನೇ ಅಧ್ಯಾಯದಿಂದ ಕಲಿಯಬೇಕಾಗಿರುವ 2ನೇ ಪಾಠವಾಗಿದೆ. ನಾವು ಪರಸ್ಪರ ಪೈಪೋಟಿ ಮಾಡುವವರಲ್ಲ, ಬದಲಾಗಿ ಪರಸ್ಪರ ಸಹಾಯಿಸುವವರಾಗಿರೋಣ. തീർന്നില്ല, ಅಲ್ಲಿಗೆ ಮುಗಿಯುತ್ತಿಲ್ಲ. മൂന്നാമത്തെ പാഠം, 3ನೇ ಪಾಠ, ഹ്യൂമിലിറ്റി ഓഫ് സ്പിരിറ്റ്. ಆತ್ಮದಲ್ಲಿ ದೀನರಾಗಿರುವಂಥದ್ದು. ആത്മാവിലുള്ള ഒരു താഴ്മ. ಆತ್ಮನಲ್ಲಿ ಬಹಳ ದೀನ ಸ್ವಭಾವ ಉಳ್ಳವರು. പൗലോസ് എന്താ പറയുന്നത് അറിയാമോ? ಪೌಲನ್ ಏನ್ ಹೇಳ್ತಾನೆ ಗೊತ್ತೇ? 8ാമത്തെ വാക്യത്തിൽ പറയുന്നു, 8ನೇ ವಚನದಲ್ಲಿ ಹೇಳ್ತಿದ್ದಾನೆ, നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല. ನೆಡುವವನು ನೀರು ಹೊಯ್ಯುವವನು ಒಂದೇ ಆಗಿದ್ದಾರೆ. വളരുമാറാക്കുന്ന ദൈവമത്രേ. ಆಮೆನ್, ಸ್ತೋತ್ರ. ಬೆಳೆಸುವಂತವನು ದೇವರೇ ಆಗಿದ್ದಾನೆ. അതുകൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും ചെയ്തെന്നല്ല, ನಾವು ಏನೋ ಮಾಡಿದ್ದರಿಂದಲ್ಲ, ഞങ്ങൾ ദൈവത്തിന് കൂട്ടുവേലക്കാർ. ನಾವು ದೇವರ ಜೊತೆ ಕೆಲಸದವರು. നിങ്ങൾ ദൈവത്തിന്റെ കൃഷി, ನೀವು ದೇವರ ಹೊಲವು, ದೇವರ ಕಟ್ಟಡವೂ ಆಗಿದ್ದೀರಿ. ദൈവത്തിന്റെ ഗൃഹനിർമ്മാണം. ದೇವರ ಹೊಲವಾಗಿದ್ದೀರಿ, ದೇವರ ಕಟ್ಟಡವಾಗಿದ್ದೀರಿ. പൗലോസ് ക്ലെയിം ചെയ്യുന്നില്ല ഞങ്ങൾ ഏതാണ്ടൊക്കെ ചെയ്തെന്നല്ല പൗലോസ് പറയുന്നത്. ಪೌಲನ ನಾವೇನೋ ದೊಡ್ಡದು ಮಾಡ್ತಾ ಇದ್ದೀವಿ ಅಂತ ಹೇಳ್ತಿಲ್ಲ. തമ്പുരാന്റെ കൂടെ നിന്നൊന്ന് പണിതേ ഉള്ളൂ. ಓ, ನಾವು ಕೇವಲ ದೇವರ ಜೊತೆ ಕೆಲಸದವರಷ್ಟೇ. ഞങ്ങളല്ല ചെയ്തത്, ನಾವಲ್ಲ ಮಾಡಿದ್ದು, ദൈവം ചെയ്തതാ. ದೇವರು ಮಾಡಿದ್ದಾನೆ. താഴ്മയുള്ള ഒരു ആത്മാവ്. ಆಗ ದೀನ ಸ್ವಭಾವ. All these things are not our achievements. ಇದು ಯಾವುದು ನಾವೇನೋ ಗಳಿಸಿದ್ದಲ್ಲ, മറിച്ച് ಬದಲಾಗಿ ദൈവത്തോട് ചേർന്ന് ഞങ്ങൾ നിന്നപ്പോൾ ദൈവം ചെയ്ത പണികളാണിതെല്ലാം. ದೇವರ ಜೊತೆ ಕೆಲಸದವರಾಗಿ ನಾವು ನಿಂತಾಗ ದೇವರು ಮಾಡಿದ ಕಾರ್ಯಗಳಾಗಿವೆ ಇದು. ഞങ്ങൾക്ക് പ്രശംസിക്കാനൊന്നുമില്ല, ಇದರಲ್ಲಿ ನಮಗೆ ಹೆಚ್ಚಿಸಿಕೊಳ್ಳಿಕ್ಕೆ ಏನು ಇಲ್ಲ. ഞങ്ങൾ കൂടെ നിന്ന് പണിതേ ഉള്ളൂ. ನಾವು ಜೊತೆಯಲ್ಲಿ ನಿಂತು ಕಟ್ಟಿದ್ದೀವಿ ಅಷ್ಟೇ. മുഴുവനും ചെയ്തത് ദൈവമാണ്. ಎಲ್ಲವನ್ನ ದೇವರೇ ಮಾಡಿದ್ದಾನೆ. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯಾ, ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯಾ. എന്നിട്ടാണ് 10 മുതലുള്ള വാക്യങ്ങൾ പൗലോസ് തുടങ്ങുന്നത്. ಆ ನಂತರ 10ನೇ ವಾಕ್ಯದಿಂದ ಪೌಲನು ಹೇಳುವಂತದ್ದು. ആമേൻ. എന്താ പൗലോസ് പറയുന്നത്? ಏನು ಹೇಳ್ತಿದ್ದಾನೆ ಪೌಲನು? ഹല്ലേലൂയ, ഞാനൊരു പണിയിൽ ഏർപ്പെട്ടിരിക്കുകയാ ദൈവത്തോട് ചേർന്ന്. ನಾನು ದೇವರೊಂದಿಗೆ ಸೇರಿ ಒಂದು ಕೆಲಸದಲ್ಲಿ ಏರ್ಪಟ್ಟಿದ್ದೇನೆ. ഹല്ലേലൂയ. ಆಮೆನ್. ഈ പണിയിൽ, ಈ ಕೆಲಸದಲ್ಲಿ ഞാൻ അനുവർത്തിക്കേണ്ടുന്ന ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്, ചില തത്വങ്ങളുണ്ട്. ನಾನು ಕಾಪಾಡಿಕೊಳ್ಳಬೇಕಾದ ಕೆಲವು ನಿಯಮಗಳಿವೆ, ಕೆಲವು ತತ್ವಗಳಿವೆ. 4 പ്രധാന തത്വങ്ങൾ ക്രിസ്തീയ ജീവിതവുമായി ബന്ധപ്പെട്ട് ഞാനും നിങ്ങളും അനുവർത്തിക്കേണ്ടതായിട്ടുണ്ട്. ಕ್ರೈಸ್ತ ಜೀವಿತದಲ್ಲಿ ನಾವು ಅನುಸರಿಸಬೇಕಾದ 4 ಕೆಲವು ತತ್ವಗಳು ಇಲ್ಲಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ തത്വങ്ങളെ ദൈവം ടെസ്റ്റ് ചെയ്യും. അത് ടെസ്റ്റ് ചെയ്യുന്നത് തീ കൊണ്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ಈ ತತ್ವಗಳನ್ನ ದೇವರು ಪರೀಕ್ಷಿಸುತ್ತಾರೆ. ಅದನ್ನು ಪರೀಕ್ಷಿಸುವಂತದ್ದು ಬೆಂಕಿಯಿಂದಲೇ. നാം ഒരുമിച്ച് ഒരു പണിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ನಾವು ಜೊತೆಯಾಗಿ ಒಂದು ಕೆಲಸದಲ್ಲಿ ಏರ್ಪಟ್ಟಿದ್ದೇವೆ. ദൈവവും നമ്മോടുകൂടെ ചേർന്ന് പണിയുക.
അല്ല, ദൈവത്തോട് ചേർന്ന് നമ്മൾ പണിയുകയാണ്. ದೇವರು ನಮ್ಮೊಂದಿಗೆ ಸೇರಿ ಕಟ್ಟುತ್ತಿಲ್ಲ, ಬದಲಾಗಿ ನಾವು ಆತನೊಂದಿಗೆ ಸೇರಿ ഈ ಕಟ್ಟುವವರಾಗಿದ್ದೇವೆ. പണിയിൽ ദൈവദാസന്മാർ മാത്രമല്ല ഉൾപ്പെട്ടിരിക്കുന്നത്. ಈ ಕೆಲಸದಲ್ಲಿ ದೇವರ ಸೇವಕರು ಮಾತ್ರವಲ್ಲ കർത്താവിനെ അറിഞ്ഞ ഓരോ ദൈവ പൈതലും ഒരു വലിയ കെട്ടിടത്തിന്റെ പണിയിലാണ്. ಕರ್ತನನ್ನು ತಿಳಿದ ಪ್ರತಿಯೊಬ್ಬರು ಒಂದು ಮಹಾ ಕಟ್ಟಡದ ಕೆಲಸದಲ್ಲಿ ദൈവരാജ്യത്തിന്റെ പണിക്കാരാണ് ഓരോ വിശ്വാസിയും. ದೇವರ ರಾಜ್ಯದ ಕೆಲಸಗಾರರಾಗಿದ್ದಾರೆ ಒಂದೊಂದು ഈ ವಿಶ್ವಾಸಿಗಳು. പണിയിൽ നാം എങ്ങനെ പണിയുന്നു എന്നത് ദൈവം ടെസ്റ്റ് ചെയ്യും. എന്തുകൊണ്ട് ടെസ്റ്റ് ചെയ്യും? തീ കൊണ്ട് ടെസ്റ്റ് ಈ ചെയ്യും. ಕೆಲಸವನ್ನು ನಾವು ಯಾವ ರೀತಿ ಮಾಡುತ್ತಿದ್ದೇವೆ ಅನ್ನುವಂಥದ್ದನ್ನ ದೇವರು ಪರೀಕ್ಷಿಸುತ್ತಾರೆ, ಬೆಂಕಿಯಿಂದ ಪರೀಕ್ಷಿಸುತ್ತಾರೆ. നമ്മുടെ പണി തീയിൽ സർവൈവ് ചെയ്യുന്നതാണെങ്കിൽ അതിനൊരു പ്രതിഫലമുണ്ട്. ನಮ್ಮ ಕೆಲಸ ಕಾರ್ಯಗಳು ಆ ಬೆಂಕಿಯಲ್ಲಿ ಉಳಿಯುವಂತದಾದ್ರೆ ಅದಕ್ಕೆ ಪ್ರತಿಫಲವುಂಟು. തീയിൽ വെന്തു പോകുന്ന പണിയാണ് നമ്മുടെ പണിയെങ്കിൽ പ്രതിഫലം ഇല്ല. ನಾವು ಕಟ್ಟಿದ್ದು ಆ ಬೆಂಕಿಯಲ್ಲಿ ಉರಿದು ಹೋಗುವಂತದಾಗಿದ್ದರೆ ನಮಗೆ ಪ್ರತಿಫಲವಿಲ್ಲ. മെറ്റീരിയലിനെ കുറിച്ച് നമ്മൾ സൂക്ഷ്മതയുള്ളവരായിരിക്കും. ಹಾಗಾಗಿ ನಾವು ಕೆಲಸ ಮಾಡಲಿಕ್ಕೆ ಉಪಯೋಗಿಸುವ ವಸ್ತುಗಳ ಕುರಿತಾಗಿ ಸೂಕ್ಷ್ಮವಾಗಿರಬೇಕು. ഈ പണിയിൽ പിന്തുടരേണ്ടുന്ന 4 തത്വങ്ങളുണ്ട്. ಈ ಕೆಲಸದಲ್ಲಿ ನಾವು ಉಪಯೋಗಿಸಬೇಕಾದ 4 ತತ್ವಗಳಿವೆ. ഒന്നാമത്തെ തത്വം, ಮೊದಲನೆಯ ತತ್ವ, എന്റെയും നിങ്ങളുടെയും പണിയിൽ ശരിയായ അടിസ്ഥാനം ഉണ്ടാകണം. ನನ್ನ ಮತ್ತೆ ನಿಮ್ಮ ಕೆಲಸಗಳಿಗೆ ಸರಿಯಾದ ಅಸ್ತಿವಾರವಿರಬೇಕು. ശരിയായ അടിസ്ഥാനത്തിന്മേൽ വേണം ഞാനും നിങ്ങളും പണിയുവാൻ. ಸರಿಯಾದ ಅಸ್ತಿವಾರದಲ್ಲಿ ನಿಂತೇ ಇದನ್ನ ಕಟ್ಟುವವರಾಗಿರಬೇಕು. ഹല്ലേലൂയ. അടിസ്ഥാനം ശരിയല്ലെങ്കിൽ നിന്റെ പണി പൊളിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ಅಸ್ತಿವಾರವು ಸರಿಯಲ್ಲದಿದ್ದರೆ ನಿನ್ನ ಕೆಲಸಗಳು ಬಿದ್ದು ಹೋಗುತ್ತದೆ. Lord Jesus, make sure what is your foundation. ಆಮೇಲೆ ಹಾಗಾಗಿ ತಿಳಿದುಕೊಳ್ಳಿರಿ ಎಲ್ಲಿ ನಿಮ್ಮ ಅಸ್ತಿವಾರವು. നിന്റെ അടിസ്ഥാനം ഏതാണ്, ഏതിന്മേലാണ് നീ പണിയുന്നതെന്ന് നീ ശാന്തമായി ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. ನಿಮ್ಮ ಅಸ್ತಿವಾರ ಯಾವುದರ ಮೇಲೆ ಇದೆ ಅನ್ನುವಂಥದ್ದನ್ನ ಶಾಂತವಾಗಿ ಪರೀಕ್ಷಿಸಿಕೊಳ್ಳಿರಿ. 1 കൊരിന്ത്യർ 2-ാം അധ്യായം 2-ാമത്തെ വാക്യം. 1 ಕೊರಿಂಥಿ 2ನೇ ಅಧ್ಯಾಯ 2ನೇ ವಚನ. 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. ನಾನು ಶಿಲುಬೆಗೆ ಹಾಕಲ್ಪಟ್ಟವನಾದ ಯೇಸು ಕ್ರಿಸ್ತನನ್ನೇ ಹೊರತು ಯಾವುದನ್ನು ತಿಳಿಯದವನಾಗಿ ನಿಮ್ಮಲ್ಲಿರುವವನೆಂದು ತೀರ್ಮಾನಿಸಿಕೊಂಡೆನು. ജീവിതത്തിന്റെ പണിയിൽ അല്ല, ദൈവരാജ്യത്തിന്റെ പണിയിൽ ഞാനും നിങ്ങളും ഏർപ്പെട്ടിരിക്കുമ്പോൾ എന്റെയും നിങ്ങളുടെയും പണിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവാണ്. ಆಗ ಈ ಒಂದು ದೇವರ ರಾಜ್ಯದ ಕಟ್ಟುವಿಕೆಯಲ್ಲಿ ನಾನು ಮತ್ತು ನೀವು ತಿಳಿಯಬೇಕಾದಂತ ಒಂದು ವಿಚಾರ, ನಾವು ಕಟ್ಟುವಂಥದ್ದು ಆಮೇಲೆ ಶಿಲುಬೆಗೆ ಏರಿಸಲ್ಪಟ್ಟ ಯೇಸು ಕ್ರಿಸ್ತನು ಎಂಬಂತಹ ಅಸ್ತಿವಾರದ ಮೇಲೆ ಕಟ್ಟಬೇಕಾಗಿದೆ. ഞാനത് വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ನಾನು ಅದನ್ನ ವಿವರಿಸಲು ಬಯಸುತ್ತಿಲ್ಲ. യേശു ക്രിസ്തു ഒരു ഉപമ പറഞ്ഞപ്പോൾ 2 പേര് ഒരു ബിൽഡിംഗ് പണിതതിനെ കുറിച്ച് പറയുന്നുണ്ട്. ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನು 2 ಜನ ಸೇರಿ ಒಂದು ಕಟ್ಟಡವನ್ನು ಕಟ್ಟಿದರ ಕುರಿತಾಗಿ ಹೇಳುತ್ತಿದ್ದಾನೆ. ಒಬ್ಬನಿಗೆ ಉಸುಬಿನ ಮೇಲೆ ಕಟ್ಟುತ್ತಾನೆ, ആഴ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് പണിതു. ಇನ್ನೊಬ್ಬನು ಚೆನ್ನಾಗಿ ಅಗೆದು ಬಂಡೆಯ ಮೇಲೆ ಕಟ್ಟುತ್ತಾನೆ. ഹല്ലേലൂയ, 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 പ്രൈസ് ഗോഡ്. പാറമേൽ പണിതവന്റെ പണി വളരെ പതുക്കിയാ തീർന്നേ. ಬಂಡೆ ಮೇಲೆ ಕಟ್ಟಿದವನ ಕೆಲಸ ಬಹಳ ಸ್ಲೋ ಆಗಿ ಮುಗಿಯಿತು. മറ്റവന്റെ ഹൗസ് ഡെഡിക്കേഷൻ കഴിഞ്ഞപ്പോൾ അവന്റെ ഫൗണ്ടേഷന്റെ കുഴി എടുത്തു കഴിഞ്ഞില്ല. ಆ ಉಸುಬಿನ ಮೇಲೆ ಕಟ್ಟಿದವನ ಮನೆಯ ಪ್ರತಿಷ್ಠೆ ಮುಗಿದಾಗಲೂ ಈ ಒಂದು ಫೌಂಡೇಶನ್ ಕೆಲಸ ಮುಗ್ದಿಲ್ಲ. മറ്റേതെല്ലാം മിനുങ്ങുന്ന ബൾബും ഒക്കെ ഇട്ട് ഹല്ലേലൂയ വലിയ ഭയങ്കര പരിപാടി ബിരിയാണി ഒക്കെ കൊടുത്ത് അവന്റെ ഹൗസിന്റെ ഡെഡിക്കേഷൻ പെട്ടെന്ന് കഴിഞ്ഞു. ಆ ಉಸುಬಿನ ಮೇಲೆ ಕಟ್ಟಿದವನಾದರೂ ಬೇಗ ಕಟ್ಟಿಸಿ ಒಳೆಯುವ ಲೈಟ್ಸ್ ಅನ್ನೆಲ್ಲ ಹಾಕಿ ಬೇಗ ಕಟ್ಟಿ ಮುಗಿಸಿದನು. 2 പേരും തുടങ്ങിയത് ഒരുമിച്ച്. 2 ಜನ ಒಟ್ಟಿಗೆ ಶುರು ಮಾಡಿದ್ರು. മറ്റേ പുള്ളി ഹൗസ് ഡെഡിക്കേഷൻ ഈ പുള്ളിയെ ക്ഷണിക്കാൻ വന്നു. ಅವನು ಇವನನ್ನ ತನ್ನ ಮನೆಯ ಪ್ರತಿಷ್ಠೆಗಾಗಿ ಕರೆಯಕ್ ಬಂದನು. പാവം പിടിച്ചോ നിന്ന് കുഴിക്കുക. ಇವನೀಗ ಈಗಲೂ ಫೌಂಡೇಶನ್ ಕಟ್ತಲೇ ಇದ್ದಾನೆ. എന്തുവാ ഇത്? ಏನಪ್ಪ ಇದು? ഇതുവരെ കഴിഞ്ഞില്ലേ? ಮುಗ್ದಿಲ್ವೋ ಕೆಲಸ? കല്ല് പോലും ഇട്ടില്ലേ? ಕಲ್ಲು ಹಾಕ್ಲಿಲ್ವಾ? ഞാൻ വന്നതേ എന്റെ വീടിന്റെ ഡെഡിക്കേഷൻ. ನಾನು ಬಂದಿದ್ದೇನಿಗೆ ಗೊತ್ತಾ? ನಂದು ಮನೆ ಡೆಡಿಕೇಶನ್ ನಡೀತಿದೆ. പുള്ളി പറഞ്ഞു, എൻ്റെ പൊന്നെ, ഞാൻ കുഴിച്ചിട്ടും ഒരു സ്ട്രോങ് അടിസ്ഥാനം, ഒരു ഫൗണ്ടേഷൻ ഉറപ്പുള്ളട ഇതുവരെ കണ്ടില്ല. ಅದು ಕಂಡಿಟ್ಟೆ ഞാൻ പണി തുടങ്ങുന്നുള്ളൂ. ಅವನು ಹೇಳ್ದ, ನಾನು ಅಗೀತಾ ಇದ್ದೇನೆ, ಇದುವರೆಗೂ ಒಂದು ಬಂಡೆ ಸಿಕ್ಲಿಲ್ಲ. ಬಂಡೆ ಸಿಕ್ಕಿದ ಮೇಲೆ ಅದ್ರ ಮೇಲೆ ಕಟ್ಟಣ ಅಂತಿದ್ದೀನಿ. ഞാൻ കുഴിക്കുക. ಅವನು ಅಗೀತಿದ್ದಾನೆ.
എന്താ അടിസ്ഥാനം? ಓ ಏನು ಅಸ್ತಿವಾರ? യേശു ക്രിസ്തു ഇട്ടിരിക്കുന്ന അടിസ്ഥാനം. ಯೇಸು ಕ್ರಿಸ್ತನು ಆಗಲೇ ಹಾಕಿರುವಂತ ಅಸ್ತಿವಾರ. ഇവനെ നീ കണ്ടെത്തണം കേട്ടോ. ಓ ಈತನನ್ನ ನೀನು ಕಂಡೆತ್ತಬೇಕು. നിന്റെ ക്രിസ്ത്യൻ ലൈഫ് പണിത് തുടങ്ങേണ്ടത് ക്രിസ്തു എന്ന സ്ട്രോങ് ഫൗണ്ടേഷൻ. ನಿನ್ನ ಕ್ರೈಸ್ತ ಜೀವಿತ ನೀನು ಕಟ್ಟಿ ಎಬ್ಬಿಸಬೇಕಾಗಿರುವಂತದ್ದು ಯೇಸು ಎಂಬ ಅಸ್ತಿವಾರದ ಮೇಲೆ. തെറ്റുപറ്റിയില്ല പറഞ്ഞപ്പോ പൗലോസ് പറയുകയാണ്, ഹല്ലേലൂയ, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനം. ಪೌಲನಿಗೆ ಯಾವ ತಪ್ಪು ಸಂಭವಿಸಲಿಲ್ಲ. ಅವನು ಹೇಳ್ತಿದ್ದಾನೆ, ಶಿಲುಬೆಗೇರಿಸಲ್ಪಟ್ಟ ಯೇಸು ಕ್ರಿಸ್ತನು ಎಂಬಂತಹ ಅಸ್ತಿವಾರ. ദൈവശാസ്ത്രപരമായ ഒത്തിരി ആഴമുള്ള പദമാണ് ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു എന്ന്. ದೈವಶಾಸ್ತ್ರದ ಪ್ರಕಾರ ನೋಡುವಾಗ ಅನೇಕ ಆಳವಿರುವಂತ ವಿಚಾರವಾಗಿದೆ ಶಿಲುಬೆಗೇರಿಸಲ್ಪಟ್ಟ ಯೇಸು. ഞാൻ അതിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. ಅದನ್ನು ವಿವರಿಸಲಿಕ್ಕೆ ನನಗೆ ಸಮಯವಿಲ್ಲ. രണ്ടാമത്തെ വിഷയം, ಎರಡನೇ ವಿಷಯ, ശരിയായ മെറ്റീരിയൽസ് ഇതിന് ഉപയോഗിക്കണം. ಸರಿಯಾದ ವಸ್ತುಗಳನ್ನು ಅದಕ್ಕೋಸ್ಕರ ಉಪಯೋಗಿಸಬೇಕು. പറയാണ്, ചില ആളുകൾ പണിയുമ്പോൾ, ಕೆಲವರು ಪೌಲನ್ ಹೇಳ್ತಾನೆ, ಕೆಲವರು ಅದನ್ನ ಕಟ್ಟುವಾಗ ചിലരുടെ പണി പെട്ടെന്ന് തീരും, ಕೆಲವರ ಕೆಲಸ ಬೇಗ ಮುಗಿಯುತ್ತದೆ. ആമേൻ. ചിലരുടെ പണി വളരെ പെട്ടെന്ന് തീരുകയില്ല. ಕೆಲವರ ಕೆಲಸ ಬೇಗ ಮುಗಿಯೋದಿಲ್ಲ. ആമേൻ. ചില ആളുകൾ പണിയുന്നത്, ಕೆಲವರು ಕೆಲಸ ಮಾಡುವಂತದ್ದು, ഹല്ലേലൂയ, പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല് തുടങ്ങിയ സാധനം കൊണ്ട്, ಚಿನ್ನ, ಬೆಳ್ಳಿ, ರತ್ನ, ಬಹಳ ಬೆಲೆ ಬಾಳುವ ವಸ್ತುಗಳಿಂದ. വേറെ ചിലര്, ಆದ್ರೆ ಇನ್ನು ಕೆಲವರು മരം, പുല്ല്, വൈക്കോൽ എന്നിവ കൊണ്ട് പണിയുന്നു. ಕಟ್ಟಿಗೆ, ಹುಲ್ಲು, ಆಪು ಮುಂತಾದವುಗಳಿಂದ ಕಟ್ತಾರೆ. ഈ മരം, പുല്ല്, ವೈಕೋಲ್ ಇದು വെച്ച് പണിയുമ്പോ, ಕಟ್ಟಿಗೆ, ಹುಲ್ಲು, ಆಪು ಇವುಗಳಿಂದ ಕಟ್ಟುವವರು, ഈ മൂന്ന് മെറ്റീരിയലിന് കുറെ പ്രത്യേകതകളുണ്ട്. ಈ ಮೂರು ವಸ್ತುಗಳಿಗೆ ಅಥವಾ ಈ ಮೂರು ಕಾರ್ಯಗಳಿಗೆ ಬಹಳ ಪ್ರತ್ಯೇಕತೆ ಇದೆ. ಇದು ಮೂന്നും ಚೀಪಾണ്, വില കുറഞ്ഞതാ. ಇದು ಮೂರು ಕೂಡ ಬೆಲೆ ಇಲ್ಲದೆ ಬಹಳ ಚೀಪ್ ರೇಟ್ ಅಲ್ಲಿ ಸಿಗುವಂತದ್ದು. ഇത് മൂന്നും ഈസിലി അവൈലബിൾ ആണ്. ಇದು ಯಾವಾಗಲೂ ಎಲ್ಲ ಕಡೆ ಬೇಗ ಸಿಗುವಂತ ವಸ್ತುಗಳಾಗಿದೆ. ഇത് കൊണ്ടുപോകുന്നത് കാണുമ്പോഴേ ആളുകൾക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ಇದನ್ನ ತಗೊಂಡೋಗುವಾಗಲೇ ಎಲ್ರಿಗೂ ಬೇಗ ಜನರಿಗೆ ಗೊತ್ತಾಗ್ತದೆ. ഇത് വെച്ചങ്ങ് പണിയാങ്കിൽ പെട്ടെന്ന് തീരും. ಇದನ್ನ ಇಟ್ಟು ಕಟ್ಟುವುದಾದ್ರೆ ಬೇಗ ಮುಗೀತದೆ. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ. പക്ഷേ ಇದು it is not long lasting. ಅದು ಸದಾಕಾಲ ಇರುವಂತದ್ದಲ್ಲ, നിലനിൽക്കുന്നതല്ല, ನೆಲೆ ನಿಲ್ಲುವಂತದ್ದು ಅಲ್ಲ. ഒരു തീ വന്നാലോ, ಒಂದು ಬೆಂಕಿ ಬಿದ್ರೆ ಸಾಕು, മുഴുവൻ നശിച്ചു പോകും, ಅದೆಲ್ಲವೂ ಹಾಳಾಗ್ತದೆ. ചിലർ ഇത് വെച്ചാ പണിയുന്നത്. ಕೆಲವರು ಇದನ್ನಿಟ್ಟು ಕಟ್ತಿದ್ದಾರೆ. മറ്റൊരു പണിന്ന് വേറെ മൂന്ന് മെറ്റീരിയൽ പറഞ്ഞു. ಆದ್ರೆ ಇನ್ನು ಕೆಲವರು ಇನ್ನೊಂದು ಮೂರು ವಸ್ತುಗಳನ್ನ ಇಟ್ಟು ಕಟ್ತಾರೆ. പൊന്ന്, ಚಿನ್ನ, വെള്ളി, ವಿಲೆಯೇರಿಯ രത്നങ്ങൾ, ರತ್ನ. all these three are not easily available. ಅದು ಮೂರು ವಸ್ತುಗಳು ಕೂಡ ಅಷ್ಟು ಬೇಗ ಸಿಕ್ಕೋದಿಲ್ಲ. ಇದು വാങ്ങി പണിയണമെങ്കിൽ it is costly. ಇದು ತಗೊಂಡು ಕಟ್ಟಬೇಕು ಅಂತ ಹೇಳಿದ್ರೆ ಇದು ಬಹಳ ಬೆಲೆ ಬಾಳುವಂತದ್ದು. വിലയുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഇതിന്റെ അളവ് വളരെ ചെറുതായിരിക്കും. ಬೆಲೆ ತಗೊಂಡು ನೋಡುವಾಗ ಇದರ ತುಂಬಾ ಬೆಲೆ ಕೊಟ್ಟರು ಸ್ವಲ್ಪ ಮಾತ್ರ ಸಿಗ್ತದೆ. പക്ഷേ ഫയർ ടെസ്റ്റിനകത്ത് ഇത് വിത്ത്സ്റ്റാൻഡ് ചെയ്യും. ಆದರೆ ಬೆಂಕಿಯಲ್ಲಿ ಇದು ನಿಲ್ಲುತ್ತದೆ, ಅದು ಕರಗಿ ಹೋಗುವುದಿಲ್ಲ. ഞാൻ അതിനെ ഒന്ന് അപ്ലൈ ചെയ്ത് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മരം, പുല്ല്, വൈക്കോൽ. ಆಗ ಕಟ್ಟಿಗೆ, ಹುಲ್ಲು, ಆಪು. ഇപ്പൊ ഇവിടെ പാസ്റ്റർ ഇതിനെല്ലാം AC വെച്ചപ്പോ, ಇದಕ್ಕೆಲ್ಲ AC ಇಟ್ಟಾಗ ಪಾಸ್ಟರೋട് ഒരു പ്രസ്താവന നടത്തുകയാണ്. ಪಾಸ್ಟರ್ ಹೇಳ್ತಿದ್ದಾರೆ, ಸಹೋದರರೇ, നമ്മുടെ ചർച്ച് മുഴുവൻ AC ആക്കാൻ പോവുകയാണ്. ನಮ್ಮ ಚರ್ಚನ್ನೆಲ್ಲ ನಾವು AC ಮಾಡ್ತಿದ್ದೀವಿ. 448 448 10 AC 10 AC ಇಡಬೇಕು. നമ്മുടെ ചർച്ച് AC ആക്കാൻ 10 എയർ കണ്ടീഷണേഴ്സ് വേണം. ನಮ್ಮ ಚರ್ಚ್ ಏರ್ ಕಂಡೀಷನ್ ಮಾಡಕ್ಕೆ 10 AC ಬೇಕು. ഒരു എയർ കണ്ടീഷണർ, ಒಂದು AC ಗೆ 1 ton or 1.5 ton, 47,000 rupees. വയറിംഗും കൂടെ ചേർത്ത് 47,000 രൂപ ചെലവുണ്ട്. ಆಗ ವೈರಿಂಗ್ ಸೇರಿಸಿ 47,000 ರೂಪಾಯಿ ಖರ್ಚಿದೆ. നിങ്ങൾ ഒരാള് ഒരു AC വാങ്ങി അത് ഫിറ്റ് ചെയ്യാനുള്ള 47,000 രൂപ തന്നാൽ അതിന്റെ മുകളിൽ നിങ്ങളുടെ പേര് എഴുതി വെക്കും. ನಿಮ್ಮಲ್ಲೊಬ್ಬರು ಆ 47,000 ರೂಪಾಯಿ ಕೊಟ್ರೆ, അപ്പൊ നിങ്ങൾ ഒരു AC വാങ്ങി കൊടുത്താൽ നിങ്ങളുടെ പേര് അതിൽ എഴുതി വെക്കും. ನೀವು ಒಂದು AC ತಕೊಟ್ರೆ ಅದರಲ್ಲಿ ನಿಮ್ಮ ಹೆಸರು ಬರೀತಾರೆ. അതിന്റെ താഴെ നിങ്ങളുടെ സീറ്റ് ഇടാം. ಅದರ ಕೆಳಗಡೆ ನಿಮ್ಮ ಚೇರ್ ಹಾಕಬಹುದು. ഇത് പറഞ്ഞിരുന്നെങ്കിൽ, ಇದು ಹೇಳ್ತಿದ್ರೆ, വേണേ 10 AC ഒരാൾ വാങ്ങിച്ചു കൊടുത്തേനെ. 10 ACನೂ ಒಬ್ಬರೇ ತಗೊಳ್ತಿದ್ರು. പക്ഷെ പാസ്റ്റർ പറഞ്ഞില്ല. ಆದ್ರೆ ಪಾಸ್ಟರ್ ಹೇಳಿಲ್ಲ. ആരാ വാങ്ങിക്കൊടുത്തതെന്ന് ഇവിടെ ഇരിക്കുന്ന ആർക്കും അറിയത്തില്ല. ಯಾರೋ ತಕೊಟ್ರು ಅಂತ ಇಲ್ಲಿರುವ ಯಾರಿಗೂ ಗೊತ್ತಿಲ್ಲ. ഒരു സ്തോത്രം പറയാമോ? ಸ್ತೋತ್ರ.
ഇങ്ങനെ പറഞ്ഞാൽ വാങ്ങിക്കൊടുക്കുന്ന പണിയാണ് പുല്ല്, വൈക്കോല്, മരം. ಈ ರೀತಿಯ ಒಂದು ಹೇಳಿಕೆ ಬಂದ ನಂತರ ಕರ್ತನಿಗಾಗಿ ಮಾಡುವವರ ಒಂದು ಸ್ಥಿತಿ ಆಗಿದೆ. ಕಟ್ಟಿಗೆ, ಹುಲ್ಲು, ಆಪು ಎಂಬಂತ ವಸ್ತುಗಳ ಸ್ಥಿತಿ. ഞാൻ കൊടുത്താൽ ഞാനാ കൊടുത്തതെങ്ങനെ മറ്റുള്ളവർ അറിയുന്നേ? ನಾನು ಕೊಟ್ಟಿದ್ದೇನೆ ಅಂತ ಇತರರಿಗೆ ಹೆಂಗ್ ಗೊತ್ತಾಗ್ತದೆ? അങ്ങനെ അറിയിക്കുവാണെങ്കിൽ ഞാൻ കൊടുക്കാം. ಅದೇನಾದ್ರೂ ತಿಳಿಸುವುದಾದ್ರೆ ಕೊಡ್ತೇನೆ. പുല്ലുകൊണ്ടുള്ള പണിയാ. ಅದು ಯಾವುದರಿಂದ ಕಟ್ಟುವಂಥದ್ದು? ಹುಲ್ಲಿನಿಂದ ಕಟ್ಟುವಂಥದ್ದು. നീ കൊടുത്തു, ആരും അറിഞ്ഞില്ല. ಆದ್ರೆ ನೀನು ಕೊಡ್ತಾ ಇದ್ದಿ, ಯಾರಿಗೂ ಗೊತ್ತಿಲ್ಲ. ഒരുപക്ഷെ അടുത്ത സെമസ്റ്റർ കൊച്ചിന് കൊടുക്കാനുള്ള ഫീസ് എടുത്തിട്ടാണ് നിങ്ങൾ കൊടുത്തത്. ಒಂದು ವೇಳೆ ಮುಂದಿನ ಸೆಮಿಸ್ಟರ್ ಅಲ್ಲಿ ಕೊಡಬೇಕಾಗಿರೋ ಫೀಸ್ ತಕೊಂಡು ನೀವು ಕೊಟ್ರಿ. ഇന്നാര് തന്നെന്ന് പോലും ചർച്ചിൽ പാസ്റ്റർ ഒന്നും പറഞ്ഞില്ല. ಪಾಸ್ಟ್ರೆ ಇದು ನಾನೇ ಕೊಟ್ಟಿದ್ದು ಅಂತ ಯಾರಿಗೂ ಹೇಳ್ಬೇಡಿ, ಪಾಸ್ಟ್ರು ಸಭೆಯಲ್ಲಿ ಹೇಳಿಲ್ಲ. നീ കൊടുത്തത് പാസ്റ്റർ അറിഞ്ഞു, ദൈവം അറിഞ്ഞു. ನೀನು ಕೊಟ್ಟಿದ್ದು ಪಾಸ್ಟ್ರಿಗೂ ಗೊತ್ತು, ದೇವರಿಗೂ ಗೊತ್ತು. സ്വർണം, പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, ಚಿನ್ನ, ಬೆಳ್ಳಿ, ರತ್ನ. പ്രതിഫലം തീ ശോധന ചെയ്യുമ്പോൾ അറിയാത്തതിന് ഒരു പ്രതിഫലമുണ്ട്. ಬೆಂಕಿಯಲ್ಲಿ ಶೋಧಿಸಲ್ಪಡುವಾಗ ಯಾರಿಗೂ ಗೊತ್ತಿಲ್ಲದೆ ನೀನು ಮಾಡಿದ ಸಹಾಯಕ್ಕೆ അറിഞ്ഞതിന്റെ പ്രതിഫലം അറിവാ പ്രതിഫലം. ಆಗ ആ പ്രശസ്തി ನಾವೇನಾದ್ರೂ ಕೊಟ್ಟದ್ದು ಇತರರಿಗೆ ಗೊತ್ತಾದ್ರೆ സഹോദരങ്ങളെ, ಆ ಒಂದು ಗೌರವವಾಗಿದೆ, ಅದಕ್ಕಿರುವ ಪ್ರತಿಫಲ. സഹോദരങ്ങളെ, നമ്മുടെ ചർച്ചിൽ 10 AC വെച്ചു. അതിൽ ആമേൻ 10 എണ്ണവും ഇന്ന ബ്രദറാ തന്നത്. എല്ലാരും ചേർന്ന് കൈയടിച്ചേ. ಆ ಪಾಸ್ಟರ್ ಹೇಳ್ತಾರೆ, 10 AC ಒಬ್ಬರೇ ತಕ್ಕೊಟ್ರು, ಅವ್ರ ಹೆಸರು ಹೇಳ್ತಾರೆ, ಎಲ್ಲರೂ ಸೇರಿ ಕೈ ಚಪ್ಪಾಳೆ ತಟ್ಟಿ ಅಂತ ಹೇಳ್ತಾರೆ. ഹല്ലേലൂയ. ബ്രദർ മുന്നോട്ടൊന്ന് വന്നാട്ടെ. ಆ ಬ್ರದರ್ ಮುಂದೆ ಬನ್ರಿ, ആ സ്റ്റേജിലേക്ക് ഒന്ന് വന്ന് നിന്നാട്ടെ. ಸ್ಟೇಜ್ ಮೇಲೆ ಹತ್ರಿ. ആമേൻ. സഹോദരങ്ങളെല്ലാവരും ആ ബ്രദറിന് നേരെ ഒന്ന് കൈ നീട്ടിക്കേ. ನೀವೆಲ್ಲರೂ ನಿಮ್ಮ ಕೈಯನ್ನು ಅವರ ಮೇಲೆ ಚಾಚ್ರಿ. സഭയെല്ലാവരും അദ്ദേഹത്തെ ബ്ലസ് ചെയ്തൊന്ന് പ്രാർത്ഥിച്ചേ. ಸಭೆಯವರೆಲ್ಲರೂ ಅವರನ್ನು ಆಶೀರ್ವದಿಸಿ ಪ್ರಾರ್ಥಿಸಿ. എല്ലാവരും ആത്മാവിലായി കൈയടിച്ചു, പ്രാർത്ഥിച്ചു, പാസ്റ്റർ പ്രാർത്ഥിച്ചു. ഈ പുള്ളി വലിയ പുള്ളിയായി. ആമേൻ. പ്രതിഫലം കഴിഞ്ഞു. ಎಲ್ಲರೂ ಚಪ್ಪಾಳೆ ತಟ್ಟಿದ್ರು, ಆತ್ಮಭರಿತರಾಗಿ ಪ್ರಾರ್ಥಿಸಿದರು. ಈ ವ್ಯಕ್ತಿ ಮಹಾನ್ ವ್ಯಕ್ತಿಯಾಗಿದ್ದಾನೆ. ಈಗ ಪ್ರತಿಫಲವೂ ಕೂಡ ಮುಗಿದೋಯ್ತು. പക്ഷെ നീ ചെയ്യുന്നത് ആരും അറിഞ്ഞില്ലെങ്കിലും, ಆದ್ರೆ ನೀನು ಮಾಡುವಂಥದ್ದು ಯಾರಿಗೂ ಗೊತ್ತಿಲ್ಲದಿದ್ರು, കരമുയർത്തുന്ന മോശയുടെ കൈകളെ താങ്ങുന്ന ഹൂരിന്റെയും അഹരോന്റെയും ജോലി ഞാൻ ചെയ്യുമെന്ന് ಕರವನ್ನ ಮೇಲೆ ಹಿಡಿದಿರತಕ್ಕಂತಹ ಸೇವಕರ ಕೈಗಳನ್ನ ಅಥವಾ ಆ ಹೂರನ್ನು ಯೆಹೋಶುವನು ಮಾಡಿದ ಹೂರನ್ನು ಮತ್ತೆ ಅರೋನನ್ನು ಮಾಡಿದ ಕೆಲಸ ಮಾಡ್ತೀನಿ ಎಂಬುದಾಗಿ ಹೇಳುವಂತ ನೀನು ഒരു തീരുമാനമെടുത്ത നിത്യതയിൽ ഒരു പ്രതിഫലം. ಒಂದು ತೀರ್ಮಾನ ತೆಗೆದುಕೊಳ್ಳುವುದಾದರೆ ನಿತ್ಯ ಜೀವದಲ್ಲಿ ನಿನಗೆ ಪ್ರತಿಫಲ ಉಂಟು. ഞാനിത് പറയുമ്പം, ನಾನಿದನ್ನು ಹೇಳುವಾಗ, അയ്യോ AC വെച്ചപ്പോൾ എത്ര രൂപ ചെലവായെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു, അറിഞ്ഞായിരുന്നു ഞാൻ കൊടുത്തേനെ എന്നിപ്പോൾ ആർക്കെങ്കിലും ഒരു മനപ്രയാസം തോന്നുന്നുണ്ട്. വിഷമിക്കേണ്ട. ഇന്ന് കൊണ്ടുവന്നൊരു 47,000-ന് 50,000 രൂപ കൊണ്ടുവന്ന പാസ്റ്റർ കയ്യിലോട്ടം കൊടുത്താൽ മതി. ಈಗ ಇದನ್ನ ಇಲ್ಲಿ ಹೇಳ್ತಿರೋ, ಅಯ್ಯೋ AC ಇಟ್ಟಿದ್ದಕ್ಕೆ ಇಷ್ಟೆಲ್ಲ ಖರ್ಚಾಯ್ತ, ನಾನು ಏನು ಕೊಟ್ಟಿಲ್ವಲ್ಲ ಅಂತ ನಿಮಗೇನಾದ್ರೂ ಈಗ ಅನ್ಸುತ್ತೆ? ഞാൻ കൊടുക്കായിരുന്നു, കുഴപ്പമില്ല. ഇപ്പൊ അറിഞ്ഞില്ലേ, ഒരു 50,000 കൊണ്ട് ಕೊಡೆ. 47,000 ರೂಪಾಯಿ ಖರ್ಚಾಯ್ತು, ಈಗ ಒಂದು 50,000 ರೂಪಾಯಿ ಮಾಡಿ ಪಾಸ್ಟರ್ ಹತ್ರ ತಗೊಂಡೋಗಿ ಕೊಡ್ತೀನಿ ಅಂತ ನಿಮಗೆ ಮನಸ್ಸು ಬರುದಾದ್ರೆ ಈಗಲೇ ತಗೊಂಡೋಗಿ ಕೊಡಿ. പരിശുദ്ധാത്മാ ആരോടെങ്കിലും പറയുന്നുണ്ട്, മിണ്ടാതിറങ്ങി പോകരുത് കേട്ടോ, കൊടുത്തേച്ച് പോകാവൂ. ಪರಿಶುದ್ಧಾತ್ಮನೇನಾದ್ರೂ ಆ ರೀತಿ ಆಲೋಚನೆ ಹೇಳ್ಕೊಟ್ರೆ ನೀವು ಯಾರು ಸುಮ್ಮನೆ ಸೈತಾನ್ ಕೊಡೋ ಆಲೋಚನೆ ಅಂತ ಹೇಳ್ಕೊಂಡು ಮನೆಗೆ ಹೋಗ್ಬೇಡಿ, ಮಾಡ್ಬೇಕು ಅದನ್ನ. ഒരു സ്തോത്രം പറയാവോ? ಸ್ತೋತ್ರ ಹೇಳ್ಬೋದಾ? ക്ഷീണിച്ചു പോയോ? ಬಳಲಿ ಹೋಗ್ತಿದ್ದೀರಾ? ഒരു നല്ല സ്തോത്രം പറ. ಒಂದು ಒಳ್ಳೆ ಸಮೃದ್ಧಿಯಾದ ಸ್ತೋತ್ರ ಹೇಳಿ. ആരോഗ്യമുള്ള ഒരു സ്തോത്രം പറയുന്നേ. ಆರೋಗ್ಯವುಳ್ಳ ಸ್ತೋತ್ರ ಹೇಳಿ. ആരോഗ്യം പറയണേ പഞ്ചാബി പറയണം അല്ലേ? പഞ്ചാബി. ഓക്കെ, പഞ്ചാബി പറയാം. പഞ്ചാബിಯಲ್ಲಿ ಹೇಳಿ. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. ഹല്ലേലൂയ. അല്ലേലും വയ്യാന്ന് പറയാനല്ല ഞാൻ പറഞ്ഞേ, അല്ലേലുയാന്ന് ഉഷാറോടെ ജോറായിട്ടൊന്ന് പറഞ്ഞേ. ಜೋರಾಗಿ ಹೇಳಿ ನೋಡೋಣ. ഹല്ലേലൂയ. ശക്തിയോടെന്ന് പറഞ്ഞേ. ಶಕ್ತಿಯಾಗಿ. Ready? 1 2 3 start. ഹല്ലേലൂയ. ഹല്ലേലൂയ. Praise God. കരമുയർത്തി നിൽക്കുന്ന മോശയുടെ ಕರವನ್ನ ಮೇಲಕ್ಕೆ ಎತ್ತಿಟ್ಟಿರುವಂತ ಮೋಶೆಯ ಕೈಗಳನ್ನ താങ്ങുന്ന അഹരോന്റെ ജോലി. ಆಮೆನ್. ಸ್ತೋತ್ರ. ಹಿಡಿಯುವಂತಹ ಒಂದು ಅರೋನನ ಕೆಲಸ. പ്രശസ്തിക്ക് വേണ്ടിയല്ല, ಪ್ರಶಸ್ತಿಗಾಗಿ ಅಲ್ಲ, മറ്റുള്ളവർ അറിയാനല്ല, ಇನ್ನೊಬ್ಬರು ಗೊತ್ತಾಗ್ಲಿ ಅಂತಲೂ ಅಲ್ಲ,
എന്റെ പേര് വലുതാകാനല്ല, ನನ್ನ ಹೆಸರು ದೊಡ್ಡದಾಗ್ಲಿ ಅಂತಲೂ ಅಲ್ಲ, ദൈവരാജ്യത്തിന്റെ വ്യാപ്തി ದೇವರ ರಾಜ್ಯದ ವ್ಯಾಪ್ತಿ എന്നാലാവത് ഞാൻ ചെയ്യും. ನನ್ನಲ್ಲಾಗುವಂತ ಸಹಾಯ ನಾನು ಮಾಡ್ತೀನಿ. യേശു കർത്താവിന്റെ അടുക്കൽ ഒരു വെങ്കല ഭരണി നിറയെ ആമേൻ സ്വച്ഛ ജഡമാംസി തൈലം കൊണ്ടുവന്ന് തൈലത്തിന്റെ കുപ്പി പൊട്ടിച്ച് ആമേൻ യേശുവിന്റെ കാലിൽ പൂശിയ ഒരു സഹോദരിയെ കുറിച്ച് യേശു കർത്താവ് ആമേൻ കൂടി നിന്നവരെല്ലാം പറഞ്ഞു പാഴിച്ചലവ്. പക്ഷെ യേശു പറഞ്ഞു അവൾ തന്നാലാവത് ചെയ്തു. ಯೇಸು ಕ್ರಿಸ್ತನ ಒಂದ್ಸಲ ಕೂತ್ಕೊಂಡಿದ್ದಂಥ ಸಮಯದಲ್ಲಿ ಅಚ್ಚಜಟ ಮಾಂಸ ತೈಲವನ್ನು ಬಹಳ ಬೆಲೆ ಬಾಳುವಂತಹ ಆ ಒಂದು ತೈಲ ತಗೊಂಡು ಬಂದು ಆ ಯೇಸು ಕ್ರಿಸ್ತನ ಪಾದವನ್ನು ತೊಳೆದು ತನ್ನ ತಲೆ ಕೂದಲಿನಿಂದ ಒರೆಸಿದಂಥ ಸಮಯದಲ್ಲಿ ಅನೇಕರು ಹೇಳ್ತಾರೆ ಇವಳೇನು ಕೆಲಸ ಮಾಡ್ತಿದ್ದಾಳೆ ಅಂತ. ಆಗ ಯೇಸು ಸ್ವಾಮಿ ಹೇಳ್ತಿದ್ದಾರೆ, ಅವಳು ತನ್ನಲ್ಲಿ ಇದ್ದಂತಹ ಆ ಬಹು ಬೆಲೆ ಬಾಳುವ ತೈಲವನ್ನೆಲ್ಲ ನನಗೋಸ್ಕರ ಅವಳು ಖರ್ಚು ಮಾಡಿದ್ದಾಳೆ ಎಂಬುದಾಗಿ. തന്ನಲ್ಲಿ തനിಗೆ ആകുವಂಥದ್ದನ್ನು ಅವಳು ಮಾಡಿದ್ದಾಳೆ. എൻ്റെ മകൻ്റെ വൈഫിനെ കുറിച്ചൊരു സാക്ഷ്യം അവളുടെ അമ്മ പറഞ്ഞത് ഈ സമയത്ത് എൻ്റെ മനസ്സിലേക്ക് വരുന്നു. ನನ್ನ ಮಗನ ಹೆಂಡತಿಯ ಕುರಿತಾದಂಥ ಒಂದು ಸಾಕ್ಷ್ಯ ಅವಳ ತಾಯಿ ಹೇಳಿದ್ದನ್ನ ನಾನು ನೆನೆಸ್ಕೊಳ್ತಿದ್ದೇನೆ. അമേരിക്കയിലാണ് അവൾ ജനിച്ചത് വളർന്നതും ഒക്കെ. ಅಮೆರಿಕದಲ್ಲಿ ಅವಳು ಜನಿಸಿದ್ಲು ಬೆಳೆದಳು. പക്ഷെ ഇന്ത്യക്കാരിയായിട്ടാണ് അവൾ ജീവിച്ചത്. ಆದರೆ ಇಂಡಿಯಾದವಳಾಗಿ ಭಾರತದವಳಾಗಿ ಅವಳು ಅಲ್ಲಿ ಜೀವಿಸಿದ್ಲು. പ്രൈസ് ദി ലോർഡ്. ಕಲ್ಯಾಣ കഴിഞ്ഞ അവർ ഹണിമൂണിന് പോയത് ബീഹാറിലെ ഗ്രാമത്തിലാണ്. ಮದುವೆ ಮುಗಿಸಿ ಅವರು ಹನಿಮೂನ್ಗೆ ಹೋಗಿದ್ದು ಬಿಹಾರದಲ್ಲಿರುವಂತ ಒಂದು ಗ್ರಾಮಕ್ಕೆ. തിരികെ വരുമ്പോൾ കൈയെല്ലാം ഇൻഫെക്ഷൻ ആയി. ಮತ್ತೆ ಹಿಂತಿರುಗಿ ಬರುವಾಗ ಕೈಯಲ್ಲೆಲ್ಲ ಇನ್ಫೆಕ್ಷನ್ ಆಗಿದೆ. ഞാൻ അവളോട് ചോദിച്ചു, മോളെ, ನಾನು ಅವಳಿಗೆ ಕೇಳಿದೆ, ಮಗಳೇ ഇനിയും ബീഹാറിന് പോണോ? ಇನ್ನು ಬಿಹಾರಿಗೆ ಹೋಗ್ಬೇಕಾ? ഞാൻ വിചാരിച്ചു പപ്പാ ഞാൻ ഇനി പോകത്തില്ലെന്ന് പറയുമെന്ന് വിചാരിച്ചു. ಅಯ್ಯೋ ನಾನು ಇನ್ನು ಮುಂದೆ ಹೋಗಲ್ಲ ಅಂತ ಹೇಳ್ತಾಳೆ ಅಂತ ಅನ್ಕೊಂಡಿದ್ದೆ. അവള് പറഞ്ഞു, പപ്പാ ഇനി പോണം പപ്പാ, ഇനിയും പോണം, കഷ്ടമുണ്ട് പപ്പാ, പാവങ്ങളാ പപ്പാ, അവരെ സഹായിക്കാൻ ആരുമില്ല പപ്പാ, ഇനിയും പോണം പപ്പാ. ಅವಳು ಹೇಳಿದ್ಲು, ಪಪ್ಪ ಇನ್ನೂ ನನಗೆ ಹೋಗ್ಬೇಕು, ಅಲ್ಲಿ ಬಹಳ ಬಡವರಿದ್ದಾರೆ, ಅವರಿಗೆ ಸಹಾಯ ಮಾಡೋರು ಯಾರು ಇಲ್ಲ, ನಾನು ಇನ್ನೂ ಹೋಗ್ತೀನಿ ಅಂತ. അവളെ ടെസ്റ്റ് ചെയ്യാനാ എൻ്റെ മോൻ അങ്ങോട്ട് കൊണ്ടുപോയേ. ಇವಳನ್ನ ಟೆಸ್ಟ್ ಮಾಡೋದಕ್ಕಾಗಿ ನನ್ನ ಮಗನು ಅವಳನ್ನ ಕರ್ಕೊಂಡು ಹೋಗಿದ್ದು. ഭയങ്കര ഡെഡിക്കേഷൻ ഒക്കെ പറഞ്ഞിട്ടാ അവൻ ಇವളെ കെട്ടാൻ തീരുമാനിച്ചേ. ಬಹಳ ಸಮರ್ಪಣೆಯನ್ನೆಲ್ಲ ಹೇಳಿದ್ದರಿಂದ ಮದುವೆ ಮಾಡ್ತೀನಿ ಅಂತ ಅನ್ಕೊಂಡಿದ್ದು. എല്ലാവർക്കും അറിയാവുന്ന ഒരു ചെറുക്കനെ ഭർത്താവായിട്ട് കിട്ടാൻ വേണ്ടി ഇവള് തട്ടിപ്പ് പറഞ്ഞാണോ എന്ന് അറിയാൻ ഇവനെ കൊണ്ടുപോയതാ. ಒಂದು ವೇಳೆ ಈ ಹೇಳಿದೆಲ್ಲ ಸರಿಯೋ ತಪ್ಪು ಅಂತ ಚೆಕ್ ಮಾಡ್ಲಿಕ್ಕೆ ಇವಳನ್ನ ಕರ್ಕೊಂಡು ಹೋಗಿದ್ದು. അവള് പറഞ്ഞത് സത്യമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമായി. ಅವಳು ಹೇಳಿದ್ದು ಸತ್ಯವು ಅಂತ ನನಗೆ ಗೊತ್ತಾಯ್ತು. ಇವಳು ചെറിയ സ്കൂളിൽ പഠിക്കുമ്പോ, ಸಣ್ಣ ಸ್ಕೂಲಲ್ಲಿ ಕಲಿತಿದ್ದಾಗ ಇವಳ ചെറിയൊരു ഹെൽപ്പൊക്കെ ഇവളുടെ അമ്മയ്ക്ക് ചെയ്തു കൊടുക്കും. ಸಣ್ಣ ಸಣ್ಣ ಸಹಾಯಗಳನ್ನ ತಾಯಿಗೆ ಮಾಡ್ಕೊಡ್ತಿದ್ಲಂತೆ. എന്നിട്ട് പറയും, മമ്മി ഞാൻ ഇന്ന കാര്യം ചെയ്തിട്ടുണ്ട്, $1 തരാവോ? ಆನಂತರ ಅವಳು ಹೋಗಿ ಕೇಳ್ತಿದ್ದಾಳೆ, ನಾನು ಇಂಥ ಕೆಲಸ ಮಾಡಿದ್ದೀನಿ, $1 ದುಡ್ಡು ಕೊಡಿ. ഈ ഡോളർ കൊണ്ട് ഇവളൊരു ഡപ്പയ്ക്കകത്തിട്ട് വെക്കും. ಆ ಡಾಲರ್ ತಗೊಂಡೋಗಿ ಒಂದು ಡಬ್ಬಿಯಲ್ಲಿ ಶೇಖರಣೆ ಮಾಡ್ತಿದ್ದೆ. ഇവളുടെ അമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവ്, അവളുടെ അപ്പച്ചൻ, ആമേൻ, അവൾ അപ്പച്ചൻ എന്നാ വിളിക്കുന്നത്, ഈ അപ്പച്ചന്റെ ഷൂ ഒക്കെ ഇവള് പോളിഷ് ചെയ്ത് കൊടുക്കും. ಇವಳ ತಾಯಿಯ ಅಣ್ಣನ ಶೂ ಅನ್ನೆಲ್ಲ ಇವಳು ಪಾಲಿಶ್ ಮಾಡಿ ಕೊಡ್ತಿದ್ಲಂತೆ. പോളിഷ് ചെയ്ത് വെച്ച് പറയും, $2 തരാമോ, $1 തരാമോ? ಪಾಲಿಶ್ ಮಾಡ್ಬಿಟ್ಟು ಹೋಗಿ ಕೇಳ್ತಿದ್ಲಂತೆ, ನನಗೆ $1 ಕೊಡು. ഒന്ന് കിട്ടിക്കഴിയുമ്പോൾ പറയും, അപ്പച്ച ഒന്നുകൂടെ തരാമോ? $1 ಸಿಕ್ಕಿದ ಮೇಲೆ ಹೇಳ್ತಿದ್ಲಂತೆ, $1 ಕೂಡ ಕೊಡಿ. ഇങ്ങനെ വാങ്ങി ഇവള് ഡപ്പയ്ക്കകത്തിട്ട് സൂക്ഷിച്ചു വെക്കും. ಈ ರೀತಿ ತೆಗೆದು ಆ ಡಬ್ಬಿಯಲ್ಲಿ ಶೇಖರಣೆ ಮಾಡ್ತಿದ್ಲಂತೆ. ഒരിക്കൽ ಒಂದ್ಸಲ ഇവളുടെ സ്കൂളിൽ, ಅವಳ ಸ್ಕೂಲಲ್ಲಿ ഇന്ത്യയിലെ ഒരു മിഷണറിയെ സഹായിക്കാനായിട്ട്, ಭಾರತ ದೇಶದ ಒಬ್ಬ ಮಿಷನರಿಗೆ ಸಹಾಯ ಮಾಡೋದಕ್ಕಾಗಿ എല്ലാവരും പൈസ കൊടുക്കണം, ಎಲ್ಲರೂ ದುಡ್ಡು ಕೊಡಬೇಕು ಅಂತ എന്ന് ടീച്ചർ ആവശ്യപ്പെട്ടു. ಟೀಚರ್ ಹೇಳಿ ಕಳಿಸಿದ್ರಂತೆ. ഇവളുടെ ഡപ്പ എടുത്ത് ಇವಳು ಮನೆಗೆ ಬಂದು ಅವಳ ಡಬ್ಬಿ ತೆಗೆದುಕೊಂಡು ഇവളുടെ ടീച്ചറുടെ കയ്യിൽ കൊണ്ട് കൊടുത്തു. ಟೀಚರ್ ಕೈಯಲ್ಲಿ ಕೊಟ್ಲಂತೆ. ടീച്ചർ അവരോട് പറഞ്ഞു, ഇത് മുഴുവൻ എടുത്തോളാൻ പറഞ്ഞു. ಟೀಚರ್ಗೆ ಅವಳು ಹೇಳಿದ್ಲಂತೆ, ಈ ಡಬ್ಬಿಯಲ್ಲಿ ಎಷ್ಟಿದೆಯೋ ಅದೆಲ್ಲ ತಗೊಳ್ಳಿ ಅಂತ. ഡപ്പയിലിട്ട് സൂക്ഷിച്ചവൻ പറഞ്ഞു, എനിക്കൊരു ഡ്രസ്സ് വാങ്ങിക്കാനാണെന്ന് പറഞ്ഞാണ് അതിനകത്തുള്ള. ಈ ಡಬ್ಬಿಯಲ್ಲಿ ಶೇಖರಣೆ ಮಾಡಿದ್ದು ಯಾಕೆ? ನನಗೆ ಬಟ್ಟೆ ತಗೊಳ್ಳಿಕ್ಕೆ ಅಂತ ಶೇಖರಣೆ ಮಾಡಿದ್ದು. ഈ ഡപ്പയിലെ പണം എണ്ണിയപ്പോൾ ഏതാണ്ട് $450 ഉണ്ട്. ಈ ಡಬ್ಬಿಯಲ್ಲಿದ್ದಂಥ ದುಡ್ಡನ್ನು ಲೆಕ್ಕಾಚಾರ ಮಾಡುವಾಗ ಸುಮಾರು $450 ದುಡ್ಡಿತ್ತು. ടീച്ചർ ഇവളുടെ മമ്മിയെ വിളിച്ചു. ಟೀಚರ್ ಏನ್ ಮಾಡಿದ್ಲಂತೆ, ಅವರ ತಾಯಿಯನ್ನ ಕರೀತಾರೆ. Your daughter has given a huge amount of money as donation. ಈ ನಿಮ್ಮ ಮಗಳು ಬಂದು ದೊಡ್ಡ ಒಂದು ಬೆಲೆ ಬಾಳುವಂತ ತುಂಬಾ ದುಡ್ಡನ್ನು ತಂದುಕೊಟ್ಟಿದ್ದಾರೆ. Can I take it? ನಾನು ತಗೊಳ್ಬೋದಾ? From where she got that money? ಇಷ್ಟೊಂದು ದುಡ್ಡು ಅವಳಿಗೆ ಎಲ್ಲಿಂದ ಸಿಕ್ತು?
Do you know that she has? ನಿಮಗೆ ಗೊತ್ತಿದೆ ಅವಳು ಇಷ್ಟು ದುಡ್ಡು ತಂದಿರೋ ವಿಚಾರ? ಇವಳು ಅടിച്ചു മാറ്റിക്കൊണ്ട് വന്നാണോ നീ അറിഞ്ഞുള്ള മണിയാണ്? ಇವಳೇನಾದ್ರೂ ಕದ್ದು ತಂದ್ಲ, ಇಲ್ಲ ನಿನಗೆ ಗೊತ್ತಿದೆಯಾ ಈ ವಿಚಾರ? അവളുടെ മമ്മി സ്റ്റോറി മുഴുവൻ പറഞ്ഞു. ಅವಳ ತಾಯಿ ಈ ಸ್ಟೋರಿಯನ್ನೆಲ್ಲ ಹೇಳದ್ಲಂತೆ. അത് മുഴുവൻ അവൾ സ്വയമായി ഞങ്ങളൊക്കെ അവൾക്ക് കൊടുത്തത് സൂക്ഷിച്ചു വെച്ച പണമാണ്. ಅದೆಲ್ಲವೂ ನಾನು ಆಮೇಲೆ ನಾವೇ ಅವಳೇ ಶೇಖರಣೆ ಮಾಡಿಟ್ಟಂತ ದುಡ್ಡಾಗಿತ್ತು ಅಂತ ಹೇಳಿದ್ಲು. Actually it is her pocket money. ಅದು ಅವಳ ಪಾಕೆಟ್ ಮನಿ ಆಗಿತ್ತು. You can take it. ನಿಮಗೆ ತಗೊಳ್ಬಹುದಾಗಿದೆ. 5 വയസ്സ് 6 വയസ്സോ 7 ವಯಸ್ಸೋ ഒക്കെ പ്രായമുള്ളപ്പോൾ 6-7 ವಯಸ್ಸಿರುವಂತ ಸಮಯದಲ್ಲಿ ಮಾಡಿದಂತ ಒಂದು ಕೆಲಸವಾಗಿತ್ತು. 7 വയസ്സുള്ളൊരു പെൺകുഞ്ഞിന് 7 ವಯಸ್ಸಿರತಕ್ಕಂತ ಒಂದು ಹೆಣ್ಣು ಹುಡುಗಿಗೆ കയ്യിൽ ലഭിച്ച ചില്ലറ നാണയങ്ങൾ, ಕೈಯಲ್ಲಿ ಸಿಕ್ಕಿದಂತ ಚಿಲ್ಲರೆ ನಾಣ್ಯಗಳು സൂക്ഷിച്ചു വെച്ച് ദൈവരാജ്യത്തിന് വേണ്ടി കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ, ಶೇಖರಣೆ ಮಾಡಿ ಅದನ್ನ ದೇವರ ರಾಜ್ಯಕ್ಕೆ ಕೊಡ್ಲಿಕ್ಕೆ ಸಾಧ್ಯವಾದ್ರೆ എനിക്കും നിങ്ങൾക്കും സാധ്യമാണ്. ನನಗೂ ನಿಮಗೂ ಸಾಧ್ಯವಿದೆ. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സാധ്യമാണ്. ನಿಮ್ಮಲ್ಲಿ ಇಲ್ಲಿರುವಂತ ಮಕ್ಕಳಿಗೆ ಸಾಧ್ಯ. നിങ്ങൾ മുട്ടായി വാങ്ങാൻ ഉപയോഗിക്കുന്ന പണം, ನೀವು ಚಾಕ್ಲೇಟ್ಗಾಗಿ ತಗೊಳ್ಳುವಂತ ದುಡ್ಡು, ആരോരുമില്ലാത്ത പാവങ്ങൾ ഇവിടെയുള്ളവർക്ക് കൊടുക്കാൻ ഒരു ഡബ്ബയിലിട്ട് സൂക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലേ? ಯಾರು ಇಲ್ಲದೆ ಇರುವಂತವರಿಗಾಗಿ ಅನಾಥರಿಗಾಗಿ ಕೊಡುವುದಕ್ಕೋಸ್ಕರ ನಿಮಗೆ ಅದನ್ನೊಂದು ಡಬ್ಬಿಯಲ್ಲಿ ಶೇಖರಣೆ ಮಾಡಬಹುದು. ഒരു നേരത്തെ അവരുടെ ആഹാരത്തിന് അത് ഉതകിയാൽ, ಒಂದು ವೇಳೆ ಅವರ ಒಂದು ಹೊತ್ತಿನ ಆಹಾರಕ್ಕಾಗಿ ಅದು ಪ್ರಯೋಜನವಾದ್ರೆ നിത്യതയെ പ്രതിഫലമുണ്ട്. ನಿತ್ಯ ಜೀವದಲ್ಲಿ ನಮಗೆ ಪ್ರತಿಫಲ ಉಂಟು. നമുക്ക് പറ്റില്ലേ? ನಮಗೆ ಸಾಧ್ಯವಿಲ್ಲವೋ? സാധ്യമല്ലേ? ಸಾಧ್ಯವಿದೆಯಾ? കടയിൽ പോയി തിരികെ വരുമ്പോൾ കിട്ടുന്ന ചെറിയ നാണയങ്ങൾ ഒന്ന് മാറ്റി വെച്ചാൽ, ഒന്ന് സേവ് ചെയ്താൽ, ಅಂಗಡಿಗೆ ಹೋಗಿ ವಾಪಸ್ ಬರುವಾಗ ಸಿಕ್ಕುವಂತಹ ಚಿಲ್ಲರೆ ದುಡ್ಡನ್ನ ನೀವು ಬದಿಗಿಡುವುದಾದ್ರೆ, you can make a huge amount of money. ನಿಮಗೆ ತುಂಬಾ ದುಡ್ಡನ್ನ ಶೇಖರಣೆ ಮಾಡಬಹುದಾಗಿದೆ. ഇന്ത്യയിലെ മിഷൻ പ്രവർത്തനത്തിനുള്ള പണം ഇന്ത്യയിലുണ്ട്, നമ്മുടെ കയ്യിലുണ്ട്. ಭಾರತ ದೇಶದಲ್ಲಿ ಸೇವೆಗೆ ಎಷ್ಟು ದುಡ್ಡು ಬೇಕೋ ಅಷ್ಟೆಲ್ಲ ದುಡ್ಡು ನಮ್ಮ ಕೈಯಲ್ಲೇ ಇದೆ. നിങ്ങളുടെ ചർച്ച ചെയ്യുന്ന ഈ വലിയ ദൗത്യത്തിന് സപ്പോർട്ട് ചെയ്യാനുള്ള പണം ദൈവം നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ട്. ನಿಮ್ಮ ಸಭೆ ಮಾಡತಕ್ಕಂತ ಇಲ್ಲಿನ ಎಲ್ಲಾ ಸೇವೆಗಳಿಗೆ ಬೇಕಾಗಿರುವ ಖರ್ಚು ವೆಚ್ಚಕ್ಕೆ ಎಷ್ಟು ದುಡ್ಡು ಬೇಕೋ ಅಷ್ಟು ದುಡ್ಡು ನಿಮ್ಮೊಳಗೆ ಇದೆ. കയ്യിലുള്ള കുഞ്ഞു കുഞ്ഞു നാണയങ്ങൾ, ನಿಮ್ಮಲ್ಲಿರುವ ಸಣ್ಣ ಸಣ್ಣ ನಾಣ್ಯಗಳು ഒന്ന് സേവ് ചെയ്തിട്ട്, ಅದನ್ನೊಂದು ಶೇಖರಣೆ ಮಾಡಿ, ചില ആവശ്യങ്ങൾ ഒന്ന് സാക്രിഫൈസ് ചെയ്തിട്ട്, ಸ್ವಲ್ಪ ಅಗತ್ಯತೆಗಳಿಗೆಲ್ಲ ತ್ಯಾಗ ಮಾಡಿ കർത്താവിന് വേണ്ടി കൊടുത്താൽ, ಕರ್ತನಿಗಾಗಿ ನೀವು ಕೊಡುವುದಾದ್ರೆ, തീയിൽ ശോധന കഴിക്കുന്ന പ്രതിഫലം വിഭാഗിക്കുന്ന ദിവസം നിങ്ങൾക്കും ചിലത് പ്രാപിക്കാൻ, ಪ್ರತಿಫಲ ಕೊಡುವ ದಿವಸ ಆ ಬೆಂಕಿಯ ಶೋಧನೆಯ ಸಮಯದಲ್ಲಿ ನಿಮಗೂ ಕೆಲವು ಪ್ರತಿಫಲವು ಸಿಗುತ್ತದೆ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നോക്കുക, ആമേൻ. ആദ്യത്തെ 3 നശ്വരമാണ്, പെട്ടെന്ന് ലഭിക്കുന്നതാണ്, സാധാരണമാണ്, വില കുറഞ്ഞതാണ്, ആമേൻ, നശ്വരമായതാണ്. ಆಮೇನ್. ಆಗ ಮೊದಲು ಸಿಕ್ಕುವಂಥದ್ದು ಆ ಕೆಲಸಗಳೆಲ್ಲವೂ ನಶಿಸಿ ಹೋಗುವಂಥದ್ದಾಗಿದೆ, ನಶ್ವರವಾದದ್ದಾಗಿದೆ, ಬೆಲೆ ಕಡಿಮೆ ಇರುವಂಥದ್ದಾಗಿದೆ. എന്നാൽ ಆದರೆ ആമേൻ, ഗോൾഡ്, സിൽവർ, പ്രഷ്യസ് സ്റ്റോൺ ഇവ പെർമനന്റ് ആണ്, ബ്യൂട്ടിഫുൾ ആണ്, വാല്യുബിൾ ആണ്, കിട്ടാൻ പ്രയാസമുള്ളതാണ്. ಚಿನ್ನ, ಬೆಳ್ಳಿ, ರತ್ನ ಬಹಳ ಬೆಲೆ ಬಾಳುವಂಥದ್ದು, ಯಾವಾಗಲೂ ಸಿಕ್ಕುವುದಿಲ್ಲ. ಆಮೇನ್, ತುಂಬಾ ಕಷ್ಟವಾಗಿದೆ, ಆದರೆ ಅದು ನಿಲ್ಲುವಂಥದ್ದಾಗಿದೆ. നാം പണിയുന്നത് നിലനിൽക്കുന്ന വസ്തുക്കളെ കൊണ്ടോ നശ്വരമായതിനെ കൊണ്ടോ? ನಾವು ಕಟ್ಟುವಂಥದ್ದು ನಿಲ್ಲುವಂತಹ ವಸ್ತುಗಳಿಂದಲೋ ಇಲ್ಲ ತಾತ್ಕಾಲಿಕವಾದ ವಸ್ತುಗಳಿಂದಲೋ? ഞാൻ അടുത്ത 10 മിനിറ്റിനുള്ളിൽ അവസാനിപ്പിക്കാം. ನಾನು ಮುಂದಿನ 10 ನಿಮಿಷದಲ್ಲಿ ನಿಲ್ಲಿಸುತ್ತೇನೆ. ഹല്ലേലൂയ. മൂന്നാമത്തെ തത്വം, ಮೂರನೆಯ ತತ್ವ, നിങ്ങൾ പണിയുമ്പോൾ you should have a right plan. ശരിയായ പ്ലാൻ നിങ്ങൾക്കുണ്ടാകും. ನೀವು ಕಟ್ಟುವಾಗ ನಿಮಗೆ ಸರಿಯಾದ ಪ್ಲಾನ್ ಇರಬೇಕು. ലോകം, ആമേൻ, അതിന്റെ കാര്യങ്ങളെ പണിയുന്നത്, ಲೋಕವು ಅದರಲ್ಲಿರುವಂಥದ್ದನ್ನೆಲ್ಲ ಕಟ್ಟುವಂಥದ್ದು, ആമേൻ, 4 പ്രത്യേക വിഷയങ്ങളെ കൊണ്ടാണ്. 4 ಪ್ರತ್ಯೇಕ ವಿಚಾರಗಳಿಂದ. ഒന്ന് പ്രൊമോഷൻ, ಒಂದು ಪ್ರಮೋಷನ್, പരസ്യം, ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുക, ഇല്ലാത്തത് ഉണ്ടെന്ന് കാണിച്ച് പ്രൊമോട്ട് ചെയ്യുക. ಅಂದ್ರೆ ಇಲ್ಲದೆ ಇರುವಂತದನ್ನ ಇದೆ ಅಂತ ಶೋ ಮಾಡುವಂಥದ್ದು, നമ്പർ ತೋರಿಸುವಂಥದ್ದು. 2 is prestige, അഭിമാനം. ಎರಡನೇದಾಗಿ ಅಭಿಮಾನದಿಂದ. അഭിമാനമല്ലേ? അല്ലേ? പ്രസ്റ്റീജ്, അഭിമാനം. 3 മണി, പണം. ಮೂರನೇದು ದುಡ್ಡು. 4 ഫേമസ് പീപ്പിൾ. 4ನೇದಾಗಿ ಪ್ರಸಿದ್ಧ ಜನರು. ദൈവദാസന് ഈസി ആയിട്ട് പണം ഉണ്ടാക്കാം. ഇവിടെ ಈ ಸೇವಕರಿಗೆ ಬಹಳ ಈಸಿಯಾಗಿ ದುಡ್ಡು ಮಾಡಬಹುದು. ഇവിടെ ഒരു ഫംഗ്ഷൻ വെച്ചിട്ട്, ഒരു ആനുവൽ പ്രോഗ്രാം വെച്ചിട്ട്, ಇಲ್ಲೊಂದು ವಾರ್ಷಿಕ ಹಬ್ಬ ಇಟ್ಕೊಂಡು,
ഇവിടുത്തെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരു സിനിമ നടനെ ഇവിടെ വരുത്തിയിട്ട് ಇಲ್ಲಿನ ಯಾವುದಾದ್ರೂ ಫೇಮಸ್ ಆಗಿರುವ ನಟನನ್ನ ಕರೆದುಬಿಟ್ಟು നല്ല ക്രിസ്തീയ പാട്ടുകാരെ ഇവിടെ കൊണ്ടുവന്ന് ആ പ്രോഗ്രാം ഒരു സിനിമാ നടനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ച് ടിക്കറ്റ് വെച്ചൊരു പ്രോഗ്രാം നടത്തിയാൽ ഇഷ്ടം പോലെ പൈസ കിട്ടും. ಆ ಸಿನಿಮಾ ನಟನಿಲ್ ಬಂದಾಗ ಪ್ರೋಗ್ರಾಮ್ಸ್ ಎಲ್ಲ ಏರ್ಪಡಿಸಿ ಅದಕ್ಕೆ ಇರುವಂತ ಫೀಸನ್ನೆಲ್ಲ ಇಟ್ಕೊಂಡು ಟಿಕೆಟ್ ಇಟ್ಕೊಂಡು ಆ ಪ್ರೋಗ್ರಾಮ್ ನಡೆಸಿದ್ರೆ ತುಂಬಾ ದುಡ್ಡು ಬರ್ತದೆ. തമ്പുരാൻ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യത്തില്ല. ಆದ್ರೆ ದೇವರು ಅದಕ್ಕೆ ಆಮೇಲೆ ಸ್ತೋತ್ರ ಗೌರವಿಸುವುದಿಲ್ಲ. അങ്ങനെ പണം ഉണ്ടാക്കാൻ പറ്റും. ಆ ರೀತಿ ದುಡ್ಡು ಮಾಡ್ಕೋಬಹುದು. ആരുടെ മുന്നിൽ നിങ്ങളോട് ആരോടും ഒന്നും പറയാതെ കർത്താവിന്റെ ദാസൻ ഈസി ആയിട്ട് ഈ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു ನಿಮಗೆ ಯಾರಿಗೂ ಕೇಳದೇನೆ ಇದನ್ನ ಈ ಸಂಸ್ಥೆಯನ್ನು ಮುನ್ನಡೆಸಬಹುದು. ಅವರಿಗೆ once in a year അങ്ങനെ ഒരു പ്രോഗ്രാം നടത്തിയാൽ മതി. ವರ್ಷದಲ್ಲಿ ಒಂದ್ಸಲ ಆ ರೀತಿ ಮಾಡಿದ್ರೆ ಸಾಕು. God won't appreciate it. ಆದ್ರೆ ದೇವರು ಅದನ್ನ ಮೆಚ್ಚುವುದಿಲ್ಲ. ദൈവത്തിന്റെ സഹായം അതിലുണ്ടാകുകയില്ല. ದೇವರ ಸಹಾಯವು ಅದರಲ್ಲಿ ಇರುವುದಿಲ್ಲ. ദൈവത്തിന്റെ പ്രസാദം അതിലുണ്ടാകുകയില്ല. ಮೆಚ್ಚುಗೆ ಅದರಲ್ಲಿ ಇರುವುದಿಲ್ಲ. മാനുഷിക പദ്ധതിയാണ്. ಮಾನುಷಿಕ ಆಲೋಚನೆಯಾಗಿದೆ. ദൈവത്തിന്റെ പണി മാനുഷിക പദ്ധതിയിൽ അല്ല നടക്കുന്നത്. ದೇವರ ಕೆಲಸವು ಮಾನುಷಿಕ ಪದ್ಧತಿಗೆ ಅನುಗುಣವಾಗಿ ಅಲ್ಲ ನಡೆಯುವಂತದ್ದು. ദൈവരാജ്യത്തിന്റെ പണി നടത്താൻ മനുഷ്യന്റെ ബുദ്ധി വേണ്ട, മനുഷ്യന്റെ പ്രശസ്തി വേണ്ട, ലോകത്തിന്റെ മനുഷ്യന്റെ സഹായം വേണ്ട. അത് നടത്തുന്നത് സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവാണ്, ദൈവത്തിന്റെ കരമാണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ದೇವರ ರಾಜ್ಯವನ್ನ ಕಟ್ಟುವುದಕ್ಕೆ ಇಹ ಲೋಕದ ಯಾವುದೇ ದುಡ್ಡು ಬೇಡ, ಈ ಲೋಕದ ಯಾವುದೇ ಆಸ್ತಿ ಅಂತಸ್ತು ಬೇಡ, ಈ ಲೋಕದ ಯಾವುದೇ ಪ್ರಸಿದ್ಧರಾದ ಜನರ ಸಹಾಯವೂ ಬೇಡ. ಅದರ ಸಂಪೂರ್ಣ ಖರ್ಚು ವೆಚ್ಚಗಳನ್ನ ದೇವರ ಆತ್ಮನೇ ಒದಗಿಸುವಾತನಾಗಿದ್ದಾನೆ. ലോകം ചെയ്യുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെയാണ്. ಲೋಕದವರು ಮಾಡುವಂತದ್ದು ಈ ರೀತಿಯ ವಿಧಾನಗಳನ್ನು ಉಪಯೋಗಿಸಿ ദൈവസഭയുടെ പണി നടക്കുന്നത്. ಆದರೆ ದೇವರ ಸಭೆಯ ಕೆಲಸ ನಡೆಯುವಂತದ್ದು ഹല്ലേലൂയ 4-5 പ്രധാനപ്പെട്ട കാര്യങ്ങളിലൂടെയാണ്. 5 ಪ್ರಾಧಾನ್ಯವಿರುವಂತ ವಿಚಾರಗಳಿಂದ. ഒന്ന് പ്രാർത്ഥന, ಒಂದು ಪ್ರಾರ್ಥನೆ, 2 ആമേൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി, 2 ಪರಿಶುದ್ಧಾತ್ಮನ ಶಕ್ತಿ, 3 താഴ്മ, 3ನೇದಾಗಿ ತಾಳ್ಮೆ, 4 ത്യാഗം, 4ನೇದಾಗಿ ತ್ಯಾಗ, ആമേൻ 5ാമത്തേത് സർവീസ് സേവനം, 5ನೇದು ಸೇವೆ ಮಾಡುವಂತದ್ದು. ഹല്ലേലൂയ ಹಲ್ಲೆಲೂಯ ഹല്ലേലൂയ ಹಲ್ಲೆಲೂಯ. What is your building plan? ಈಗ ನಿಮ್ಮ ಬಿಲ್ಡಿಂಗ್ ಪ್ಲಾನ್ ಏನಾಗಿದೆ? ദൈവമക്കളെ, ದೇವರ ಮಕ್ಕಳೇ, ദൈവരാജ്യത്തിന്റെ പണിക്കാരായി നമ്മെ ഓരോരുത്തരും ദൈവമാക്കി വെച്ചിരിക്കുമ്പോൾ, ದೇವರ ರಾಜ್ಯದ ಕೆಲಸಗಾರರನ್ನಾಗಿ ದೇವರು ನಮ್ಮೊಬ್ಬೊಬ್ಬರನ್ನ ನೇಮಿಸಿರುವಾಗ, ആ പദ്ധതിയിൽ നിന്റെ പ്ലാൻ എന്നാ? ಆ ಪದ್ಧತಿಯಲ್ಲಿ ನಿಮ್ಮ ಪ್ಲಾನ್ ಏನಾಗಿದೆ? ഒന്ന് പ്രാർത്ഥിക്കാൻ നീ തയ്യാറുണ്ടോ? ಪ್ರಾರ್ಥಿಸಲಿಕ್ಕೆ ನೀವು ಸಿದ್ಧರಿದ್ದೀರೋ? ഒരു സേവനം ചെയ്യാൻ നീ തയ്യാറുണ്ടോ? ಒಂದು ಸಣ್ಣ ಸೇವೆ ಅಥವಾ ಕೆಲಸ ಮಾಡ್ಲಿಕ್ಕೆ ನೀವು ಸಿದ್ಧರಿದ್ದೀರಾ? താഴ്മയോടെ ചില കാര്യങ്ങളിൽ ഇടപെടാൻ നീ തയ്യാറുണ്ടോ? ತಾಳ್ಮೆಯಿಂದ ಕೆಲವು ವಿಚಾರಗಳಿಗೆ ಏರ್ಪಡ್ಲಿಕ್ಕೆ ಸಿದ್ಧರಿದ್ದೀರಾ? ചില ത്യാഗം ചെയ്യാൻ നീ തയ്യാറുണ്ടോ? ಕೆಲವು ತ್ಯಾಗವಾಗಿ ಏನಾದರೂ ಮಾಡ್ಲಿಕ್ಕೆ ಸಿದ್ಧರಿದ್ದೀರಾ? ഞാനൊരു സംഭവം നിങ്ങളോട് പറയാം. ಒಂದು ಘಟನೆ ನಿಮಗೆ ಹೇಳ್ತೀನಿ. എൻ്റെ ഒരു സ്നേഹിതൻ, ನನ್ನ ಒಬ್ಬ ಸ್ನೇಹಿತನು പാസ്റ്റർ സാജൻ ജോയ്, ಪಾಸ್ಟರ್ ಸಾಜನ್ ജോയ് ಎಂಬಂತವರು, ബാംഗ്ലൂരിലൊരു ദൈവദാസന, ಬ್ಯಾಂಗ್ಳೂರಲ್ಲಿರುವಂತ ಒಬ್ರು ಸೇವಕರು, ശക്തമായി കർത്താവിന്റെ വേല ചെയ്യുന്ന ഒരു മനുഷ്യൻ. ಶಕ್ತವಾಗಿ ದೇವರ ಸೇವೆ ಮಾಡತಕ್ಕಂಥವ್ರು. അദ്ദേഹം പറഞ്ഞ ഒരു അനുഭവം, ಅವ್ರು ಹೇಳಿದಂತ ಒಂದು ವಿಚಾರ, വടക്കൻ കർണാടകയിൽ, ಇದು ಈಶಾನ್ಯ ಕರ್ನಾಟಕದಲ್ಲಿ, നോർത്ത് ಕರ್ನಾಟಕದಲ್ಲಿ ദേവദാസികൾ ഉള്ള ആ പ്രത്യേക സ്ഥലം, ಉತ್ತರ ಕರ್ನಾಟಕದಲ್ಲಿ ದೇವದಾಸಿಗಳಿರುವಂತ ആ സ്ഥലത്ത് അദ്ദേഹം ശുശ്രൂഷയ്ക്കായി കടന്നു പോകുക. ಆ ಸೇವೆಯಲ್ಲಿ ಅವ್ರು ಅಲ್ಲಿನ ಜಾಗಕ್ಕೆ ಸೇವೆಗಾಗಿ ಅವರು ಹೋಗಿದ್ರಂತೆ. ദേവദാസികളുടെ ആയുസ് മാക്സിമം 40 വയസ്സാണ്. ದೇವದಾಸಿಗಳ ಒಂದು ಆಯುಸ್ಸು ಕೇವಲ 40 ವರ್ಷ. അതിനിടയിൽ ഇവർ രോഗികളായി മരിക്കും. ಅದರಡೆಯಲ್ಲಿ ಅವರು ರೋಗಿಗಳಾಗಿ ആ സ്ഥലത്ത് മനുഷ്യൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ, ಅಲ್ಲಿ ಆ ಭಾಗದಲ್ಲಿ ಇವರು ಸೇವೆ ಮಾಡುತ್ತಿದ್ದಾಗ, ഒരു പരസ്യ സ്ഥലത്ത് താൻ പ്രസംഗിക്കുമ്പോൾ, ಒಂದು ಬಹಿರಂಗ ಕೂಟದಲ್ಲಿ ತಾನು ಪ್ರಸಂಗ ಮಾಡುತ್ತಿದ್ದಾಗ, പ്രാർത്ഥന ആവശ്യമുള്ളവർ മുമ്പോട്ട് വരാൻ പറഞ്ഞപ്പോ ഒത്തിരി ആളുകൾ മുമ്പോട്ട് വന്നു. ಪ್ರಾರ್ಥನೆ ಅವಶ್ಯಕತೆ ಇರುವವರು ಮುಂದೆ ಬನ್ನಿ ಅಂತ ಹೇಳುವಾಗ ತುಂಬಾ ಜನ ಮುಂದೆ ಬಂದರು. അവർക്ക് വേണ്ടി എല്ലാം ഈ ദൈവദാസൻ പ്രാർത്ഥിച്ചു. ಅವರಿಗೋಸ್ಕರವೆಲ್ಲ ಇವರು ಪ್ರಾರ್ಥನೆ ಮಾಡಿದ್ರು. നോക്കും ദൂരെ നിൽക്കുന്ന ഒരു സ്ത്രീ, ನೋಡುವಾಗ ದೂರ അവരുടെ വേഷവും ആഭരണവും ഒക്കെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇവരൊരു ദേവദാസിയാണ്. ಅವರನ್ನು ನೋಡಿದಾಗಲೇ ಇವರಿಗೆ ಗೊತ್ತಾಯಿತು ಇವರೊಬ್ಬ ದೇವದಾಸಿ ಎಂಬುದಾಗಿ. പ്രായമുള്ളൊരു സ്ത്രീ, ಬಹಳ ಪ್ರಾಯವಿರುವಂತ ಒಬ್ಬ ಸ್ತ್ರೀ. അദ്ദേഹത്തിന് അത്ഭുതം തോന്നി, ഒരു ദേവദാസി ഇത്രയും പ്രായം വരെ ജീവിച്ചിരിക്കുമോ? ಆಗ ಅವರಿಗೆ ಗೊತ್ತಾಯಿತು ಈ ದೇವದಾಸಿ ಕೆಲಸದಲ್ಲಿ ಏರ್ಪಟ್ಟಿರುವವರು ಇಷ್ಟು ವರ್ಷ ಬದುಕ್ತಾರ. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ಎಲ್ಲರೂ ಹೋದ ನಂತರ ഈ സ്ത്രീ തന്റെ അടുക്കൽ വന്നു. ಆ ಸ್ತ್ರೀ ಅಲ್ಲಿ ಬಂದ್ಲು. താൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ കുഷ്ഠം ബാധിച്ച സ്ത്രീയാണ്. ತಾನು ಗಮನಿಸಿ ನೋಡಿದಾಗ
ಅವಳ ಕೈಯಲ್ಲಿ ಕುಷ್ಠವಿತ್ತು. കൈകളുടെ വിരലുകളൊക്കെ അടർന്നു പോയൊരു സ്ത്രീ. ಆ ಬೆರಳೆಲ್ಲ ಕಿತ್ತು ಹೋಗಿದೆ. ಆಗ್ಲೇ മൂക്കെല്ലാം ചീഞ്ഞ് അളിഞ്ഞ് ഇരിക്കുകയാണ്. ಮೂಗೆಲ್ಲವೂ ಬಹಳವಾಗಿ ಅದು ಕೊಳೆತು ಹೋಗಿದೆ. ഈ സ്ത്രീ വന്ന് തന്നോട് ചോദിച്ചു, ಈ ಸ್ತ್ರೀ ಬಂದು ಅವರಿಗೆ ಕೇಳ್ತಾರೆ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാവോ? ನನಗೋಸ್ಕರ ಪ್ರಾರ್ಥನೆ ಮಾಡ್ತೀರಾ? ഒരു നിമിഷം താനൊന്നും ഞെട്ടി. ತಕ್ಷಣ ತನಗೆ ಒಂದ್ಸಲ ಶಾಕ್ ಆಯಿತು. ഈ മനുഷ്യനെ സ്ത്രീയെ ചേർത്ത് പിടിച്ചു. ಈ ಮನುಷ್ಯನ ಆ ಸ್ತ್ರೀಯನ್ನು ಈ ರೀತಿ ಸೇರಿಸಿ ಹಿಡಿದುಕೊಂಡ್ರು. കണ്ണീരോടെ പ്രാർത്ഥിച്ചു. ಕಣ್ಣೀರಿನಿಂದ ಪ್ರಾರ್ಥಿಸಿದರು. പക്ഷേ സൗഖ്യമായില്ല, ഒന്നും സംഭവിച്ചില്ല. ಏನು ನಡೆದಿಲ್ಲ, ಸೌಖ್ಯವಾಗಲಿಲ್ಲ. ഒരു ആഴ്ചയ്ക്ക് ശേഷം, ಒಂದು ವಾರದ ನಂತರ മറ്റു ചിലയിടങ്ങളിൽ ശുശ്രൂഷ ചെയ്തിട്ട് താൻ മടങ്ങി വന്നു. ಇನ್ನು ಕೆಲವು ಕಡೆ ಸೇವೆಯನ್ನೆಲ್ಲ ಮಾಡಿ ತಾನು ಹಿಂತಿರುಗಿ ಬಂದನು. അവിടെ പ്രാർത്ഥന നടത്തുമ്പോൾ ಅಲ್ಲಿ ಪ್ರಾರ್ಥನೆ ನಡೆಸ್ತಿದ್ದಾಗ ഈ സ്ത്രീ അവിടെ വന്നിട്ടുണ്ട്. ಈ ಸ್ತ್ರೀ ಅಲ್ಲಿ ಬಂದಿದ್ದಾಳೆ. കൂടെ 6-7 പേരുണ്ട്. ಜೊತೆಗೆ 6-7 ಜನರಿದ್ದಾರೆ. ഈ ദേവദാസന് അത്ഭുതമായി. ಈ ಸೇವಕರಿಗೆ ಅದ್ಭುತವಾಯಿತು. അദ്ദേഹം ചോദിച്ചു, നീയാ? ಅವರು ಕೇಳಿದ್ರು, ನೀನು? അവർ പറഞ്ഞു, തന്റെ കൈ കാണിച്ചു. ಅವರು ತಮ್ಮ ಕೈಯನ್ನು ತೋರಿಸಿದ್ರು, മൂക്ക് കാണിച്ചു, ಮೂಗು ತೋರಿಸಿದ್ರು. നീ പ്രാർത്ഥിച്ചു കടന്നുപോയി 3 ദിവസം കഴിഞ്ഞപ്പോൾ കർത്താവ് എന്നെ സൗഖ്യമാക്കി. ನೀನು ಪ್ರಾರ್ಥಿಸಿ 3 ದಿನದ ನಂತರ ದೇವರು ನನಗೆ ಸೌಖ್ಯ ಕೊಟ್ಟರು. എനിക്ക് നിന്റെ കൂട്ട് വിദ്യാഭ്യാസം ഇല്ല, ನನಗೆ ನಿನ್ನಂತೆ ವಿದ್ಯಾಭ್ಯಾಸವಿಲ್ಲ, വായിക്കാൻ എനിക്ക് അറിയത്തില്ല, ಓದಕ್ಕೆ ನನಗೆ ಗೊತ್ತಿಲ್ಲ, എഴുതാൻ എനിക്ക് അറിയത്തില്ല, ಬರೆಯಕ್ಕೂ ಗೊತ್ತಿಲ್ಲ. പക്ഷെ ഞാൻ എന്റെ ഈ ഗ്രാമത്തിലെല്ലാം പോയിട്ട് എന്റെ ഈ കൈ കാണിച്ചു കൊടുത്തു. ಆದ್ರೆ ನಾನು ಈ ಗ್ರಾಮದಲ್ಲೆಲ್ಲ ಹೋಗಿ ನನ್ನ ಈ ಕೈ ತೋರಿಸಿದನು. അവരോടൊക്കെ പറഞ്ഞു, ಅವರಿಗೆಲ್ಲ ಹೇಳಿದನು, ഞാൻ കുഷ്ഠരോഗിയായിരുന്നു, ನಾನು ಕುಷ್ಠರೋಗಿಯಾಗಿದ್ದೆ, എന്നെ വിടുവിച്ചൊരു യേശു ഉണ്ട്. ಯೇಸು ನನಗೆ ಸೌಖ್ಯ ಕೊಟ್ಟಿದ್ದಾರೆ. അവർ വിളിച്ചോണ്ട് വന്നതാ പ്രാർത്ഥനയ്ക്ക്. ಅವರು ಕರ್ಕೊ ಬಂದಿದ್ದಾರೆ ಈಗ 6-7 ಜನರನ್ನ. നിങ്ങൾ കേൾക്കണമേ, ആ കഥ തീർന്നില്ല. ಆ ಕಥೆಯಲ್ಲಿ ಮುಗಿಯುತ್ತಿಲ್ಲ. കഥയല്ല, ഇത് സംഭവമാ. ಇದು ಕಥೆಯಲ್ಲ, ಇದು ನಡೆದ ഈ ಘಟನೆ. ദേവദാസൻ തന്റെ കയ്യിലിരുന്ന പണം കൊണ്ട് ഇവർക്ക് മരത്തിന്റെ കമ്പുകളൊക്കെ വെട്ടി അവർക്ക് പാർക്കാനായിട്ടൊരു ചെറിയ കുടിലുണ്ടാക്കി കൊടുത്തു. ಈ ಸೇವಕರು ಇವರ ಕೈಯಲ್ಲಿದ್ದಂಥ ದುಡ್ಡನ್ನೆಲ್ಲ ಸ್ವಲ್ಪ ಖರ್ಚು ಮಾಡಿ ಅಲ್ಲಿ ಈ ಕಾಡು ಕಂಬುಗಳನ್ನೆಲ್ಲ ಕಡಿದು ಸಣ್ಣ ಸಣ್ಣ ಮನೆ ಮಾಡಿಕೊಟ್ರು ಅವರಿಗೆ. ഇദ്ദേഹം കടന്നുപോയി. ಅವರು ಹೋದ್ರು. ഏതാണ്ട് 1 വർഷം കഴിഞ്ഞ് അദ്ദേഹം ಸುಮಾರು 1 ವರ್ಷದ ನಂತರ ಅವರು ಮತ್ತೆ ಬಂದ್ರು. ഇവിടെ വന്നപ്പോൾ അദ്ദേഹം നോക്കിയപ്പോൾ ഈ സ്ത്രീയുടെ വീടെല്ലാം പൊളിഞ്ഞ് നാശമായി കിടക്കുകയാണ്. ನೋಡುವಾಗ ಅವತ್ತು ಕಟ್ಕೊಟ್ಟಿದಂತ ಮನೆ ಎಲ್ಲ ಸ್ವಲ್ಪ ಹಾಳಾಗಿದೆ. അദ്ദേഹം വളരെ ചിന്തിച്ച് ഭാരം തോന്നി, എങ്ങനെയെങ്കിലും ഈ വീടൊന്ന് നന്നാക്കി കൊടുക്കണം. ಅವರಿಗೆ ಬಹಳ ಬೇಸರವಾಯಿತು, ಈ ಮನೆಯನ್ನೇನಾದ್ರೂ ಸ್ವಲ್ಪ ರೆಡಿ ಮಾಡಿ ಕೊಡಬೇಕು ಅಂತ. അദ്ദേഹം ಅವರು തൻ്റെ കയ്യിലുള്ള കുറേ പൈസ ತನ್ನ ಕೈಯಲ್ಲಿದ್ದಂಥ ದುಡ್ಡನ್ನೆಲ್ಲ ಸರಿ ಮಾಡಿ ഈ സ്ത്രീ വരുമ്പോൾ കൊടുക്കാനായിട്ട് തൻ്റെ കയ്യിൽ സൂക്ഷിച്ചു. ಆ ಸ್ತ್ರೀ ಬರುವಾಗ ಕೊಡಬೇಕು ಅಂತ ಎಲ್ಲ ರೆಡಿ ಮಾಡಿ ಇಟ್ರು. ഒരു ദിവസം ഈ സ്ത്രീ തൻ്റെ അടുക്കലേക്ക് വന്നു. ಸ್ವಲ್ಪ ದಿನ ಬಿಟ್ಕೊಂಡು ಆ ಸ್ತ್ರೀ ಮತ್ತೆ ಬಂದಳು. അദ്ദേഹത്തോട് പറഞ്ഞു, പാസ്റ്റർ, ಆ ಪಾಸ್ಟರ್ಗೆ ಹೇಳ್ತಿದ್ದಾರೆ ಅವರು, ಪಾಸ್ಟ್ರೇ വേണ്ടി പ്രാർത്ഥിക്കണം, ನನಗೋಸ್ಕರ ಪ್ರಾರ್ಥನೆ ಮಾಡಿ. പ്രാർത്ഥിക്കുന്നതിന് മുൻപ് ಪ್ರಾರ್ಥಿಸುವುದಕ್ಕಿಂತ ಮೊದಲು ഈ ಸಹೋದರಿ ഈ ദൈവദാസന്റെ കയ്യിൽ കുറെ പണം കൊണ്ട് കൊടുത്തു. ಈ ಸೇವಕರ ಕೈಗೆ ಅವರೇ ಸ್ವಲ್ಪ ದುಡ್ಡು ಕೊಡ್ತಿದ್ದಾರೆ. കൊടുത്തിട്ട് പറഞ്ഞു, ಕೊಟ್ಟುಬಿಟ್ಟು ಹೇಳಿದ್ರು, ഞാൻ ഈ താമസിക്കുന്ന ഗ്രാമത്തിനപ്പുറത്തെ മലകളിലൊക്കെ ನಾನು ಈ ವಾಸ ಮಾಡುತ್ತಿರುವಂತಹ ಬೆಟ್ಟದ ಮೇಲೆ എന്നെ പോലെയുള്ള ആളുകൾ താമസിക്കുന്നുണ്ട്. ನನ್ನಂತೆ ಇನ್ನೂ ಕೆಲವರು ವಾಸ ಮಾಡ್ತಿದ್ದಾರೆ. എനിക്ക് അവിടെ വരെ പോകാനുള്ള ആരോഗ്യമില്ല, ನನಗೆ ಅಲ್ಲಿವರೆಗೆ ಹೋಗ್ಬೇಕಾಗಿರೋ ಆರೋಗ್ಯ ಇಲ್ಲ. ഞാൻ ഈ തരുന്ന പണം കൊണ്ട് ನಾನು ಈ ಕೊಡುವಂತ ದುಡ್ಡಿನಿಂದ നീ അവിടേക്ക് ആളുകളെ അയക്കണം, ಅಲ್ಲಿಗೆ ಜನರನ್ನ ಕಳಿಸ್ಬೇಕು, അവർ യേശുവിനെ അറിയട്ടെ, ಅವರು ಯೇಸುವಿನ ತಿಳ್ಕೊಳ್ಳಿ. സ്തോത്രം പറയരുത്, ഞാൻ പറഞ്ഞു തീരട്ടെ. ಸ್ತೋತ್ರ ಹೇಳ್ಬೇಡಿ, ಈಗ ನಾನು ಹೇಳಿ ಮುಗಿಸ್ತೇನೆ. ഞാൻ പറഞ്ഞു തീർന്നിട്ട് നിങ്ങൾ സ്തോത്രം പറ. ಹೇಳಿ ಮುಗಿಸಿದ ಮೇಲೆ ಸ್ತೋತ್ರ ಹೇಳಿ. ഈ സ്ത്രീ അവർ ചെയ്യുന്ന ജോലി എന്താണെന്നറിയാവോ? ಅವ್ರು ಏನ್ ಕೆಲಸ ಮಾಡ್ತಾರೆ ಗೊತ್ತೇ? ആ ഏരിയയിലുള്ള വീടുകളിലെല്ലാം പോയി വേസ്റ്റ്, ಆ ಏರಿಯಾದಲ್ಲಿರುವಂತ ಎಲ್ಲ ಮನೆಗಳಿಗೆ ಹೋಗಿ കളക്ട് ചെയ്യും. ವೇಸ್ಟ್ ಅನ್ನ ಅಥವಾ ಕಸವನ್ನ ಕಲೆಕ್ಟ್ ಮಾಡ್ತಾರೆ. 1 മാസം ഒരു വീട്ടിൽ നിന്ന് വേസ്റ്റ് കളക്ട് ചെയ്താൽ, 1 ತಿಂಗಳು ಒಂದು ಮನೆಯಿಂದ ಕಸ ಕೂಡಿಸಿದ್ರೆ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ
10-50 രൂപ അവർക്ക് കിട്ടും. ನನ್ನ ತಿಳುವಳಿಕೆ ಸರಿ ಆದ್ರೆ ಸುಮಾರು 50 ರೂಪಾಯಿ ಅಷ್ಟು ಸಿಗ್ತದೆ. ഒരു മാസം കിട്ടുന്ന രൂപയാണ്. 50 ആണോ 150 ആണോ കൃത്യമായി ഞാൻ ഓർക്കുന്നില്ല. ಸರಿಯಾಗಿ ನೆನಪಿಲ್ಲ. 50 ಇಲ್ಲ 150. കർണാടകയിലുള്ള ആളുകൾ ഒരുതരം റാഗി പുഴുങ്ങിയതാണ് കഴിക്കുന്നത്. ಕರ್ನಾಟಕದಲ್ಲಿರುವಂಥವ್ರು ಈ ಮುದ್ದೆ ತಿನ್ನೋದು ಜಾಸ್ತಿ. റാഗി ഉണ്ട പിടിച്ച് അത് വെള്ളത്തിലിട്ട് പുഴുങ്ങി, അതാണ് കർണാടകയിലുള്ള ആളുകൾ അവരൊക്കെ കഴിക്കുന്നത്. ഞാൻ കഴിച്ചിട്ടില്ല, നന്നാ കഴിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പ്രൈസ് ദി ലോർഡ്. ರಾಗಿ ಮುದ್ದೆ ಮಾಡಿ ತಿಂತಾರೆ. ನಾನು ತಿನ್ನಿಲ್ಲ, ನಾನು ಕೇಳಿದ್ದುಂಟು. 70 വയസ്സിനപ്പുറം പ്രായമുള്ള ഈ സ്ത്രീ, ಸುಮಾರು 70 ವಯಸ್ಸಿಗಿಂತಲೂ ಹೆಚ್ಚಿನ ಈ ಸ್ತ್ರೀ, വേസ്റ്റ് പെറുക്കി വേസ്റ്റ് കൊണ്ടുവന്ന് കളഞ്ഞ് കിട്ടുന്ന തന്റെ തുച്ഛമായ ശമ്പളത്തിൽ നിന്ന്, ಆ ಕಸ ಹೆಕ್ಕಿ ಬರುವಂತಹ ಸ್ವಲ್ಪ ದುಡ್ಡಿನಿಂದ, ഈ പാസ്റ്റർ ചോദിച്ചു, നിന്റെ കയ്യിൽ എവിടുന്ന ഈ പൈസ? ಪಾಸ್ಟರ್ ಕೇಳಿದ್ರು, ನಿನಗೆ ಎಲ್ಲಿಂದ 70 ವಯಸ್ಸಿರುವಂತ 750 രൂപയാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. 750 രൂപ. ನಿನಗೆ ಇಷ್ಟೊಂದು ದುಡ್ಡು ಎಲ್ಲಿಂದ ಬಂತು? 750 ರೂಪಾಯಿ ಇತ್ತಂತೆ ಅದು. പാസ്റ്റർ ചോദിച്ചു, നിനക്ക് എവിടുന്ന ഈ പൈസ കിട്ടി? ನಿನಗೆ ಎಲ್ಲಿಂದ ಈ ದುಡ್ಡು ಸಿಕ್ಕಿತು? അവള് പറഞ്ഞു, ಅವ್ರು ಹೇಳಿದ್ರು, പാസ്റ്ററേ, ഞാൻ സാധാരണ 2 നേരം ആഹാരം കഴിക്കുമായിരുന്നു. ನಾನು ಸಾಧಾರಣವಾಗಿ ಎರಡು ಹೊತ್ತು ಊಟ ಮಾಡ್ತಿದ್ದೆ. എനിക്ക് കിട്ടുന്ന ശമ്പളം 2 നേരം ആഹാരം കഴിക്കാൻ എനിക്കുണ്ട്. ನನಗೆ ಸಿಕ್ಕುವ ಸಂಬಳದಿಂದ ನನಗೆ 2 ಹೊತ್ತು ಊಟ ಮಾಡಬಹುದು. കഴിഞ്ഞ ഒരു വർഷമായിട്ട്, ಆದರೆ ಕಳೆದ 1 ವರ್ಷದಿಂದ ഞാൻ ഒരു നേരമേ ആഹാരം കഴിക്കുന്നു. ನಾನು ಒಂದೇ ಹೊತ್ತು ಊಟ ಮಾಡುವಂಥದ್ದು. ഒരേ ഒരു നേരം ആഹാരം കഴിക്കും. ಒಂದು ಹೊತ್ತು ಊಟ ಮಾಡ್ತೀನಿ. ഒരു നേരത്തെ ആഹാരം ഞാൻ ಒಂದು ಹೊತ್ತಿನ ಆಹಾರಕ್ಕೆ വേണ്ടെന്ന് വെച്ചിട്ട് ನನಗೆ ಬೇಡ ಅಂತ ಮಾಡಿ സേവ് ചെയ്ത് ಆ ದುಡ್ಡನ್ನ ನಾನು ಸೇವ್ ಮಾಡಿ സമ്പാദിച്ച പൈസയെ പാസ്റ്റർ ചെയ്ത് ಸಂಪಾದನೆ ಮಾಡಿರೋ ದುಡ್ಡಾಗಿದೆ ಇದು. ಪ್ರೈಸ್ ಗಾಡ್. എന്നെ പോലെയുള്ളവർ, ನನ್ನಂತೆ ಇರುವವರು സുവിശേഷം അറിയാതെ മരിക്കുന്നു. ಸುವಾರ್ತೆ ಕೇಳದೆ ಸಾಯ್ತಿದ್ದಾರೆ. എനിക്ക് ഇത്രേ തരാനുള്ളൂ പാസ്റ്റർ. ನನ್ನ ಕೈಲಿ ಇಷ್ಟು ಮಾತ್ರ ಇರುವಂಥದ್ದು ದುಡ್ಡು. ആരെയെങ്കിലും നീ അയക്കുമോ? ಯಾರನ್ನಾದ್ರೂ ಆ ಗುಡ್ಡಗಳಿಗೆ ಕಳಿಸ್ತೀಯಾ? പാസ്റ്റർ, ഞാൻ ആ ദൈവദാസനെ പരിചയപ്പെടുത്തി തരാം, തീർച്ചയായും അദ്ദേഹം ഇവിടെ വരണം. ನಾನು ಆ ಸೇವಕರನ್ನ ಸುನಿಲ್ ಪಾಸ್ಟರ್ಗೆ ನಾನು ಪರಿಚಯ ಪಡಿಸ್ಕೊಡ್ತೇನೆ, ಅವ್ರನ್ನ ಇಲ್ಲಿ ಕರೆಸಿ ನೀವು. പക്ഷെ ഒറ്റ കണ്ടീഷൻ പുള്ളി പറയുന്നു, ഒറ്റ സാക്ഷ്യം ലൈവ് ചെയ്യാൻ പാടില്ല. ಆದ್ರೆ ಅವರು ಒಂದು ಕಂಡೀಷನ್ ಹೇಳ್ತಾರೆ, ಅವ್ರು ಹೇಳುವಂತ ಯಾವ ಸಾಕ್ಷ್ಯವನ್ನು അദ്ദേഹം പറയുന്ന സാക്ഷ്യം ഞാൻ പറയുമ്പോൾ ആ എഫക്റ്റ് കിട്ടത്തില്ല. ಅವ್ರು ಹೇಳುವಂತ ಸಾಕ್ಷ್ಯವನ್ನ ನಾವು ಹೇಳುವಾಗ ಆ ಒಂದು ಎಫೆಕ್ಟ್ ಬರೋದಿಲ್ಲ. 70 വയസ്സുള്ള 70 ವಯಸ್ಸಿರುವ ദേവദാസിയായ തുച്ഛമായ വരുമാനമുള്ളൊരു സ്ത്രീ, ಆ ದೇವದಾಸಿ ಕೆಲಸದಲ್ಲಿ ಏರ್ಪಟ್ಟಿದ್ದಂತಹ ಆ ಒಂದು ಸಹೋದರಿ, ഒരു നേരത്തെ ആഹാരം വേണ്ടെന്ന് വെച്ചിട്ട് ಒಂದು ಹೊತ್ತಿನ ಆಹಾರವನ್ನ ತ್ಯಜಿಸಿ സുവിശേഷ വേലയ്ക്ക് വേണ്ടി കൊടുക്കാൻ തയ്യാറായി. ಸೇವೆಗಾಗಿ ಅವರು ತೆಗೆದಿಟ್ಟಂತಹ ದುಡ್ಡು. നിങ്ങൾക്ക് കഴിയത്തില്ലേ? ಆ ರೀತಿ ಮಾಡ್ಲಿಕ್ಕೆ ನಿಮಗೆ ಆಗುತ್ತಾ? കഴിയില്ലേ? ನಿಮಗೆ ಸಾಧ್ಯವೇ? കഴിയില്ലേ? ಸಾಧ್ಯವೋ? സാധ്യമാണോ? ನಿಮಗೆ ಸಾಧ್ಯವೋ? ത്യാഗം ചെയ്യാൻ തയ്യാറാണോ? ತ್ಯಾಗ ಮಾಡಲಿಕ್ಕೆ ಸಿದ್ಧರಾಗಿದೆ. ദൈവരാജ്യത്തിന്റെ പണിയുടെ ഒരു പ്രിൻസിപ്പിൾ, ದೇವರ ರಾಜ್ಯದ ಒಂದು ಕಟ್ಟುವಿಕೆಯ ಒಂದು ಷರತ್ತು ത്യാഗം ചെയ്യാൻ ഒരു മനസ്സാണ്. ತ್ಯಾಗ ಮಾಡ್ಲಿಕ್ಕೆ ಒಂದು ಮನಸ್ಸು ಬೇಕು. ಇಂದು ಹಗಲಿನ ವೇಳೆ കർത്താവിന്റെ നാമത്തിന്റെ മഹിമയ്ക്ക് വേണ്ടി, ಕರ್ತನ ನಾಮದ ಮಹಿಮೆಗಾಗಿ എന്റെ ചില ആവശ്യങ്ങളെ ത്യജിച്ചിട്ട്, ನನ್ನ ಕೆಲವು ಅಗತ್ಯತೆಗಳನ್ನ ತ್ಯಾಗ ಮಾಡಿ കർത്താവിന് വേണ്ടി ഞാൻ കൊടുക്കുമെന്ന് തീരുമാനിക്കുന്ന എത്ര പേര്? ಕರ್ತನಿಗಾಗಿ ಕೊಡುತ್ತೇನೆ ಎಂಬುದಾಗಿ ತೀರ್ಮಾನಿಸುವವರು ಎಷ್ಟು ಜನ? കണ്ണുകൾ ദൈവസന്നിധിയിൽ ഒന്ന് അടച്ചിട്ട കരമൊന്ന് ഉയർത്തുക. ಕಣ್ಣುಗಳನ್ನು ಮುಚ್ಚಿಬಿಟ್ಟು ನಿಮ್ಮ ಕೈಗಳ ಮೇಲೆ. തീരുമാനമുള്ളവർ മാത്രം, ತೀರ್ಮಾನ ಇರುವವರು ಮಾತ್ರ, ಎಲ್ಲರೂ ಎತ್ತಬಾರದು. ತೀರ್ಮಾನ ಇರುವವರು ಮಾತ್ರ. ഞാൻ ചിലത് ത്യജിച്ചിട്ട് കർത്താവിന്റെ നാമത്തിന് വേണ്ടി ನಾನು ಕೆಲವನ್ನ ತ್ಯಜಿಸಿ ಕರ್ತನಿಗಾಗಿ ಕೊಡುತ್ತೇನೆ. ಆ ರೀತಿ ಇರುವವರು ಮಾತ್ರ ನಿಮ್ಮ ಕೈಗಳನ್ನು കൊടുക്കാൻ തയ്യാറുള്ളവര്, ಆ ರೀತಿ ಕೊಡ್ಲಿಕ್ಕೆ ಮನಸ್ಸುಳ್ಳವರು. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുകയാ. ದೇವರು ನಿಮ್ಮನ್ನು ಅನುಗ್ರಹಿಸಲಿಕ್ಕಿದ್ದಾರೆ. എനിക്ക് ആ സ്ത്രീയുടെ പേരറിഞ്ഞുകൂടാ. ಆ ಸಹೋದರಿ ಹೆಸರು ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത പ്രായം ചെന്ന ആ സ്ത്രീ കരം ഉയർന്നു നിൽക്കട്ടെ. ನಿಮ್ಮ ಕೈ ಎತ್ತಲ್ಪಟ್ಟೆ ಇರಲಿ. സ്വർഗത്തിൽ എനിക്ക് കിട്ടുന്നതിനേക്കാൾ വലിയൊരു സ്ഥാനം ಪರಲೋಕದಲ್ಲಿ ನನಗೆ ಸಿಗುವುದಕ್ಕಿಂತಲೂ ಹೆಚ್ಚಿನ ಸ್ಥಾನ ಆ ಅಮ್ಮയ്ക്കുണ്ടാകും, ಆ ತಾಯಿಗುಂಟಾಗುತ್ತದೆ. നിങ്ങൾ എടുക്കുന്ന തീരുമാനം ആഴത്തിലുള്ള തീരുമാനം. ನೀವು ತೆಗೆದುಕೊಳ್ಳುವಂತ ತೀರ್ಮಾನ ಆಳದಲ್ಲಿರುವಂತ ತೀರ್ಮಾನವಾಗಿರಲಿ. ദൈവരാജ്യത്തിന്റെ പണി, ದೇವರ ರಾಜ್ಯದ ಕೆಲಸ ത്യാഗത്തിന്റെ പണിയാണ്. ಅದು ತ್ಯಾಗಮಯವಾದ ಕೆಲಸವಾಗಿದೆ. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯಾ. ഹല്ലേലൂയ.
ആ കരം ഉയർന്നു നിൽക്കുമ്പോൾ അടുത്ത 2-3 മിനിറ്റിനുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നാലാമത്തെ കാര്യം, റൈറ്റ് മോട്ടീവ്, ശരിയായ ആമേൻ പ്രേരണ. ಆ ಕರವನ್ನ ನೀವು ಎತ್ತಿ ನಿಂತಿರುವಾಗಲೇ ನಾನು 3ನೇ ವಿಚಾರ ಹೇಳ್ತೇನೆ, ಸರಿಯಾದಂತ ಒಂದು ത്യാഗത്തെ കൈ ഉയർന്നു നിൽക്കട്ടെ. ഞാൻ അവസാനിപ്പിക്കാൻ പോകുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്തിനാ ത്യാഗം ചെയ്യുന്നത്? ಆ ರೀತಿ ಕೈ ಎತ್ತಿರುವವರು ಹಾಗೆ ಎತ್ತಿ ಹಿಡಿದುಕೊಳ್ಳಿರಿ, ನಾನು ಬೇಗ ಮುಗಿಸ್ತೇನೆ. ಯಾಕೆ ನಾವು ತ್ಯಾಗ ಮಾಡಬೇಕು? ഞാൻ കൊടുക്കുന്നയാളാണെന്ന് മറ്റുള്ളവർ അറിയാനല്ല, ನಾನು ಕೊಡುವಂತ ವ್ಯಕ್ತಿ ಅಂತ ಇತರರಿಗೆ ಗೊತ್ತಾಗ್ಲಿಕ್ಕಾಗಿ ಅಲ್ಲ, ഞാൻ ചെയ്തത് ലോകം അറിയാനല്ല, ನಾನು ಮಾಡಿದ್ದು ಲೋಕಕ್ಕೆ ಗೊತ್ತಾಗಬೇಕಾಗಿ ಅಲ್ಲ. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ. ദൈവനാമത്തിന്റെ മഹത്വം, ದೇವರ ನಾಮದ ಮಹಿಮೆಗಾಗಿ, ദൈവരാജ്യത്തിന്റെ വ്യാപ്തി, ದೇವರ ನಾಮದ ಮಹಿಮೆಗಾಗಿ. നാം കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ദൈവം ശോധന ചെയ്യുന്ന 2 കാര്യമുണ്ട്. ನಾವು ಕರ್ತನಿಗಾಗಿ ಕೊಡುವಾಗ ದೇವರು ಪರಿಶೋಧಿಸುವ 2 ವಿಷಯಗಳಿವೆ. ഒന്ന്, വാട്ട് മോട്ടിവേറ്റഡ് യു, ಒಂದು, ಯಾವ ಪ್ರೇರಣೆಯಿಂದ ನೀನು ಕೊಡ್ತಿದ್ಯಾ. ഹല്ലേലൂയ. ആൻഡ് വാട്ട് ഈസ് യുവർ ഗോൾ. ಎರಡನೇದಾಗಿ ನಿನ್ನ ಗುರಿ ಏನು. ദൈവം തീയിൽ നമ്മുടെ പ്രവൃത്തിയെ ശോധന ചെയ്യുമ്പോൾ, ನಮ್ಮ ಕ್ರಿಯೆಗಳನ್ನ ದೇವರು ಬೆಂಕಿಯಲ್ಲಿ ಶೋಧಿಸುವಾಗ, നീ ഈ കാര്യം ചെയ്യാനുള്ള പ്രേരണ എന്താണ്? ನೀನು ಈ ಕಾರ್ಯವನ್ನ ಮಾಡ್ಲಿಕ್ಕಿರುವ ಪ್ರೇರಣೆ ಏನು. 2, ಎರಡನೇದಾಗಿ നിന്റെ ലക്ഷ്യം എന്താണ്? ನಿನ್ನ ಗುರಿ ಏನು. കണ്ണുകൾ ദൈവത്തിന്റെ അടയട്ടെ. ಕಣ್ಣುಗಳನ್ನ ದೇವರ ಸಮ್ಮುಖದಲ್ಲಿ ಮುಚ್ಚೋಣ. ആ കരമുയർത്തിയ ആളുകൾ മാത്രം മുമ്പോട്ട് കടന്നു വരാമോ? ಆ ಕರವೆತ್ತಿದವರು ಮಾತ್ರ ಮುಂದೆ ಬನ್ನಿ, ಬೇರೆ ಯಾರು ಅಲ್ಲ. ಯಾರೆಲ್ಲ ಆ ರೀತಿ ತ್ಯಾಗಕ್ಕಾಗಿ ಕರ ಎತ್ತಿದ್ರು ಅವರು ಮಾತ್ರ ಮುಂದೆ ಬನ್ನಿ. ദൈവരാജ്യത്തിന് വേണ്ടി ചിലത് ത്യജിച്ച് ഇന്ന് പകൽ ഞാൻ ചിലത് ചെയ്യുമെന്ന്, ದೇವರ ರಾಜ್ಯಕ್ಕಾಗಿ ಕೆಲವನ್ನ ತ್ಯಾಗ ಮಾಡಿ ನನ್ನ ಕರ್ತನಿಗೋಸ್ಕರ ಸೇವೆ ಮಾಡ್ತೇನೆ ಅನ್ನೋರು ಮಾತ್ರ ബന്നി. നിങ്ങൾ ഈ തീരുമാനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിത്യതയിൽ നിങ്ങൾക്കൊരു പ്രതിഫലം. ನೀವು ಈ ತೀರ್ಮಾನದಲ್ಲಿ ನೆಲೆಗೊಂಡು ನಿಲ್ಲುವುದಾದರೆ ನಿತ್ಯ ಜೀವದಲ್ಲಿ ನಿಮಗೆ ಪ್ರತಿಫಲವುಂಟು. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഹരോനെയും ഹൂരിനെയും പോലെ, ആരോനനಂತೆಯೂ ಹೂರನಂತೆಯೂ കരമുയർത്തിപ്പിടിക്കുന്ന മോശയുടെ കരത്തെ താങ്ങുന്ന, ಕರ ಎತ್ತಿಟ್ಟಿರುವಂತಹ ಮೋಶೆಯಂತೆ ಇರುವಂತವರ ಕರ ಹಿಡಿಯುವುದಕ್ಕೆ ആമേൻ ഒരു തീരുമാനം ഇന്ന് പകൽ നമുക്ക് ಒಂದು ತೀರ್ಮಾನ ಇಂದ ಹಗಲಿನ ವೇಳೆ ತೆಗೆದುಕೊಳ್ಳಿ. എന്റെ ആവശ്യങ്ങളെ ത്യജിച്ചിട്ട് ನನ್ನ ಅಗತ್ಯತೆಗಳನ್ನ ತ್ಯಜಿಸಿ ദൈവരാജ്യത്തിന് വേണ്ടി ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. ದೇವರ ರಾಜ್ಯಕ್ಕಾಗಿ ಕೊಡುತ್ತೇನೆ. ഹല്ലേലൂയ. ഈ പകലൊരു തീരുമാനമെടുത്താണ്. ಹಗಲಿನ ವೇಳೆ ಒಂದು ತೀರ್ಮಾನ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ದೇವರು ನಿಮ್ಮನ್ನು ಧಾರಾಳವಾಗಿ നിങ്ങളുടെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കും. ನಿಮ್ಮ ಮಕ್ಕಳನ್ನ ಆತನ അതിനെല്ലാം അപ്പുറത്ത് ദൈവത്തിന്റെ സ്തോത്രം നിത്യതയിൽ നിങ്ങൾക്കൊരു ಅದಕ್ಕಿಂತಲೂ ಹೆಚ್ಚಾಗಿ ನಿಮಗೆ ನಿತ್ಯ ಜೀವದಲ್ಲಿ ಪ್ರತಿಫಲ. കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചേ. ಕಣ್ಣುಗಳನ್ನು ಮುಚ್ಚಿರಿ. അപ്പ എത്ര ത്യാഗം ചെയ്ത് നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഞാൻ ತಂದೆ, ತ್ಯಾಗಮಯವಾಗಿ ನಿನ್ನ ಸೇವೆ ನಾನು ഓൽ ഖമാറിയ സാധൂരികതന റഗൽ ഖമന ഗഡഗസിയാന്തന ഓഹോ റഗമന ഹദുരമന ഗദുരം ദരജന ഗഡഗൻ ജാന വൈശന്ധനാരികസിയാതനെ ഹർഖന ദൈരമസ്മീനിയ ധൂരഗൽ ഖമാരിയാതന. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഇന്നെടുത്ത തീരുമാനം ഈ ദൈവസഭയിൽ ആമേൻ ഇവിടെ നടക്കുന്ന ശുശ്രൂഷകൾക്ക് ഒരു കൈത്താങ്ങലാകാൻ ഞാൻ തയ്യാറാണെന്ന് നിങ്ങളുടെ തീരുമാനം ഇന്നു മുതൽ നിങ്ങൾ കരകളുടെ മേലേക്ക് എത്തിരി. അതേ രീതി കൊടുക്കുന്ന പണത്തിന്റെ വലിപ്പമല്ല, മറിച്ച് ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ മനോഭാവത്തെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. ನಾವು ಕೊಡುವಂತ ದುಡ್ಡನ್ನ ಪ್ರಮಾಣವನ್ನಲ್ಲ, ಗಾತ್ರವನ್ನಲ್ಲ ಆತನ ನೋಡುವಂತದ್ದು, ನಮ್ಮ ಮನಸ್ಸನ್ನು ಆತನ ನೋಡುವುದು. ಪರಿಶುದ್ಧ ಕರ್ತಾವೇ, ಇನ್ನು ಬಗಲ್ ನಿನ್ನ ಸನ್ನಿಧಿയിൽ തീരുമാനമെടുത്ത ഈ ജനത്തിനായി പരിശുദ്ധ ദേവരേ, തീരുമാനം ತೆಗೆದುಕೊಂಡವರಿಗಾಗಿ ನಾವು ಪ್ರಾರ್ಥಿಸುತ್ತೇವೆ. ಅವರ തീരുമാനത്തിൽ നിലനിൽക്കുവാൻ നീ അവരെ സഹായിക്കണം. ಅವರ തീരുമാನದಲ್ಲಿ ನೆಲೆಗೊಳ್ಳುವಂತೆ ಅವರಿಗೆ ಸಹಾಯ. ആമേൻ. മോശയുടെ കരം ഉയർത്തിപ്പിടിക്കാൻ കൈത്താങ്ങിയ അഹരോനെയും ഹൂരിനെയും പോലെ ആമേൻ ദൈവസഭയുടെ ആവശ്യങ്ങൾക്ക് കൈത്താങ്ങൽ നൽകുവാൻ ഈ ജനത്തെ ദൈവം അവരുടെ കൈകളിൽ ധാരാളമായി നൽകുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ಮೋಶೆ ಕೈ ಎತ್ತಿ ಪ್ರಾರ್ಥಿಸುವಂತೆ ಸಹಾಯ ಮಾಡಿದ ಆರೋನನಂತೆ ಹೂರನಂತೆ ಇಲ್ಲಿನ ಸೇವಕರ ಕೈ ಎತ್ತುವಂತೆ ಅಪ್ಪ ಸೇವೆಯಲ್ಲಿ ಸಹಾಯ ಮಾಡುವುದಕ್ಕಾಗಿ ಇವರನ್ನೆಲ್ಲ ಉಪಯೋಗ. ನಾಮದಲ್ಲಿ ಜನತೆ ഞാൻ അനുഗ്രഹിക്കുന്ന കർത്താവേ, നാമದಲ್ಲಿ ಜನರನ್ನು ಆಶೀರ್ವದಿಸುತ್ತೇನೆ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ. God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിಮ್ಮನ್ನು ധാരാളವಾಗಿ ಆಶೀರ್ವದಿಸಲಿ.